ക്രിസ്ത്യാനികളിൽ നിന്നാണ്. കാരണം അവര് പറഞ്ഞു ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതേടി, അതുകൊണ്ടാണ് ആദം നബിക്ക് തൗബ കിട്ടിയത് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു എന്ന് ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്ന കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവരാണ് ഇതിന്റെ യഥാർത്ഥ സ്രോതസ്. രണ്ട്, ആ വഴി സ്വീകരിച്ചുകൊണ്ട് ഷിയാക്കൾ ഇതേ വഴി പറഞ്ഞു ബിഹഖി മുഹമ്മദിൻ വ അലി വ ഫാത്തിമ വ ഹസൻ വ ഹുസൈൻ. അലി, മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗബ സ്വീകരിച്ചത് എന്ന് ഷിയാക്കൾ പ്രചരിപ്പിച്ചു. ഷിയായ ചില റാവിമാർ ആ നിലക്ക് റിപ്പോർട്ടുകൾ വ്യാജമായി ഉണ്ടാക്കി. അതും ഹദീസ് കിതാബിൽ സ്ഥാനം പിടിച്ചുപോയി, തഫ്സീർ കിതാബിൽ സ്ഥാനം പിടിച്ചുപോയി. നിങ്ങൾ നേരത്തെ വായിച്ച തഫ്സീർ ദുറുൽ മൻസൂറിൽ പോലും ആ സംഭവം കാണാൻ കഴിയും. ആ ദുറുൽ മൻസൂർ തന്നെ ചോദിച്ചു മൂപ്പരോടെ. അദ്റുൽ മൻസൂർ ആ കിതാബിൽ സുയൂത്തി പറയുന്നു എന്ത്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, മുഹമ്മദ് നബി എന്നിവരുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബിക്ക് തൗബ സ്വീകരിക്കപ്പെട്ടത് എന്ന്. അതേപോലെ സൂഫികൾ പറയുന്നു മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് അല്ലാഹു തആല ആദം നബിയുടെ പാപം പുറത്തു കൊടുത്തത് എന്ന്. ഇതൊക്കെ ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം പണ്ഡിതന്മാർ മൗദൂഉൻ എന്നും ഖബറുൻ ബാത്തുൽ എന്നുമൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. ബാത്തിലായ ഒരു വാർത്തയാണ്, നിർമ്മിതമായ റിപ്പോർട്ടാണ് എന്ന് വരെ പണ്ഡിതന്മാർ പറയാൻ കാരണം അതാണ്. മാത്രവുമല്ല ഹദീസ് നിർമ്മിക്കുന്ന ആളുകൾ എന്ന് സംശയിക്കപ്പെടുന്നവര് പോലും ഈ ഹദീസിന്റെ പരമ്പരയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും തർക്കമില്ലല്ലോ. അതുകൊണ്ട് അത്തരമൊരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഞാൻ ആവർത്തിക്കട്ടെ, ഒരിക്കലും അഹ്ലുസുന്നയുടെ ഒരു വിശ്വാസം സ്ഥാപിക്കാൻ ഇത് പര്യാപ്തമല്ല. ഒന്നുകിൽ ആയത്ത് വേണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകൾ വേണം. ആയത്തോ സ്വഹീഹായ ഹദീസിന്റെയോ പിൻബലമില്ലാതെ ഇസ്ലാമിൽ ഒരു വിശ്വാസകാര്യം സ്ഥിരപ്പെടുകയില്ല, ഒരു കർമ്മകാര്യവും സ്ഥിരപ്പെടുകയില്ല. അതുകൊണ്ടാണല്ലോ ആ നോമ്പ് സുന്നത്തല്ല, അത് കറാഹത്താണ് എന്ന് ഇമാം മാലിക് പറഞ്ഞത് ഹദീസ് കിട്ടാത്തത് കൊണ്ട്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഹദീസ് ഉണ്ട് എന്നതുപോലെ ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് പ്രമാണം. ആ സ്വഹീഹ ഹദീസ് ഈ വിഷയത്തിൽ ഇല്ല, സ്വഹീഹായ പ്രമാണമില്ല, ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂഉം ബാത്തിലും എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അത്തരം ഒരു കഥ മാത്രം അടിസ്ഥാനമാക്കി ഒരു വിശ്വാസം സ്വീകരിക്കാൻ നമുക്ക് ഒരിക്കലും നിർവാഹമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് ഖുർആൻ സൂചിപ്പിച്ച, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന, പ്രവാചകർ പഠിപ്പിച്ച, സ്വഹാബത്ത് സ്വീകരിച്ച, അഹ്ലുസുന്ന മാതൃകയായി പഠിപ്പിച്ച ശരിയായ തവസ്സുലുണ്ട്. അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള തവസ്സുല്, ചെയ്തു വെച്ച അമലുകൾ കൊണ്ടുള്ള തവസ്സുല്, അതേപോലെ മറ്റൊരാളുടെ ദുആ കൊണ്ടുള്ള തവസ്സുല്, ആ വക തവസ്സുലുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ബിദ്അത്തായ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും ബർക്കത്ത് കൊണ്ടും ഒക്കെയുള്ള തവസ്സുല് എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ സ്വീകാര്യയോഗ്യമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല. ആ വഴി നമ്മൾ ഉപേക്ഷിക്കുക. സ്വഹീഹായ പ്രമാണത്തിൽ എന്താണോ പരിചയപ്പെടുത്തത് അത് നമ്മൾ അംഗീകരിക്കുക. അത് അഹ്ലുസുന്നയുടെ അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി വിശദീകരിച്ചിട്ടുമുണ്ട്. അവസാനമായി അബൂ ഹനീഫ ഇമാമിന്റെ ആ ഒരൊറ്റ വാചകം ആവർത്തിച്ച് ഞാൻ സൂചിപ്പിച്ച വാചകം ഒന്നുകൂടെ പറയട്ടെ. വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇക. അംബിയാക്കളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ പറയൽ, ഇന്നാളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ പറയൽ ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല. വഅക്റഹു, ഞാൻ വെറുക്കുന്നുവെന്ന് ഇമാം അബൂ ഹനീഫ മാത്രമല്ല വസ്വാഹിബാഹു, അബൂ ഹനീഫയുടെ രണ്ട് സ്വാഹിബുകളും അത് തന്നെ പറഞ്ഞുവെന്ന് ഇഹ്യാ ഉലുമുദ്ദീനിൽ കാണാം. അപ്പൊ അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന് രണ്ട് സ്വാഹിബുകളും പറയുന്നു വഅക്റഹു അൻ യഖൂല ദാഇ, ഇങ്ങനെ ഹക്ക് ഫുലാൻ, ഹക്ക് അംബിയായിക്ക, ഹക്ക് ഔലിയായിക്ക തുടങ്ങിയ ഫുലാന്റെ ഹക്ക് കൊണ്ടുള്ള തേട്ടങ്ങൾ ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പഠിപ്പിച്ച ഇമാം അബൂ ഹനീഫ. അതുകൊണ്ട് റബ്ബിനോട് മാത്രം തേടിയ ഇമാം അബൂ ഹനീഫ, റബ്ബിനോട് മാത്രം തേടിയ ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് അടക്കമുള്ള അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. പിൽക്കാലത്ത് സൂഫികൾ ഉണ്ടാക്കി വിട്ട വ്യാജമായ പുത്തൻ നിർമ്മിതമായ ബിദ്അത്തായ ഈ രീതികൾ നമ്മൾ കൈയൊഴിയുക. അതേ രക്ഷയ്ക്കുള്ള മാർഗമാകൂ എന്ന് ആവർത്തിച്ച് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. നിങ്ങളോട് മാത്രമല്ല, എന്നോടടക്കം നമ്മളെല്ലാവരും ആ ഒരു വഴിയിലേക്ക്, ആ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെല്ലാവരും ഒരേപോലെ നമ്മൾ മടങ്ങാൻ സന്നദ്ധമാവേണ്ടതുണ്ട്. അതല്ലാത്ത വാശിയെല്ലാം അവസാനിച്ച് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ രക്ഷയുണ്ടാവില്ല എന്നതുകൊണ്ട് നമ്മൾ ആ നിൽക്കുന്ന മാറുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ചർച്ച ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് തുടരാം. അപ്പോ ചർച്ച വീണ്ടും തുടരുന്നതിന് മുന്നേ
ഇരു വിഭാഗങ്ങളോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സംസാരിക്കാൻ വന്നുള്ളത്. അപ്പോൾ ആ വിഷയം തെന്നി മാറാതെ ശ്രദ്ധിക്കണം രണ്ടാളും. കാരണം ആ ഒരു സംശയത്തിലാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും കാത്തുനിന്നിരിക്കുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, നാം ചർച്ച ചെയ്യുന്നത് ആദം നബി സ്വല്ലല്ലാഹു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹക്ക് കൊണ്ട് തവസ്സുലാക്കി റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്ന ഒരു റിപ്പോർട്ട്. അത് സ്വഹീഹാണോ വഈഫാണോ അഥവാ സ്വീകാര്യമാണോ അല്ലേ എന്നതാണല്ലോ ചർച്ചയുടെ മർമ്മം. അതുകൊണ്ട് ഇവിടെ കൂടിയ ആളുകൾ, വിശിഷ്യ സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ടാകണം എന്ന താല്പര്യം കൊണ്ട് മാത്രം ഒന്നാമതായി ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്, നേർക്ക് നേരെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അഥവാ ഇത്തരമൊരു ഹദീസ് ഇവിടെ ചർച്ചയായ സ്ഥിതിക്ക് സ്വാഭാവികമായും ഇവിടെ കൂടിയ പല ആളുകൾക്കും എന്താണ് ഈ ഹദീസിന്റെ വിശദാംശമെന്നോ എന്തൊക്കെയാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടത് എന്നോ ഒരു പക്ഷേ അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയ ആളുകളും ഇനി ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഈ CD ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ഈ വിഷയത്തിൽ പിന്നീട് ഒരു ആശങ്ക ബാക്കി ഇല്ലാത്ത വിധം ഇത് കൃത്യമായി ബോധ്യപ്പെടണം എന്ന ആ ഒരു നിയ്യത്ത് കൊണ്ട്, ആ ഒരു ഇഖ്ലാസ് കൊണ്ട് ഞങ്ങൾക്കിതിൽ ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, ഇമാം ഹാക്കിം റഹിമഹുല്ല തന്റെ അൽ മുസ്തദ്റക് എന്ന കിതാബിലാണല്ലോ ഈ ഹദീസ് ഉദ്ധരിച്ചത്. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്നിവയിൽ ഉൾപ്പെടുത്താൻ യോഗ്യമായ എന്നാൽ അതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഹദീസുകളെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണല്ലോ അദ്ദേഹം ഈ കിതാബിലൂടെ നിർവഹിച്ചത്. അതാണ് അൽ മുസ്തദ്റക് അല സ്വഹീഹൈൻ എന്ന പേര് തന്നെയും സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് അങ്ങേറ്റം പ്രായമായ സമയത്ത് അദ്ദേഹം ആ പരിശ്രമം ആരംഭിച്ചതിനാൽ ബോധപൂർവമല്ലാത്ത ചില അപാകതകൾ സംഭവിച്ചുവെന്നുള്ളത് ഇരുവിഭാഗത്തും തർക്കമില്ലാത്ത പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഗ്രന്ഥം രചന പൂർത്തിയായതിനു ശേഷം അത് പരിശോധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല, അതിനുമുമ്പ് മരിക്കുകയും ചെയ്തുവെന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഏതായിരുന്നാലും ആ ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തഖിൽ ഉദ്ധരിച്ച ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ ഹദീസ്, അതിന്റെ മത്തിന് അത് പൂർണ്ണമായും വായിച്ച് അതിന് അർത്ഥമൊന്ന് വിശദീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം ഇമാം ഹാക്കിം ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ വിധി എന്താണ് എന്നും ഹാക്കിമിന്റെ കിതാബിന് ലോകാംഗീകൃതമായ തഅലീഖ് എഴുതിയ ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹം അതിന്റെ തഅലീഖായി എന്തു പറഞ്ഞുവെന്നും ഒന്ന് വായിക്കാൻ സാധിക്കുമോ, അത് വായിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് പൂർണ്ണമായി വായിച്ച് അതിനർത്ഥം പറഞ്ഞ് ഇമാം ഹാക്കിമും ഹാക്കിമിന്റെ കിതാബിന് അടിക്കുറിപ്പെഴുതിയ ലോകമംഗീകരിച്ച ഇമാം ദഹബിയും എന്താണ് ആ ഹദീസിനെ കുറിച്ച് പരാമർശിച്ചത് എന്ന് ഒന്ന് വായിച്ച് അർത്ഥം വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി നിങ്ങളുടെ ചോദ്യരൂപത്തിൽ ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ചർച്ചയുടെ രണ്ടാം സെഷനിലേക്ക് നാം കടന്നിരിക്കുന്നു. നാം ഇവിടെ സുന്നി ഭാഗത്ത് നിന്ന് എഴുതിയ ചോദ്യം എല്ലാവരും ഹൃദയത്തിൽ കുറിച്ചു വെക്കുക. ഞാൻ കൊടുക്കുന്ന ഉത്തരം ചോദ്യത്തിന് മറുപടിയാണോ എന്ന് നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യുക. അതിനു മുമ്പ് ഒന്നാമത്തെ സെഷനിൽ നടന്ന കോപ്പറേറ്റ് തലങ്ങളും കൂടി ഈ CD കാണുന്നവർ കേട്ടുവെക്കുക. ഞങ്ങൾ ചോദിച്ച 3 ചോദ്യങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അശ്ബഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഒരു വിഷയം പറഞ്ഞാൽ, ഒരു ഫത്വ കൊടുത്താൽ അത് ഇജ്മാ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും അതൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുറിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചിരി തുടങ്ങി. തന്നെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചിരിക്കുക, അതന്നെ ഒരു ആരെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും. ആദ്യമായിട്ട് ഇനി നിശ്ചയിച്ചോളി, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ പറയുന്നു നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്തിട്ടുണ്ട്. ബിഹഖ്ഖിൻ നബിയ്യ എന്ന് ദുആ ഇരന്നിട്ടുണ്ട്. അല്ലാഹുവിനോട് തവസ്സുൽ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ഇരന്നിട്ടുണ്ട് എന്നതിന് ഒന്നാമത്തെ തെളിവ് മൻഖൂസ് മൗലിദ് അല്ല, അബൂ ഹനീഫ ഇമാം അല്ല,
അഷ്ബഹി ഇമാം അല്ല, മാലിക് ബിൻ അനസ് അല്ല. അങ്ങനെ ഇഷ്ടം പോലെ 40 ഇമാമിങ്ങൾ ഞാൻ കൊണ്ടുവരും. ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആരോപണം ഇൻഷാ അല്ലാഹ് ഈ കാസറ്റ് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞത് സുന്നികൾക്ക് തെളിവ് പറയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മങ്കൂസ് മൗലിദിന് തെളിവാ. അല്ലാതെ ഒന്നാമത്തെ ഇസ്ലാമിൽ തെളിവ് മങ്കൂസ് മൗലിദ് എന്ന പച്ചക്കള്ളം ഈ ഫൈസൽ മുനീർക്ക് കേട്ടു നോക്കി. പക്ഷെ നമ്മൾ അതിലേക്ക് കടക്കുന്ന ഹക്കിലേക്ക് സത്യത്തിലേക്ക് എത്തണം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സുന്നികൾക്ക് തെളിവ് പറയണ്ട, തെളിവ് പറയണ്ട. ഞങ്ങൾക്ക് മങ്കൂസ് മൗലിദിന് തെളിവാ. അതിന് ഫൈസൽ മൗലവി വ്യാഖ്യാനിച്ചത് നിങ്ങൾ ഒന്നാമത്തെ തെളിവ് മങ്കൂസ് മൗലിദ് ഞാൻ പറഞ്ഞു എന്ന്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നോ ഞാൻ എങ്ങനെ എന്താ പറഞ്ഞെന്ന് കേട്ടു നോക്കി സീഡിയിൽ. അവര് മാറ്റി തിരുത്തലില്ല. അത് കേട്ടോളെ ആയത്ത്. ബഖറ സൂറത്തിന്റെ 37-ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. മങ്കൂസ് മൗലിദല്ല, വിശുദ്ധ ഖുർആൻ 37-ാമത്തെ. അത് നോക്കണ്ട, ഖുർആൻ നോക്കിയാൽ മതി. 37-ാമത്തെ ആയത്ത്. എന്താ അർത്ഥം? ഫതലഖാ, കണ്ടുമുട്ടി, അതല്ലെങ്കിൽ എത്തിച്ചു, ആദം നബി അലൈഹിസ്സലാം മിൻ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് കലിമാത്തിൻ, ചില വാചകങ്ങളെ. അത് കിട്ടിയപ്പോൾ ഫതാബ അലൈഹി, ആ വാചകങ്ങൾ വെച്ചിട്ടാണ് നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തൗബ ചെയ്തത്. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല. ദുർറുൽ മൻസൂർ വരട്ടെ. ഈ ദുർറുൽ മൻസൂറിൽ ഇമാമിങ്ങൾ എന്താ പറയുന്നത്? ദുർറുൽ മൻസൂറിനെ കുറിച്ച് നമ്മളെ മറുഭാഗത്തുള്ള മൗലവി കൊച്ചാക്കി. എന്റെ പ്രവർത്തകർ മുഴുവൻ ശ്രദ്ധിക്കണം. ദുർറുൽ മൻസൂർ ഇമാം സുയൂത്തിയുടെ തഫ്സീറിന്റെ ഗ്രന്ഥമാണ്. അതിന്റെ പേരു തന്നെ അദ്ദുർറുൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മഅ്സൂർ. മഅ്സൂറായ ഹദീസുകളെ കൊണ്ട് മാത്രമേ ഞാൻ തഫ്സീർ പറയുള്ളൂ. മഅ്സൂറായ ഹദീസുകൾ കൊണ്ട് മാത്രം തഫ്സീർ പറയുള്ളൂ. അതിൽ ബഹുമാനപ്പെട്ട ദുർറുൽ മൻസൂറിൽ ബഹുമാനപ്പെട്ട ഇമാം പറയുകയാണ്, ഇമാം സുയൂത്തി പറയുകയാണ്. എന്താ പറയുന്നത്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ വിശദീകരിച്ചിട്ട് അഖ്ബറ തബ്റാനിയു ഫിൽ മുഅ്ജമി സ്വഗീർ വൽ ഹാകിമു വഅബൂ നുഐം വൽ ബൈഹഖി ഫി ദലായിലി വഇബ്നു അസാകിർ. ഇത്രത്തോളം ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നു. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അദ്നബ ആദം നബി തെറ്റ് ചെയ്തു പോയപ്പോൾ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ, ആദം നബിയുടെ ഭാഷയിൽ തെറ്റായി പോയപ്പോൾ, റഫഅ റഅസഹു ഇല സമാഇ, മേൽപോട്ട് തല ഉയർത്തി. ഫഖാല, അവിടെ ആദം നബി പറയുന്നു, അസ്അലുക, അല്ലാഹ് നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് ആദം നബി അലൈഹിസ്സലാം ദുർറുൽ മൻസൂർ തഫ്സീർ എന്ന മൗലവി ചോദിച്ചു. ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ ബഖറ സൂറത്ത് 37-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ തെളിവ് സ്വഹീഹായ ഹദീസ്. എന്താ ഹദീസ്? സനദടക്കം ഞാൻ നിങ്ങൾ അർത്ഥം മാത്രം ചോദിച്ചു. ഞാൻ സനദ് വായിച്ചു ഞാൻ അർത്ഥം വെച്ചുതരാം. حدثنا أبو سعيد عمرو بن محمد بن منصور العدل قال حدثنا أبو الحسن محمد بن إسحاق بن إبراهيم الحنظلي قال حدثنا أبو الحارث عبد الله بن مسلم الفهري قال حدثني إسماعيل بن مسلمة أنبأ عبد الرحمن بن زيد بن أسلم അൻ നബീഹി അൻ ജദ്ദിഹി. ഞാനവിടെ ശബ്ദം കൂട്ടാനുള്ള കാരണം ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അൻ അബീഹി അൻ ജദ്ദിഹി അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈസൽ മൗലവി ശ്രദ്ധിച്ചോളി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല എന്ന് പറയരുത്. ലമ്മഖതറഫ ആദമു അൽ ഖതീഅ. ആദം നബി ഒരു തെറ്റങ്ങ് ചെയ്തു പോയപ്പോൾ ഖാല, ആദം നബി ദുആയിരുന്നു, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, അസ്അലുക ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലമാ ഗഫർത ലി, നീ എനിക്ക് ഒരിക്കലും പുറത്തു തരാതിരിക്കരുത്, നീ എനിക്ക് പുറത്തു തരണം, മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണമെന്നും ആദം നബി ദുആ ഇറക്കുന്നു. ഫഖാല അല്ലാഹ്, അപ്പോൾ അല്ലാഹു ചോദിച്ചു, യാ ആദം വകൈഫ അറഫ്ത മുഹമ്മദ്, നീ എങ്ങനെ മുഹമ്മദിനെ മനസ്സിലാക്കി? വലം ഖലഖുഹു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. വഖാല യാ റബ്ബി ലി അന്നക ലമാ ഖലഖതനി ബിയദിക വനഫഖത ഫിയ മിൻ റൂഹിക റഫഅതു റഅസി ഫറഅയ്തു അലാ ഖബാഇമിൽ അർശ് മക്തൂബ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ പടച്ചിട്ടില്ലെങ്കിലും നീ എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ മേൽപോട്ട് നോക്കിയപ്പോൾ ഞാൻ അർശിൽ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫഅലിംതു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സുന്നിയാണ്. അന്നക ലം തുലിഫ് ഇലസ്മിക ഇല്ലാ ഹബ്ബൽ ഖൽഖി ഇലൈക, നിന്റെ പേരിലേക്ക് നീ ചേർത്തി പറയണമെങ്കിൽ അത് ചില്ലറക്കാരാവൂല. അതെന്തോ ഒരു സാധാരണക്കാരൻ, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതുകൊണ്ട് ഞാൻ തൗബ ചെയ്താണ്. ഫഖാലല്ലാഹ്, അപ്പ അല്ലാഹു പറയുന്നു, സദഖ്ത യാ ആദമു,
ഓ ആദമേ നീ സത്യം പറഞ്ഞു. ഇന്നഹു ലാ ഹബ്ബുൽ ഖൽഖി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഹദീസ് പറഞ്ഞിട്ട് പ്രസവിച്ച പെണ്ണ് പറയുന്നു, വഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്. ഇത് ഇസ്നാദ് സനദ് സ്വഹീഹായ ഹദീസാ. സനദ് എന്ന് പറഞ്ഞാലേ എന്നോട് ഇന്നാള്, അയാളോട് അയാള്, അയാളോട് അയാള്, അയാളോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ സനദ് സ്വഹീഹായാലാണ് സ്വഹീഹ ഹദീസ് എന്ന് പറയാം. ഇനി വരട്ടെ, ഇനി അപ്പൊ ചർച്ച. അൽഹംദുലില്ലാ, അങ്ങനെ മറുപടി പറയണേ പെട്ടെന്ന് തീരുമാനമാവും. ഇനി എല്ലാ ചോദ്യത്തിലും ഈ ശൈലി സ്വീകരിക്കണം. വളരെ എളുപ്പമുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞെന്താണ്, ഇമാം ഹാക്കിമിന്റെ ഹദീസ് വായിക്കുക, മത്തിനർത്ഥം ഒക്കെ വെച്ചു. അൽഹംദുലില്ലാ. ഇടയ്ക്ക് നിങ്ങളെ കുറച്ച് കൂടി സമയം കഴിഞ്ഞോടെ കുഴപ്പമില്ല, നീ 7 മിനിറ്റ് അടുത്ത് വരുമല്ലോ, അപ്പൊ ബാക്കി വായിച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞു ഇമാം ഹാക്കിം ഇതേക്കുറിച്ച് എന്തു പറഞ്ഞു, അത് നമ്മൾ വായിച്ചു. അവിടെപ്പോഴാണ് സമയം കഴിഞ്ഞത്. ഇനി ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിന് ലോകപ്രസിദ്ധമായ തഅലീഖിലെ ഇമാം ദഹബി റഹിമഹുല്ലാ, ആ ദഹബിയുടെ വാചകം കൂടി നിങ്ങൾ അടുത്ത സമയത്ത് വായിക്കണം. എങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പൂർത്തിയാകും. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ഹദീസിന്റെ പദങ്ങൾ ഇപ്പൊ കേട്ടല്ലോ. അല്ല ചോദിക്കുക, എങ്ങനെ ആദമേ നിനക്ക് മുഹമ്മദിനെ മനസ്സിലായി? ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നാ. നിനക്ക് എങ്ങനെ മുഹമ്മദിനെ മനസ്സിലായി? വമാ ഖലഖ്തുഹു, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലായി? അപ്പോഴാണ് ആദം നബിയുടെ മറുപടി എന്ത്? ഞാൻ ഇങ്ങനെ എനിക്ക് റൂഹൊക്കെ കിട്ടി, മേൽപോട്ട് നോക്കിയപ്പോ ഞാൻ അവിടെ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഏതായാലും എന്റെ കൂടെ ചേർത്തി പറഞ്ഞപ്പോ അത് നല്ല പേര് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അവിടെ തന്നെ ഒരുപാട് അവിശ്വാസതകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്നാണല്ലോ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അത് തീർച്ചയായും പഠിപ്പിച്ചുണ്ടാവേണ്ട നാമമാണ് ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം. എന്നിട്ടാ പഠിത്തം ചോദിക്കുന്നത് കൈഫ അറഫ്ത മുഹമ്മദൻ, നിനക്ക് എങ്ങനെ ആദമേ മുഹമ്മദിനെ മനസ്സിലായി? അപ്പൊ ആദം നബി എന്താ പറഞ്ഞത്? റബ്ബേ നീ എനിക്ക് എല്ലാ നാമവും പഠിപ്പിച്ചെന്നില്ലേ, അതിലുണ്ടല്ലോ എന്നല്ല മറുപടി. ഞാൻ അർശിലേക്ക് നോക്കിയപ്പോ അവിടെ എഴുതി വെച്ചത് കണ്ടു, അപ്പൊ എനിക്ക് മനസ്സിലായി. ഏതായിരുന്നാലും ഇതാണ് ഹദീസിന്റെ ടെക്സ്റ്റ്, ഹദീസിന്റെ മത്തിന്, ഹദീസിന്റെ വാചകം ഇതാണ്. അവിടെ തന്നെ ഒരുപാട് അവിശ്വാസതകൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ശരി, ഏതായിരുന്നാലും ശരി, ഈ ഹദീസ് ഇമാം ഹാക്കിമാണല്ലോ ഒന്നുദ്ധരിച്ചത്. അദ്ദേഹം ഉദ്ധരിച്ചു പറഞ്ഞതെന്ത്? അത് പറയുമ്പോഴാണ് താങ്കളുടെ സമയം അവസാനിച്ചത്. ശരി, അതിന്റെ ബാക്കി കൂടി താങ്കൾ അടുത്ത സമയത്ത് വായിക്കണം. എന്നിട്ട് നിങ്ങൾ നേരത്തെ തന്നെ വിഷയാവതരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം പറയുന്നു എന്ന്. ആ വാചകം കൂടി കാണിക്കാൻ പറ്റുമോ എന്ന് രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തിന്റെ കൂടെ. അഥവാ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഇതുപോലെ മങ്കൂസ് മൗലിദ് ഒന്നാമത്തെ പ്രമാണമാണ് എന്ന് പറഞ്ഞതുപോലെ അത് എന്റെ വകയല്ല, വേണമെങ്കിൽ പരിശോധിക്കാം. ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലിദാണ് എന്നാണ് നിങ്ങളെ പദപ്രയോഗം. ഇപ്പൊ തോന്നി അത് വേണ്ടില്ലായിരുന്നു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, തൗബ ചെയ്താൽ മതി. ഏതായിരുന്നാലും ശരി, എന്നതുപോലെ ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ പദപ്രയോഗം കൂടി, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞ പദപ്രയോഗം കൂടി ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക് സ്വഹീഹൈൻ എന്ന കിതാബിൽ നിന്ന് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ബാക്കി പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ പറയാം. ഒന്നാമത്തതിന്റെ കൂടെ രണ്ടാമത്തെ, ഇതിന്റെ പേരെ വിഡ്ഢിത്തം എന്നറിയാം. ഒന്ന് കഴിഞ്ഞ് രണ്ടുണ്ടാവുള്ളൂ മൗലവി. ഒന്നാമത്തിന്റെ കൂടെ രണ്ട് നേരം എന്താ മൂന്നാവും? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചോദിക്കുകയാണ് എന്ത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കാൻ നിനക്ക് എങ്ങനെ മുഹമ്മദിനെ മനസ്സിലായി? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, മൗലവി അതൊക്കെ പഠിക്കണം. എന്താണ് മാ തിൽക ബിയമിനിക മൂസ? എന്താ അർത്ഥം? എന്നതല്ല പൊട്ടത്തം കേട്ടോളി. അള്ളാഹ് ചോദിക്കാണ് മാ തിൽക ബിയമിനിക മൂസ, എന്താ മൂസാന്റെ വലത്തെ കൈ? അള്ളാഹ് കാണാതെ ചോദിച്ചതാ? അള്ളാഹ് കാണാതെ ചോദിച്ചതാ? നിങ്ങൾ പിരിച്ചു വിട്ടിട്ടേ വല്ല പ്രശ്നം ഇറങ്ങി പോയിക്കോളി. അള്ളാഹിനെ പൊട്ടനാക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വരൂ, ദർസിലേക്ക് വാ. അകലാട് പള്ളിക്ക് ഇപ്പോഴും ദർസുണ്ട്, പഠിപ്പിച്ചരാ. മാത്തിൽ കബി എമീനിക്കയാ മൂസ. അപ്പൊ അള്ളാഹ് കയ്യിലുള്ള വടി പോലും കാണാതെ മൂസ ചോദിക്കണം എന്താ മൂസ വലത്തെ കൈ? എനിക്ക് കാണില്ലല്ലോ, ഞാൻ പൊട്ടനായി പോയല്ല. അല്ലേ മആദല്ലാഹ്, അങ്ങനെ ഒരിക്കലും പറയരുത് മനുഷ്യ. ആ ചോദ്യത്തിന് പിന്നെ രഹസ്യങ്ങളുണ്ട്, പല രഹസ്യങ്ങളുണ്ട്. അത് അറിയാത്തത് കൊണ്ട് അള്ളാന്റെ മേലും റസൂലുള്ളാഹിന്റെ മേലും ആദ്യം കുരങ്ങളിക്കുക.
സഫാഹത്ത് ഒരിക്കലും പറയാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരിക്കലും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ ചർച്ച മുന്നോട്ട് പോകണം. കേൾക്കുമ്പോ മൗലവി നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളമാണ്. സുന്നികൾക്ക് ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലിദ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സുന്നികൾക്ക് തെളിവ് നോക്കണ്ട. സുന്നികളെ സംബന്ധിച്ചിടത്തോളം മങ്കൂസ് മൗലിദ് തന്നെ തെളിവാണ്. കാരണം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അവിടെ വെക്കട്ടെ. പിന്നെ ഒന്നിന്റെ കൂടെ രണ്ടാമത്തത് എവിടെ നിങ്ങൾ പഠിച്ചു? ഒന്നിന്റെ കൂടെ രണ്ടാമത്തത് അതെങ്ങനെ ഉണ്ടാവുക? ഒന്നിന്റെ കൂടെ രണ്ടാമത്തത് അപ്പൊ മൂന്നല്ലാവുക? അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിൽ കടന്ന. അപ്പൊ അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ മറുപടി ഉണ്ട് തന്നെ. ഒന്നാമത്തെ മറുപടി ഉണ്ട് തന്നെ ചോദ്യത്തിന് ഉത്തരായി. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ തഅ്ലീഖാത്തിന്റെ ദഹബി പിന്നെ ചോദിച്ച് എന്ത് ഇത് സ്വഹീഹാന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. ആര്? നമ്മളെ ഹാക്കിം തന്നെ സ്വഹീഹാന്ന് കേട്ടോളി, സ്വഹീഹാണെന്ന്. ഇത് എന്ന് പറഞ്ഞാല് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും പെന്തൽ മണ്ണൊക്കെ കഷ്ടപ്പെട്ട് ഇന്നോവയിലൊക്കെ ഒന്നല്ലേ പഠിപ്പിച്ചു കൊടുക്കാം. ഇത് എന്ന് പറഞ്ഞ ഏത്? ഈ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ്, പരമ്പര സ്വഹീഹാണ്. എന്താ പറഞ്ഞിട്ടില്ലേ? എന്താ മനസ്സിലായില്ലേ? എല്ലാം പഠിച്ചോളി. ഹാദാ സ്വഹീഹുൽ ഇസ്നാദ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് ബിൻ അസ്ലമിനെ ദഈഫിലും മൗദൂഇലും പെടുത്തണ്ട. മദ്ഖലിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊന്നും നിങ്ങൾ പറയണ്ട. മുജാഹിദുകൾക്ക് മറുപടി വഹുവ അവ്വലു ഹദീസിൻ ദക്കർതുഹു ലി അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലമ ഫീ ഹാദൽ കിതാബ്. ഈ കിതാബിൽ അബ്ദുല്ലാഹി ബിൻ അസ്ലമിനുള്ള ഒന്നാമത്തെ ഹദീസ് അത് ഈ ഹദീസാണ്. ഞാൻ അബ്ദുല്ലാഹി ബിൻ അസ്ലമിനെ തെറ്റിദ്ധരിച്ച് എഴുതിയതല്ല. അയാൾക്ക് കുറെ മൗദൂ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മൗദൂഇന്റെ വിഷയത്തിൽ ഉസൂലുൽ ഹദീസ് ഉണ്ടാക്കിയ ഒന്നാമത്തെ ആളാണ് ഹാക്കിം റളിയല്ലാഹു അൻഹു. 3-ാം നൂറ്റാണ്ട് ജീവിച്ച ആളാ. അതറിയാം. ഉസൂലുൽ ഹദീസൊക്കെ ഇൻഷാ അല്ലാഹ് വരട്ടെ. ഇർഷാദുസ് സാലിം ഫത്തുൽ ഇപ്പോ വരും. പറഞ്ഞാൽ അംഗീകരിക്കുന്നല്ലോ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന്റെ താഴെ പ്രസവിച്ച പെണ്ണ് പറയാണ് സ്വഹീഹട്ട. പ്രസവിച്ച പെണ്ണ് പറയാൻ എനിക്ക് വേദന ഇല്ലാന്ന്. അഥവാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയാൻ സ്വഹീഹാണ്. താഴത്ത് ഒരാൾ പമ്മിയിരുന്നാണ് പറയാൻ കേട്ടോളി. താഴ്ത്തിരിക്കുന്ന ആളാണ് കേട്ടോളി. അതാണ് ദഹബി. എല്ലാവർക്കും അംഗീകൃതനായ ഇബ്നു തൈമിയുടെ ശിഷ്യൻ എല്ലാവർക്കും അംഗീകരണോ? ഇബ്നു തൈമിയുടെ ശിഷ്യൻ അങ്ങനെ ഞാൻ പറയിപ്പിക്കണ്ട. അപ്പോ അവിടെ നമ്മളെ ദഹബി വന്നിട്ട് പറയണം മുകളിലത്തെ ഹദീസ് പറയണം. ഈ പേജിൽ 3 ഹദീസ് ഉണ്ട് ഹാക്കിം ഉദ്ധരിച്ച. 3 ഹദീസിനും ഈ ദഹബി മൗദൂ എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ തെളിവ് ഇത് മൗദൂ ആണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ദഹബി ദലായിലുൻ നുബുവ്വ എന്ന കിതാബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ ദലായിലുൻ നുബുവ്വ മുഴുവനും സന്മാർഗവും പ്രകാശവുമാണ് എന്ന് ദഹബി ദലായിലുൻ നുബുവ്വ എന്ന കിതാബിൽ. ആ ദലായിലുൻ നുബുവ്വയിൽ ഈ ഹദീസിനെ കുറിച്ച് ബൈഹഖി പറഞ്ഞത് ദഈഫാണ്. അപ്പൊ തന്നെ ഇയാളെ വാദം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞില്ലേ? നെറ്റത്തലടിക്കേണ്ടത് ഹിദയത്തടിക്കണം. ദലായിലുൻ നുബുവ്വ എന്ന കിതാബ് ഏറ്റവും നല്ല കിതാബാണെന്ന് ഇമാം ദഹബി. ആ ദഹബി നല്ല കിതാബാണെന്ന് പറഞ്ഞ ദലായിലുൻ നുബുവ്വയിൽ ഈ ഹദീസ് മൗദൂ എന്ന് പറയുന്നില്ല, ദഈഫാന്ന് പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? അയാളെ മൗദൂ ആണ് എന്ന വാദം ദലായിലുൻ നുബുവ്വ കൊണ്ട് പൊളിഞ്ഞുപോയി. ഇനി ദഈഫല്ലാതെ ഇൻഷാ അല്ലാഹ് സമർത്ഥിക്കാം. ഫൈസൽ മോല് വിചാരിച്ച് ഞങ്ങളൊക്കെ അബൂ ഹനീഫന്റെ ആളാ, ഞങ്ങൾ മാലിക് ബിൻ അനസിന്റെ ആളാ. നിങ്ങൾക്ക് ആവണം എന്നോട് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദഹബി ഉദ്ധരിച്ച് ഞാൻ വായിച്ചില്ലേ? അതുപോലെ തന്നെ അയാൾ പൊളിഞ്ഞതും ദലായിലിന് പോണി പൊളിച്ചെന്നില്ലേ? ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനിയിപ്പോ എന്താ ഇപ്പൊ കോലം? അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിരിച്ചു വിട്ടോളി പ്രസ്ഥാനം. ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഈ പ്രസ്ഥാനം. കിതാബും തിരിയില്ല, ഖുർആനും തിരിയില്ല. എന്ത് പ്രസ്ഥാനം അത്? ഒന്നും തിരിയാതെ വന്നുങ്ങാണ്ട് നിങ്ങൾ വിചാരിച്ച് ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുന്നു. ഇതുവരെ തീർന്നിട്ടുണ്ടായി സംവാദം? ഇതുവരെ തീർന്നിട്ടുണ്ടോ മൗലവി? തീരൂല. ഇൻഷാ അല്ലാഹ് ഈ തെളിവുകളുടെ ഘോഷയാത്ര വരാൻ പോകുന്നു ഇവിടെ. മാലപ്പടക്കം പേടിക്കണ്ടട്ട. അപ്പൊ ആദ്യം പറഞ്ഞു ആദം നബി തവസ്സുൽ ചെയ്തതിന് ഒന്നാം തെളിവെന്താ? ബക്കറ 37 ചിരിക്കല്ല, ബക്കറ 37. രണ്ടാമത്തെ ഹദീസ് എന്താ? ആ ബക്കറ 37 ആയത്ത് തെളിവെന്ന് ആരാ പറഞ്ഞത്? ഹദീസ് കൊണ്ട് മാത്രം തഫ്സീർ പറയുന്ന ഇമാമുൽ സുയൂത്തി. ഏടെ പറഞ്ഞ്? അൽമനാറല്ല, അല്ല അദ്ദുറുൽ മൻസൂർ. ഇവിടെ പഠിപ്പിച്ച് അത് നമുക്ക് പഠിക്കണ്ടേ, ഹക്ക് മനസ്സിലാക്കണ്ടേ. പിന്നെ ഇമാം ഹാക്കിം തന്നെ മുസ്തദറക്കിൽ പഠിപ്പിക്കണം എന്ത്? ഈ ഹദീസ് സ്വഹീഹ. പ്രസവിച്ച പെണ്ണ് പറയണം, എഴുതിയ ആള് പറയും സ്വഹീഹട്ട. ബേക്കിൽ കുറെ കൊല്ലത്തിന് ശേഷം വന്ന ദഹബി പറയാൻ മൗദൂ ആയിരിക്കും. അതെന്തായിരിക്കും? മൗദൂ. ഈ മൗദൂ എന്ന് പറയും ഇമാം ദഹബി അംഗീകരിച്ച ദലായിലുൻ നുബുവ്വ പറയുന്നു ഈ ഹദീസ് ദഈഫാണ്. എന്ത് രസം അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദിൽ പെട്ടുപോയ മനുഷ്യ ചിന്തിച്ചോ, ഈ മുജാഹിദുകാർ മുഴുവനും ഖുർആനിനെതിരാണ്, വിശുദ്ധ ഹദീസിന് എതിരാണ്. ആ ആയത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ
ദുറുൽ മൻസൂർ അങ്ങനെ ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ ഇമാം സുയൂത്തി പോയി, ബറൂസവി പോയി, അബു ഹനീഫ പോയി, പിന്നെ മാലിക് റളിയല്ലാഹു അൻഹു പോയി, പിന്നെ ഹുസൈൻ സഖാഫി പോയി, എല്ലാരും പോയി. ഇപ്പൊ ആരപ്പ ഉള്ളത്? ഞങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക്. നിങ്ങളെ പേർക്ക് അറിയാം, അന്നെ പറയാത്തട്ട, അയാളെ പേർക്ക് അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ മാത്രം സ്വർഗത്തില്. ഇമാം മാലിക് നരകത്തേക്ക് എന്ത് വസീൽ അംഗീകരിച്ച്. പിന്നെയോ അബു ഹനീഫ ഇമാം നരകത്തേക്ക്. അതിന്റെ പിന്നാലെ പോണ ബറൂസബി, പിന്നെ സുബുക്കി ഇമാമും ഇബ്നു ഹജറും. മക്കളെ പഠിച്ചോളിയും, ഖുർആൻ വിശുദ്ധ ഖുർആൻ തെളിവാണ്, വിശുദ്ധ ഹദീസ് തെളിവാണ്. ഈ ഹദീസിനെ കുറിച്ച് മൗദൂ ആണെന്നും ഇബ്നു തൈമിയ്യയും ദഹബിയും അല്ലാത്ത വല്ല ഇമാമും ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ, ആണത്തം ഉണ്ടെങ്കിൽ തെളിയിക്കൂ. ഇബ്നു തൈമിയ്യയും ദഹബിയും അല്ലാത്ത ഈ ഹദീസ് മൗദൂ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടെന്നാ പറഞ്ഞത്? ഒരിക്കൽ മാറ്റരുത്, ഈ താടി വിഷാടും. ഉണ്ടെന്നാ പറഞ്ഞത്. ധൈര്യമുണ്ടെന്ന് തെളിയിക്കാൻ ദഹബി ഇമാമും ഇബ്നു തൈമിയും അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദഹബി ഞങ്ങൾക്ക് അംഗീകൃതനല്ല. ഇബ്നു, കാരണം അയാൾ മുത്തറത്ത് ഇൻഷാ അല്ലാഹ് ജുറൂഹ് തഅദീലിന്റെ കിതാബൊക്കെ വരാൻ പോകും. ആരാ ഇത് ദഹബി ചർച്ച ചെയ്യാം. ഇപ്പൊ അതാ ചോദ്യം ഇങ്ങണ്ടായതായാലും നേരത്തെ 9 ചാൻസ് ചോദിച്ചിട്ട് മൂപ്പക്ക് ഈ വക ചോദ്യമൊന്നുമില്ല. ഇപ്പൊ മറുപടിയുടെ സമയത്ത് ഇങ്ങനെ ചോദിക്കുക, ആ പൂജ അവിടെ നിന്നോട്ടെ, അത് പണി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വ്യവസ്ഥ ചെയ്തിട്ടാണ്ടാവുക ചോദിക്കാം. ഇപ്പൊ ചോദിച്ചതിന് മറുപടി പറയും. എന്താ പറഞ്ഞത്? ഇവിടെ ഹാക്കിമിന്റെ കിതാബ് എന്ന് വായിച്ചു എന്നിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം എവിടെ പറഞ്ഞു? നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചെന്താ? സ്വഹീഹുൽ ഇസ്നാദീന, സ്വഹീഹുൽ ഇസ്നാദീന. സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞതും ഹദീസും സ്വഹീഹും ഒന്നാണോ? രണ്ടും ഒന്നാണോ? ഹദീസുൻ സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാകുന്നു എന്ന പ്രയോഗമാണ് ഞാൻ ചോദിച്ചത്. കോട്ടിമാറ്റണ്ട. ഞാൻ ചോദിച്ചതാ, ഇമാം ഹാക്കിം എവിടെ ഇത് ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞത്? അത് വായിക്ക്. മറ്റൊരാളുണ്ട്, നമുക്കറിയില്ലേ. ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വായിച്ചോളം അംഗീകരിക്കാം. ഇമാം ഹാക്കിം അത് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വഹീഹുൽ ഇസ്നാദി എന്നേ പറഞ്ഞുള്ളൂ. അതിൽ സൂക്ഷ്മതയാണ്. ആര് പറഞ്ഞു? നബവി ഇമാം പറഞ്ഞു, സുയൂത്തി ഇമാം പറഞ്ഞു, ഹദീസ് നിദാനശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ പലരും അത് രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. ആ പ്രസവിച്ച പെണ്ണ് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. നിങ്ങളെ വക വ്യാഖ്യാനിച്ചു പറയണ്ട. ഹാക്കിം എവിടെ പറഞ്ഞു ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് ഇമാം ഹാക്കിം പറഞ്ഞു? നിർത്തോളി, എടുക്കാൻ കഴിയില്ല. എങ്ങനെ തന്നിട്ടും കാര്യം ഞങ്ങൾ ബേജാറാകണ്ട, തപ്പിയാ കിട്ടൂല. ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് ഇമാം ഹാക്കിം പറഞ്ഞത് ഇല്ല. വായിക്കാൻ നിങ്ങൾക്ക് എന്നല്ല ഒരൊറ്റ മുസ്ലിയാർക്കും സാധ്യമല്ല, ഉറപ്പാണ്. പിന്നെ ദഹബിൽ അംഗീകരിക്കൂല. അപ്പൊ മനസ്സിലായല്ലോ, ദഹബി ദലാലിന് പോയെ പറ്റി ഹുദം വന്നൂർ എന്ന് പറഞ്ഞ് വെറുതല്ലാന്ന്. കാരണം എന്താ? ദലാലിന് പോ വായിച്ചോ അവിടെ തന്നെ കാണാണ്. അപ്പൊ നൂറ് അവിടെ തന്നെ ഉണ്ട് അറിഞ്ഞ് വേറെ കൊടുക്കും പോണ്ടാന്ന്. അതാ ദഹബി പറഞ്ഞത്. നിങ്ങൾ ദഹബിനെ തള്ളി ആ വർക്കത്ത് പോയല്ല. എന്താ ദഹബി പറയാൻ? ദലാലിന് പോവാ മതി. ഫീ ഹുദം വനൂർ, അത് പ്രകാശമാണ്, അതിൽ മാർഗദർശനമുണ്ട്. ഞങ്ങൾ മറിച്ചു നോക്കി 12 ഹദീസ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി. ദഹബി പറഞ്ഞത് ശരിയാണ്. ഇതിൽ തന്നെ എന്തുണ്ട്? ഹുദം വനൂർ, ഇതിൽ മാർഗദർശനമുണ്ട്, ഇതിൽ വെളിച്ചമുണ്ട്. അതാ കാണുന്നു വെളിച്ചം. എന്ത്? നിങ്ങൾ ഞാൻ പറഞ്ഞ എന്താ? ദലാലിന് പോ ഹുദം വനൂറാണ് ദഹബി പറഞ്ഞിട്ടുണ്ട്. അതേ ദലാലിന് പോ വഈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹുദം വനൂർ. ആ ബൈഹഖിയാണ് പറഞ്ഞത് ഇത് ദഈഫാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹുദം വനൂറാണ്. അതാ ദഹബിന്റെ മഹത്വം, അതാ ദഹബിയുടെ മഹത്വം. ലോകത്ത് ആരാ ദഹബി അംഗീകരിക്കാത്തത് എന്നിട്ട് പറയാ? വേറെ ആരെയും പറഞ്ഞേക്കണോ? നേരത്തെ ചോദിക്കണ്ടേ. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ? ഹദീസിക്ക് വരുന്നുണ്ട് എന്നാ. എന്തേ അപ്പൊ വരാൻ ധൈര്യമില്ലാതിരുന്നത്? ഇപ്പൊ നിങ്ങൾ ചോദ്യത്തിന് സമയമൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ ചോദ്യം ഇങ്ങനെ വരിക കാര്യമില്ല ഉസ്താദെ. അതുകൊണ്ട് ഈ പറഞ്ഞതിലാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇമാം ഹാക്കിം പറഞ്ഞത്, അതേപോലെ ദഹബി പറഞ്ഞ മൗലൂഉൻ, ദഹബി പറഞ്ഞ എന്താ? തൈ കൊടുത്തത് മൗലൂഉൻ, നിർമ്മിതമാണ്. മുപ്പര വാക്ക് എന്താ അറിയോ? 3 ഹദീസ് കൊടുത്തു, 3നും മൗലൂ എന്ന് പറഞ്ഞു. 3 മൗലൂആണ്. അപ്പൊ 3 പറഞ്ഞു ഹുദം വനൂർ. ആരാ ദഹബിയെ അംഗീകരിക്കാത്തത്? നിങ്ങളിപ്പോ ദഹബിയെ തള്ളിയോ കൊണ്ടോ? എല്ലാരും ശ്രദ്ധിച്ചോളിയേ. ഈ ഹാക്കിം ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് ഒരു അലിഫ് ബാ തിരിയുന്നവർക്കും ഒരു മുജാഹിദിന്റെ ഈ സമ്പാദകർക്കും മനസ്സിലാവും. ഹാക്കിം ഉദ്ധരിച്ച ഈ ഹദീസിനെ കുറിച്ച് ദഹബി പറഞ്ഞത് മൗലൂഉ എന്നാണ്. ഞാൻ മലയാളത്തിലല്ല, അറബിയിലാ പറയുന്നത്. ഈ മൗലൂഉ ആണ് എന്നത് പൊളിഞ്ഞത് എവിടെ വെച്ചിട്ടാ? പൊളിഞ്ഞോ? ശ്രോത മനസ്സിലായോ? ഈ ദഹബി ഇമാമ് മൗലൂഉ ആണ് എന്ന് പറഞ്ഞ വാക്ക് പൊളിഞ്ഞോ ഇല്ലയോ? പൊളിഞ്ഞിട്ടില്ല. അപ്പൊ ദലാലിന് മുമ്പ് ദഈഫ് എന്ന് പറഞ്ഞതോ? അപ്പൊ ദഈഫ് മൗലൂഉ ഒന്നാണോ?
ദഈഫ് മൗദൂ ഒന്നാണോ? പറ മൗലവി, ദഈഫ് മൗദൂ ഒന്നാ? അപ്പോ ഇമാം അപ്പൊ കുടുങ്ങി. അപ്പൊ ഇമാം ദഹബി എന്ത് പറഞ്ഞു? ദലായിലുൻ നുബുവ ഫുള്ള് സന്മാർഗമാണ്, അതുള്ള നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ദലായിലുൻ നുബുവയിലുള്ളതാണ് സ്വീകരിക്കേണ്ടത്, അതാണ് പ്രകാശം. ദലായിലുൻ നുബുവയിൽ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മൗദൂ ആണെന്ന് പറഞ്ഞില്ല. മറിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ബൈഹഖി പറഞ്ഞത് ലഈഫ് എന്നാണ്. ആ ലഈഫ് എന്ന വാക്കിലൂടെ ആദ്യം ആര് തെറിച്ചുപോയി? ദഹബി തെറിച്ചുപോയി. ദഹബി പറഞ്ഞ മൗദൂ എന്നാണ്. ഇനി പറഞ്ഞ് ബൈഹഖിയിൽ ലഈഫ് എന്ന് പറഞ്ഞില്ലേ, മൗലവി കട്ട് വായിച്ചതാണ്. ലഈഫുൻ ഫീ ഹാദൽ വജ്ഹി, അതല്ലെങ്കിൽ മിൻ ഹാദൽ വജ്ഹി. അർത്ഥം വെക്കൂ മൗലവി. എന്താ മിൻ ഹാദൽ വജ്ഹിയുടെ അർത്ഥം? കിതാബോധി പഠിക്കാതെ അൽമനാറും വായിച്ചിട്ട് ഹദീസിന് അർത്ഥം വെക്കാൻ വേണ്ടി വരിക. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കല്ല, വിഷയം പറഞ്ഞോളൂ. ഇപ്പൊ ചോദിക്കാൻ വേണ്ടി വരികയാണ്, ഉത്തരം കിട്ടാൻ കൊഞ്ഞനം കുത്തുക. അത് നമ്മൾ പറയുന്നത് ഹാക്കിം ഉദ്ധരിച്ച ഹദീസ്. ഹാക്കിം എല്ലാവരും ശ്രോതാക്കളൊക്കെ കേട്ടോളി. ഹാക്കിം എന്നത് ഒരു ഹദീസിന്റെ ഗ്രന്ഥമാണ്. ബൈഹഖി എന്നതും ഹദീസിന്റെ ഗ്രന്ഥമാണ്. നസായി എന്നതും ഹദീസിന്റെ ഗ്രന്ഥമാണ്. തുർമുദി എന്നതും ഹദീസിന്റെ ഗ്രന്ഥമാണ്. ബുഖാരി ഹദീസിന്റെ ഗ്രന്ഥമാണ്. അല്ലേ? ഏത് ചെന്താണ്? ഇതൊക്കെ മറക്കട മുഷ്ടിയാറാം. അപ്പൊ നോക്കി, ഒരു ഹാക്കിമിൽ ശ്രോതാക്കൾക്ക് നല്ല ഈ വിഷയം മനസ്സിലാക്കി തിരിക്കങ്ങൾ നോക്കണ്ടട്ടാ. ഹാക്കിമില് മുസ്തദ്റക്കില് ഇമാം ഹാക്കിം ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ആ ഹദീസിന് അയാൾ പറഞ്ഞത് സ്വഹീഹ്. ഈ ഹദീസ് വേറെ ഒരു ഭാഗത്തിലൂടെ, ഈ റൂട്ടല്ല, ബൈഹഖി സ്വപ്നത്തിൽ പോലും പറഞ്ഞിട്ടുണ്ടോ ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ ചർച്ച. ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് ലഈഫാണെന്ന് ബൈഹഖിൽ എവിടെ കാണിച്ചു തരാം മൗലവിമാരെ? ഇത്ര താടി നീട്ടി വന്നിട്ട് ഒന്നും കാണിച്ചു തരൂല്ല. എവിടെ പറഞ്ഞു ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് ലഈഫാണെന്നും ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ടോ? ഇമാം ബൈഹഖി ഒരു ഹദീസ് ഉദ്ധരിച്ചു, അദ്ദേഹത്തിന് കിട്ടിയ സനദിലൂടെ മിൻഹാദൽ വജ്ഹി. ഈ മിൻഹാദൽ വജ്ഹി പോലെ അറിയാതെ ഇങ്ങനെ വന്നിക്കടോ ലഈഫ് എന്ന് പറഞ്ഞത്. ആ വജ്ഹിലൂടെ ലഈഫ്. ഇമാം ഹാക്കിം തങ്ങൾ കൊണ്ടുവന്ന വജ്ഹിലൂടെ സ്വഹീഹുൽ ഇസ്നാദ്. പിന്നെ ചോദിക്കാണ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താ തൗറാത്തല്ല, ഇഞ്ചീലും അല്ല, സബൂറും അല്ല. എന്റെ പേരെന്താ? മിഷ്കാത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഈ മിഷ്കാത്തിന്റെ മുമ്പിലുള്ള ഒരു കിതാബിന്റെ പേര് മുഖദ്ദിമത്തുൽ മിഷ്കാത്ത്. അതെന്തിനുള്ള കിതാബാണെന്നറിയോ? ചോറും കറി എങ്ങനെ തിന്നും പഠിപ്പിക്കുകയല്ല. പിന്നെന്താ? ഒരു ഹദീസ് വന്ന ഏതൊക്കെ രൂപത്തിൽ വരും? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചു കയ്യ മക്കളെ. എന്താ സ്വഹീഹുൻ എന്ന് പറഞ്ഞാൽ സ്വഹീഹാണ്. ഇസ്നാദ് എന്ന് പറഞ്ഞാലേ കൂടുതലും ഒരു ഹദീസ് സ്വഹീഹാകുന്നതും ദഈഫാകുന്നതും എന്തിലേക്ക് നോക്കിയിട്ടാ? സനദിലേക്ക് നോക്കിയിട്ടാണ്. അല്ലെ? ആ സനദിൽ ഇന്ന ആൾക്കൊരു ദുഅഫുണ്ട്, അല്ല ആ സനദ് ഇന്ന ആള് അൽ മുത്തഹമു ബിൽ വദ്ആൻ, ആ ഹദീസിൽ ഇന്നാൾ ഇന്നാലെ പ്രശ്നമുള്ള ആളാണ്. ആ ഒരു പ്രശ്നവും ഈ ഹദീസിനില്ല. സ്വഹീഹുൽ ഇസ്നാദ്, ഈ പരമ്പര സ്വഹീഹാണ് എന്നാ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ല. ചോദിച്ചു പറയുമ്പോൾ ചോദ്യത്തിന് അവസരമാണ്, എനിക്ക് പേടിയാ. പക്ഷെ ചില ഉത്തരങ്ങൾക്കൊക്കെ ചോദ്യത്തിലൂടെ മറുപടി കൊടുക്കാം. അത് തിരിയാത്ത ഇവർക്ക് തിരിയും, പക്ഷെ പൊട്ടം കളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹ് അല്ല പിന്നെ ലഈഫുന? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ പിന്നെ ലഈഫുന? എന്ത് പൊട്ടപ്പോയത്താണ്. മാത്തിലിക്ക യമീനിക്ക യാ മൂസ പോലെ ഇതും ഈ വിഷയവും എന്താ നിങ്ങളെ വലത്തെ കയ്യിൽ നിന്ന്. അപ്പം നമ്മളെ ഫൈസൽ മൗലവി അള്ളാൻ ചോദിക്കണം, അള്ളാ എന്താ കണ്ണാണില്ലേ? കണ്ണാണോ തോന്നുന്നു മാത്തിലിക്ക യമീനിക്ക യാ മൂസ എന്നിരിക്കുന്നത്? അല്ല നീ മുമ്പേ വടി പഠിച്ചതല്ലേ, ആദ്യം ഇത് മൂസാ നബിയുടെ കൈ പടച്ചതല്ലേ, ആ കയ്യിലിരിക്കുന്ന വടി നിങ്ങൾക്ക് അറിയില്ലേന്ന് എന്ന മാതിരിയാണ് ഈ വിഷയവും. അപ്പൊ ഞങ്ങൾ പറയുന്നത് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന് ഇസ്നാദ് എന്താ? ഇത് മലയാളം പോലെ പ്രശസ്തമായ വാക്കല്ല ഈ അറബി വേർഡ്. ഇസ്നാദ്, ഇസ്നാദ് പരമ്പര, പരമ്പര സ്വഹീഹാണ്. അപ്പൊ ഈ ഹദീസ് ലഈഫ അല്ല മൗദൂഅ? അപ്പൊ ഇമാം ഹാക്കിം തങ്ങൾ വ്യക്തമാക്കി പറയുന്നു ഈ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ്, പരമ്പര സ്വഹീഹാണ്. അപ്പൊ എന്തായി? ദഹബി താഴെ വന്നിട്ട് അയാളെ വക ഒരു പൊട്ടത്തരം പറഞ്ഞപ്പോ അത് ബൈഹഖി ഇമാം അങ്ങ് പൊളിച്ച് കയ്യിലങ്ങ് കൊടുത്തു. ബൈഹഖി ഇമാം ഉദ്ധരിച്ച ഹദീസ് ഹാക്കിം ഉദ്ധരിച്ച അതേ ഹദീസ് അല്ല. മിൻ ഹാദൽ വജ്ഹി. ബഹുമാൻ, അത് ഞാൻ ചോദിക്കട്ടെ, അതേ ഹദീസ് ആണെങ്കിൽ പറഞ്ഞൂടെ വമാ റവാഹുൽ ഹാക്കിമു ലഈഫുൻ പറഞ്ഞൂടെ? വമാ റവാഹുൽ ഹാക്കിമു ലഈഫുൻ പറഞ്ഞൂടെ? ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് അല്ല ഫൈസൽ മൗലവി. നിങ്ങൾ കിതാബ് പഠിക്കാത്ത പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. വമാ റവാഹുൽ ഹാക്കിമു ലഈഫ് എന്നാ പറയേണ്ടത്.
ബൈഹഖി ഇമാം സ്വന്തമായ കിതാബിൽ അയാൾ ഒരു ഹദീസ് പറഞ്ഞു. അയാൾ പറയും എനിക്ക് കിട്ടിയ ഈ റൂട്ടിലൂടെ ഈ ഹദീസ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബുഖാരി ഇത് ഹദീസ് ലൈഫ് ആവും, ഹാക്കിമിലെ ഹദീസ് ലൈഫ് ആവും. ചിരിക്കണ്ട, ഇതൊക്കെ ഇസ്ലാമാ. നാളെ മാസ്റ്റർക്കോ നല്ല ദണ്ഡന അടിയാണ്ട് കിട്ടും ഈ വിഷയം മറച്ചു വെച്ചാല്. അപ്പൊ വമാ റവാഹുൽ ഹാക്കിമു ലഈഫ് എന്ന് പറയേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബൈഹഖിയിൽ പറഞ്ഞ ലഈഫുൻ എന്ന വാക്ക് മുസ്തദറക്കുമായ ഒരു പുലബന്ധം പോലുമില്ല. രാപ്പകൽ വ്യത്യാസമാണ്. കടലും കടലാടിയും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ രാപ്പകൽ വ്യത്യാസമാണ്. ബൈഹഖി ഞാൻ ഒരു കിതാബ് ഉണ്ടാക്കി, ആ കിതാബിൽ ഈ സനദ് ഒത്തുവന്നു. ഞാൻ പറയാണ് ഈ ഹദീസ് ലഈഫാണ്, അത് എനിക്ക് കിട്ടിയ ലഈഫാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് ഫൈസൽ മൗലവി ഹുസൈൻ തഖാവി കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കിതാബിൽ ലഈഫാന്ന് പറയുന്നുണ്ട്, അത് ഇതുപോലത്തെ മറ്റേ ഹദീസ് അതും ലഈഫാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അതിന്റെ പേരാണ് സഫാഹത്ത്. എന്ത് പച്ച മലയാളത്തിൽ വിട്ടിത്തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആദ്യപ്പോഴേ പറഞ്ഞു ഈ ഹദീസിലേക്ക് ഞങ്ങൾ വരും. ഈ ഹദീസ് ആരൊക്കെ സ്വഹീഹാന്ന് പറഞ്ഞിട്ടുണ്ട്? 40 ഇമാമിങ്ങളാണ് ഈ ഹദീസ് വെച്ച് അമൽ ചെയ്ത് അറിയുന്നത്. 40 ഇമാമിങ്ങൾ 40 ഇമാമിങ്ങൾ ഈ ഹദീസ് വെച്ചിട്ട് ജീവിതത്തിൽ പകർത്തുകയാണ്, റസൂലുള്ളാഹി തവസ്സുൽ കൊണ്ട് അംഗീകരിക്കുകയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഡസൻ കണക്കിന് വരാനുണ്ട്. നിങ്ങൾ 140 പറഞ്ഞില്ലേ, ആ 140 കിതാബിന് ബേക്കിൽ ഈ സംഭവം കൊണ്ടുണ്ട്. നിങ്ങളൊന്നും മറച്ചു വെക്കണ്ട. ഇപ്പൊ ഉത്തരായോ ചോദിച്ചതിനൊക്കെ? ആയിക്കോട്ടെ. 40 ഇമാം നേരത്തെ പറഞ്ഞ പാട്ടൊക്കെയല്ലേ ഒന്ന്, അതല്ലേ 40 പറഞ്ഞത്. ഇങ്ങനെ 400 4,000 ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നല്ലത് ഒന്ന് കിട്ടണം, നല്ലത് ഒന്ന് വേണം, അപ്പോഴേ കാര്യമുള്ളൂ. ഏതായിരുന്നാലും വമാത്തിൽ കബി യമീനിക്ക് യാ മൂസ എന്നുള്ളത് പറഞ്ഞപ്പോ ചെറിയൊരു അബദ്ധം പറഞ്ഞിട്ടുണ്ട്. അബ്ബ ഇത് ഞാൻ കാണുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലെന്ന് പറയാനും പാടില്ല. എന്നുവെച്ചാൽ ആ ചോദ്യത്തിൽ ഒരുപാട് പഠിപ്പിക്കാറുണ്ട്. ഇതൊരു കേവലം വടിയാണ്, ഇതൊരു കേവലം വടിയാണ്, ഇത് കൊടുത്ത കഴിവ് കൊണ്ട് കാലാകാലം കൊണ്ടെടുക്കാനുള്ളതല്ല എന്ന് കൂടി പഠിപ്പിക്കൽ അവിടെ അതിലൂടെ വ്യക്തമായി കിട്ടുന്നു. അതാണ് ഒരു ചോദ്യത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു, പക്ഷെ ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. അവിടെ ആ പ്രശ്നം, ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനാ ചോദിച്ചത്. ഇമാം ഹാക്കിം എവിടെ പറഞ്ഞു ഹദാ ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്താ കിട്ടാത്തത്? അതെന്തേ കിട്ടാത്തത്? നിങ്ങൾ മിഷ്കാത്തത്തോടെ വെച്ചല്ലോ, എന്തേ വായിക്കാത്തത്? അതുകൊണ്ട് വായിക്ക്. ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദീന. അത് രണ്ടും വ്യത്യാസമുണ്ട്. ആരാ? ജലാലുദ്ദീൻ സുയൂത്തി. ജലാലുദ്ദീൻ സുയൂത്തി തദ്രീബുർ റാബിയിൽ പറയാ ഈ രണ്ട് പ്രയോഗം തമ്മിൽ വ്യത്യാസം. വിശിഷ്യ ഇമാം ഹാക്കിമിന്റെ പ്രയോഗം, വിശിഷ്യ ഇമാം ഹാക്കിമിന്റെ പ്രയോഗം തദ്രീബുർ റാബി 117-ാമത്തെ പേജിൽ പറയാണ്. വകസീറൻ മാ യസ്തഅമിലു ദാലികൽ ഹാക്കിം ഫീ മുസ്തദ്റകിഹി. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റകിൽ ഈ പ്രയോഗം അധികമായി പ്രയോഗിക്കുന്നു. ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരുപോലെ കാണാൻ പാടില്ല. എന്താ വ്യത്യാസം? അത് ഒരു പക്ഷേ ദൂനിൽ മത്തിൽ ശുദൂദിൻ ഔ ഇല്ലത്തിൻ, ഒന്നുകിൽ സാദായിരിക്കും അല്ലെങ്കിൽ ഇല്ലത്തുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴേ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയാറുള്ളൂ. വിശിഷ്യ ഇമാം ഹാക്കിം അല്ലെങ്കിൽ എന്ത് പറയും? ഹദീസുൻ സ്വഹീഹ് എന്ന് പറയും. ഹദീസുൻ സ്വഹീഹും പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് പറയാൻ കാരണം അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ എന്ന് ആര്? ഇമാം സുയൂത്തി. ഇമാം സുയൂത്തി ദുറുൽ മൻസൂർ വായിച്ചല്ലോ. ആ ദുറുൽ മൻസൂർ അതേ രചയിതാവ് ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നു തദ്രീബുർ റാബി. പിന്നെ ദഹബിന്റെ വക പറഞ്ഞതല്ല, ദഹബി പറഞ്ഞതിന് സുയൂത്തി ഇമാം അടക്കം അംഗീകരിച്ചു. ഇതേ കിതാബിന്റെ 70-ാമത്തെ പേജില് സുയൂത്തി റഹിമഹുല്ലാഹ് പറയാണ് ദഹബി ചെയ്ത പണി എന്താ? അദ്ദേഹം ഈ കിതാബ് പഠന വിധേയമാക്കുകയും എന്നിട്ട് അതിൽ 100ഓളം ഹദീസുകൾ മൗദൂ ആയതുണ്ട് എന്ന് ദഹബി സ്ഥാപിക്കുകയും ചെയ്തു. സുയൂത്തി പറഞ്ഞിട്ടില്ല അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന്. 100ഓളം ഹദീസുകൾ ഇമാം ഹാക്കിമിന്റെ ഈ കിതാബിൽ മൗദൂ ഉണ്ട്, നിർമ്മിതമായതുണ്ട് എന്ന് ദഹബി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ആരംഗീകരിക്കുന്നു? ജലാലുദ്ദീൻ സുയൂത്തി തദ്രീബുർ റാബി. ഇമാം നവവിയുടെ തഖരീബിന്റെ വ്യാഖ്യാനം കൂടിയാണല്ലോ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. സ്വഹീഹുൽ ഇസ്നാദിന് പോരാ, ഹദീസുൻ സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കാണിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് വായിക്കാൻ സാധ്യമല്ല. ഇമാം ഹാക്കിമിന്റെ ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ മൂപ്പര് വർത്തമാനം കേട്ടാ തോന്നുന്ന ചർച്ച എന്താ? മൗദൂ ആണോ ലഈഫാണോ? അതാ ഇപ്പൊ ചർച്ച. മൗദൂ ആണോ ലഈഫ്? മൗദൂ ആണോ ലഈഫ്? നിങ്ങൾക്ക് എന്താ കാര്യം? സ്വഹീഹാണ് സ്ഥാപിക്കി. നിങ്ങൾ ആവശ്യം സ്വഹീഹ സ്ഥാപിക്കതല്ലേ? ലഈഫിന്റെ ഖിസ്മ മൗദൂ. നിങ്ങൾ ഇപ്പൊ എന്താ? ദഹബി മൗദൂ എന്ന് പറഞ്ഞു, ബൈഹഖി ലഈഫ് എന്ന് പറഞ്ഞു, അപ്പൊ പൊളിഞ്ഞില്ലേന്നാ. സ്വഹീഹ ഒന്ന് സ്ഥാപിക്കി. ഓ എന്റെ സമൂഹമേ, പൊട്ടത്തരം മനസ്സിലാക്കിക്കോളി. സ്വഹീഹ് സ്ഥാപിച്ചില്ല മൗലവി. ഹാദാ സ്വഹീഹുൽ ഇസ്നാദ്. അപ്പൊ തന്നെ ചോദിച്ചു ഈ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ ലഈഫ് എന്നാ ഉത്തരം പറഞ്ഞ. അത് ചോദ്യം, ആ ചോദ്യ രൂപത്തിൽ ഉത്തരം കൊടുത്തത്. ഹാദാ സ്വഹീഹുൽ ഇസ്നാദി. ഈ സ്വഹീഹുൽ ഇസ്നാദി എന്ന വാക്ക് പറഞ്ഞാൽ ഏത് സുയൂത്തിമാവ് ലഈഫാന്ന് പറഞ്ഞത്? ഏത് സുയൂത്തിമാവ് മൗദൂ എന്ന് പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദ് എന്നുള്ളതും സ്വഹീഹ് എന്നുള്ള വാക്കും രണ്ടും വ്യത്യാസമുണ്ട്.
പക്ഷെ അത് രണ്ട് സ്വഹിയാണ്, ദഈഫാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ ഈ പൊട്ടത്തരം പറയുന്നത്? പിന്നെ ചോദിക്കണ ഒരു മാതൽക ബിയമീനിക യാ മൂസ എന്ന ചോദ്യത്തിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അതിനേക്കാളും വലിയ രഹസ്യമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബിക്ക് സർവ്വ പേരുകളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ബിഹഖി മുഹമ്മദ് എന്ന് ചോദിച്ചത്. പിന്നെ അള്ളാഹ് എന്താക്കി, ആ മുഹമ്മദ് നബിയുടെ പവർ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പുത്തനാശയക്കാര് പറയുന്നതല്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബാണ്. ആ ഹബീബിനെ കൊണ്ട് ആദം നബി തവസ്സുൽ ചെയ്തിട്ടുമുണ്ട്. അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എങ്ങനെ മുഹമ്മദിനെ മനസ്സിലാക്കി? മുഹമ്മദ് നബിയുടെ പവർ മനസ്സിലാക്കി കൊടുക്കാനാ. പറഞ്ഞു ആദം നബി ഒരു പവറായ വാക്ക് പറഞ്ഞു, അർശിന്റെ മുകളിലടക്കം ഞാൻ പേര് കണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ ചോദിച്ചത് ഫൈസൽ മൗലവി റസൂലുള്ളാന്റെ പവർ വെളിവാക്കാനാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഓരോ ചോദ്യത്തിന്റെ പിന്നിലും രഹസ്യമുണ്ട്. നിങ്ങളാണ് ഈ സഫാത്തിലേക്ക് ആദ്യം പോയി, ഞാനല്ല. പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ അങ്ങോട്ട് പറയുന്നത് എന്താ, ഈ റഹബി പറഞ്ഞു 100ഓളം ഹദീസുകൾ ഉണ്ടെന്ന് ഇമാം സുയൂത്തി പറയുന്നു. ഞാൻ കാര്യം പറയട്ടെ. ഇത് സുയൂത്തിയെക്കാളും നമ്മുടെ റഹബിയേക്കാൾ ഏറ്റവും തരം താന്ന ഒരാൾ, അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരാൾ. അയാൾ ഒരു അഭിപ്രായം പറയുമ്പോ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഇമാമ് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അത് കബൂലിയത്തിന്റെ വർത്താന. ഇങ്ങനെ ആക്കല്ല. നമ്മളെ തുഹ്ഫയിൽ ഇപ്പൊ തുഹ്ഫ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് വെച്ചിട്ട് ഹാഷിയത്തുൽ ഇലാഹിൽ തവസ്സുൽ ചെയ്യണം എന്ന് പഠിപ്പിച്ച ഇമാമാണ് അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി. കെ എം മൗലവി മുമ്പൊരാള് ഒരു ചോദ്യം ചോദിച്ചെന്താ, ഈ അടുത്ത് മഹാത്മാക്കളുള്ള മക്ബറയാണെങ്കിൽ അങ്ങോട്ട് മരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ കുറെ ഹദീസ് തെരഞ്ഞിട്ട് ഹദീസ് ഒന്നും കാണാനില്ല കെ എം മൗലവി. അപ്പൊ അവസാനം പറഞ്ഞു ഇബ്നു ഹജർ ഹൈതമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. കുടുങ്ങുന്ന സമയത്ത് ഇബ്നു ഹജറിനൊക്കെ പറ്റും അല്ലെ? അപ്പൊ കെ എം മൗലവി ഫത്വ കൊടുത്തതാണ് ഇബ്നു ഹജറിന്റെ മസ്അല. ആ ഇബ്നു ഹജറുൽ ഹൈതമി ഹാഷിയത്തുൽ ഇലാഹിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്യണം പറഞ്ഞു. ചെയ്യണമെന്നല്ല, ചെയ്യണം. അതൊക്കെ കൊടുക്കട്ടെ, അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ദഹബി 100ഓളം ഹദീസുകൾ മൗലു ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ പെട്ട ഒരു ഹദീസല്ലേ ഈ ഹദീസ്. ആ മൗലു എന്നുള്ള വാക്ക് ബൈഹഖി ഇമാം പൊളിച്ചു കൊടുത്തില്ലേ? ചിന്തിക്ക് മക്കളെ, ഈ വിവരം ചിന്തിക്ക്. 100ഓളം ഹദീസ് ദഹബി എന്താക്കി, ഹാക്കിമിലുള്ള ഹദീസ് ദഈഫാക്കി. അതിൽപ്പെട്ട നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു ഹദീസാണ് ബിഹഖി മുഹമ്മദ്. ആ ഹദീസിനെ കുറിച്ച് ബൈഹഖി എന്താ പറഞ്ഞത്? മൗലൂദ് സമ്മതിച്ചു കൊടുത്താ? അല്ലാഹ് കുടുങ്ങിയല്ല വാപ്പാ, എന്തപ്പോ ചെയ്യുക? സമ്മതിച്ചു കൊടുത്തോ? ബൈഹഖി ഇമാം പറയുന്ന ദഹബി പച്ചക്കള്ളം പറഞ്ഞതാണ്, ദഈഫാണ്. അപ്പൊ ചോദിക്കണം, ദഈഫ് മൗലൂദ് ആരെ വ്യത്യാസം? നിങ്ങളല്ലേ രണ്ട് കൊണ്ടുവന്നത്. ഞങ്ങളിത് പറയുന്നു സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹ് തന്നെയാണ്. അത് ദഈഫാണെന്നോ മൗലു ആണെന്നോ തെളിയിക്കാൻ നിങ്ങളല്ല, നിങ്ങളെ തല തൊട്ടപ്പ നേതാക്കന്മാർ വന്നാൽ പോലും കഴിയില്ല മൗലവി. ഇത് ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും റഖീബാത്തി, ഇത് വിളി കേൾക്കും ദുആ കേൾക്കില്ല. സഫാത്തുറൻ സദസ്സല്ലത്, ഇത് മുമ്പിലിരിക്കുന്ന സദസ്സാ. വിളി കേൾക്കും ദുആ കേൾക്കില്ല. അമ്മാരി സഫാത്തുറ. ഇവിടെ ചർച്ച ഹദീസ് പറയണം. ദുആയുടെ അർത്ഥമാണ് വിളി, അതുപോലെ ഇയാൾക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് ഞങ്ങൾ ചോദിക്കുന്നു, ഈ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹ് എന്നാണോ, ദഈഫ് എന്നാണോ, മൗദൂ എന്നാണോ, മുഅന്നൻ എന്നാണോ, അതെന്താ മത്റൂഖ് എന്നാണോ, മുബ്ഹം എന്നാണോ? എന്താ ചർച്ച? പറയും. അതാണ്. അപ്പൊ ചോദ്യം മറുപടി ചിലപ്പോ ചോദ്യ രൂപത്തിലാകുമെന്ന് നിങ്ങൾ സക്കറിയ സ്വലാഹി പഠിപ്പിച്ചിട്ടില്ലേ? സക്കറിയ സ്വലാഹിലെ പറഞ്ഞു മറുപടി ചിലപ്പോ ചോദ്യ രൂപത്തിലാവുന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അല്ലല്ലാ, അത് ഹദീസിലില്ല അങ്ങനെ. അഖ്ബിർനി അനിൽ ഇസ്ലാം. ഹദീസൻ ആ രൂപത്തിൽ എന്ന് പറഞ്ഞു, ചോദ്യ രൂപത്തിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുക. ചോദ്യ രൂപത്തിൽ. അതല്ല മാതൽക ബിയമീനിക യാ മൂസ അതിന്റെ ഭാഗത്തിൽപ്പെട്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാദാ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കുറിച്ച് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹിന്റെ ഭാഗമല്ല, അത് ദഈഫാണെന്ന് നിങ്ങൾ സമർത്ഥിക്കണം. അതല്ലെങ്കിൽ മൗദൂ ആണെന്ന് സമർത്ഥിക്കണം. അതല്ലെങ്കിൽ മത്റൂഖ് ആണെന്ന് സമർത്ഥിക്കണം. ഞങ്ങൾ പറയുന്നു സ്വഹീഹുൽ ഇസ്നാദ് എന്നും ഇമാം ഹാക്കിം പറഞ്ഞാൽ അത് സ്വഹീഹ് തന്നെ, തർക്കമില്ല, സ്വഹീഹ് തന്നെയാണ്.
അപ്പൊ ഹാക്കിം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ച് അത് സ്വഹീഹാന്ന് പറഞ്ഞു. ബൈഹഖി അയാളെ ദലായിലിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു മിൻ ഹാദൽ, അപ്പൊ തൊട്ടിട്ടില്ലേപ്പോ മിൻ ഹാദൽ വജ്ഹി പറഞ്ഞപ്പോ പിന്നെ തൊടുന്നില്ല. പിന്നെ ദുർറുൽ മൻസൂർ, അപ്പൊ ഏതായിരുന്നാലും സുയൂത്തി ഇമാമിന്റെ കിതാബ് വായിച്ചത് കൊണ്ട് ദുർറുൽ മൻസൂറിൽ ബി ഹഖി സുയൂത്തി ഇമാം ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ബി ഹഖി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സുയൂത്തി ഇമാമിന്റെ ആ കിതാബ് നിങ്ങൾ ഉദ്ധരിക്കും, ദുർറുൽ മൻസൂറിൽ ബി ഹഖി നിങ്ങൾ അംഗീകരിക്കില്ല. അതിന്റെ പേരാണ് പക്ഷപാതം. എന്ത്? ഹക്ക് മനസ്സിലായിട്ട് മർക്കട മുഷ്ടിയാണ് സ്വീകരിക്കാതിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിന്റെ ബഖറ സൂറത്തിന്റെ 37-ാമത്തെ ആയത്ത് തെളിവാണ്. നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഒരു സാധാരണ മൂല്യരെ പോയി നോക്കാം അല്ലെ, കുടുങ്ങിയാണല്ലോ, ഇനി പോവരുതിട്ടാ. മുദരിസ് എന്ന് കേട്ട പിന്നെ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് കാന്തപുരത്തിന് ശിഷ്യനാണെന്നവരെ പോകാൻ പാടില്ല, ഒരു കുടുങ്ങും. അള്ളാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ്. ഇതിൽ പല ഗ്രൂപ്പുകാരും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ ഉസ്താദിനെ ആക്ഷേപിക്കും, ഞാൻ കടക്കുന്നില്ല. അപ്പൊ സ്വഹീഹുൽ ഇസ്നാദ് അതാണ് സ്വഹീഹ്. അത് സ്വഹീഹ് അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറയൽ നിങ്ങളെ കടമയാണ്. ഈ CD കേൾക്കുന്നവരൊക്കെ നാളെ നിങ്ങളെ ഫോം വിളിച്ച് ചോദിക്കും സ്വഹീഹുൽ ഇസ്നാദ് എന്നാണ്, സ്വഹീഹ് അല്ല പിന്നെ എന്താന്ന് ചോദിക്കും. അപ്പൊ എന്താ ഉത്തരം കൊടുക്കുക? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 37-ാമത്തെ ആയത്ത് ദഹബി 100 മൗദു എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ആയിരാക്കിക്കോട്ടെ അയാൾക്ക് എന്താ? ഇമാം ഹാക്കിം സ്വഹീഹാക്കിയ ഹദീസുകളൊക്കെ മൗദു എന്ന് പറയാം. ഞങ്ങൾക്ക് ഹാക്കിമിനെക്കാളും വലിയ ആളല്ല ദഹബി, പഠിച്ചോളൂ. ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യയോഗ്യൻ ഹാക്കിമാണ്. കാരണം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു വഫാത്തായ പണ്ഡിതനാണ് ഇമാമുൽ ഹാക്കിമുൻ നൈസാബൂരി റഹിമഹുല്ലാഹ്. ആ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് സ്വഹീഹാക്കിയെങ്കിൽ ആ ഹദീസിനെ കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് വേക്കിലൊന്ന് ദഹബി പറയാണ് അത് മൗദൂആണ്. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? ലോക മുസ്ലിമീങ്ങൾ ദഹബിയുടെ വലിച്ചെറിയും, ഹാക്കിമിന്റെ സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദം നബി തവസ്സുൽ ചെയ്തു. അപ്പൊ ഏതായാലും ഇമാം ദഹബിയെ ഇമാം ബൈഹഖി തള്ളീന വന്നത്. ബൈഹഖി മരിച്ച നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ദഹബി ജനിക്കുന്നതിന്, ബൈഹഖി വഫാത്തായി നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ദഹബി ജനിക്കുന്നത്. എന്നിട്ട് പറയാ ദഹബിയെ ബൈഹഖി തള്ളീന്ന്. എന്താ മുസ്യാലെ, സഫാഹത്ത് പറഞ്ഞ് ഇത് അവനാൻ ഉള്ളിൽ ഇറങ്ങിപ്പോയോ? അയ്യേ, പറയുമ്പോ ആലോചിക്കണം, ആദ്യം ആരാ ജനിച്ചത്, പിന്നെ ആരാ ജനിച്ചു നോക്കേ. ഇവിടെ വിഷയം എന്താ? ഞാൻ പറഞ്ഞെന്താ, ഇമാം ഹാക്കിം ഈ ഹദീസിനെ കുറിച്ച് ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞത് വായിക്കാൻ പറ്റൂല. ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞ് വായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളത് എന്താണ്? സ്വഹീഹുൽ ഇസ്നാദി എന്നാ ഉള്ളത്. അത് ഞാൻ സുയൂത്തിയുടെ കിതാബ് വായിച്ചത്. എന്താ പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറയുന്നതും അതേപോലെ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയുന്നതും അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് രണ്ടും ഒരുപോലെയല്ല. അതിനാണ് ഞാൻ സുയൂത്തിയുടെ വായിച്ചത്. എന്താ? വഖൗലുഹും ഹദീസുൻ ഹസനുൽ ഇസ്നാദി ഔ സ്വഹീഹുഹു, ഹദീസുൽ ഇസ്നാദി എന്നോ സ്വഹീഹുൽ ഇസ്നാദി എന്നോ പറയുന്നത് ദൂന ഖൗലിഹിം ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ ദൂനൽ മത്നി ലിശുദൂദിൻ ഔ ഇല്ല, അവിടെ ഒരു പോരായ്മയുണ്ടെന്ന് മനസ്സിലാക്കാം, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. അതിന്റെ സൂചനയാണ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന പ്രയോഗം. ആ പ്രയോഗമാണ് ഇമാം ഹാക്കിം നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ഇമാം ഹാക്കിമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു, അദ്ദേഹം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇല്ല, ഇമാം ഹാക്കിം പറഞ്ഞിട്ടില്ല. പറ്റുമെങ്കിൽ വായിക്ക് ഹദീസുൻ സ്വഹീഹുൻ എന്ന് ഇമാം ഹാക്കിം വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കാൻ സാധിക്കൂല. പിന്നെ ദഹബി 100 ഹദീസ് മൗദൂ ഉണ്ട് എന്ന് പറഞ്ഞു, അത് ദഹബി അങ്ങനെ പറഞ്ഞു പോയി അല്ല. സുയൂത്ത് അംഗീകരിച്ചിട്ടില്ലേ? ഗണ്ണിച്ചിട്ടുണ്ടോ? സുയൂത്ത് എന്താ പറഞ്ഞത്? ദഹബി ഈ മുസ്തദറക്കിനെ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. അധികവും മുൻകറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൗദൂആയ ഹദീസും അതിലുള്ളത് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. 100ഓളം ഹദീസുകൾ ദഹബി പറഞ്ഞിട്ടുമുണ്ട്. ആരാ ദഹബി? സുയൂത്തി പറയാനെന്ത്? ഖാതിമത്തുൽ ഹുഫാദ് എന്നാണ്. ഖാതിമത്തുൽ ഹുഫാദ്, ഹാഫിളീങ്ങളുടെ അവസാനക്കാരനായ ദഹബി എന്നല്ലേ സുയൂത്തി പരിചയപ്പെടുത്തിയത്? ഞങ്ങൾ തള്ളുന്ന അതങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഇമാമിങ്ങളെ തള്ളി. ദഹബിയെ പറ്റി സുയൂത്തി പറയാന്ത് ഖാതിമത്തുൽ ഹുഫാദ്. എപ്പോഴാ ഹാഫിൾ എന്ന് പറയാ? എത്ര ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടായ ഹാഫിൾ എന്ന് പറയാ? ആ ഹാഫിളീങ്ങളുടെ ഖാതിമത്താണ് ദഹബി എന്ന് സുയൂത്തി പറഞ്ഞ ആ ദഹബി പറയുന്നു ഈ കിതാബിൽ 100ഓളം മൗദൂ ഉണ്ട്, അതിൽപ്പെട്ട മൗദൂ ആണ് ഈ ഹദീസ് എന്ന് അതേ ദഹബി പറയുന്നു. ഇമാം ഹാക്കിമിന്റെ കിതാബിൽ വന്ന ഈ ഹദീസ് മൗദൂ ആണ്, നിർമ്മിതമാണ്.
പിൽക്കാലത്ത് നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് അതേ ദഹബി പറയുന്നു. ഏതായിരുന്നാലും ചോദ്യം ബാക്കിയാണ്. ദഹബി പറഞ്ഞതും ഹാക്കിം പറഞ്ഞതും ഞാൻ ചോദിച്ചു. സഫാഹത്ത് ചോദിച്ച ചോദ്യം ഇങ്ങനെ ബാക്കിയായിക്കൊണ്ടിരിക്കും. അപ്പൊ പറയാണ് ദഹബി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ ഹാഫിളാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹാക്കിം തങ്ങളെ ഹാഫിളാണോ? ഹാക്കിം തങ്ങളെ ഹാഫിളാണോ? എന്ന തലക്കൽ ഹാഫിളാണ് ഇമാം ഹാക്കിം. തലക്കലുള്ള ഹാഫിളിന്റെ ഹദീസ് ബേക്കിലുള്ള ഹാഫിൾ ലൈഫാക്കാൻ മൗദൂആക്കാൻ അവകാശമുണ്ട് നിങ്ങൾക്ക്? തീരുമാനിക്കണല്ലോ. ഇതിന്റെ പേരാണ് മിഷ്കാത്ത്. നിങ്ങൾക്ക് തൊള്ളപ്പെടായേ ഉള്ളൂ. മിഷ്കാത്തിൽ പറയുന്നു നോക്കി, ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിമിനെ കുറിച്ച് മിഷ്കാത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്ന വാക്കെന്തെന്നറിയുമോ? അൽ ഹാഫിളു സിഖത്തു, അൽ ഹാഫിളു സിഖത്തു. അതേ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തലക്കലുള്ള ഹാഫിളാണ് ഇമാം ഹാക്കിമുൻ നൈസാബൂരി റഹിമഹുല്ലാഹ്. തലക്കല് ജീവിച്ച ഹാഫിളാണ് ഹാക്കിം. ആ തലക്കല് ജീവിച്ച ഹാഫിളിനെ അവസാനത്തെ ഹാഫിൾ ഒന്നും കണ്ട് എതിർക്കട് എങ്ങനെ ഉണ്ടാവും പോലും? കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ അമ്പിയാക്കന്മാർ ഇപ്പോഴത്തെ മുജാഹിദീങ്ങൾ എതിർക്കണം. അത് തന്നെ തലക്കലുള്ള ഹാഫിളിലെ അവസാനത്തെ ഹാഫിൾ വന്നിട്ട് മൗദൂഅട്ടെ, അയാൾക്ക് തിരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒരാൾ വീട് ചോദിക്കണം ദഹബിയുടെ അടുത്ത്, ദഹബി നിങ്ങൾ ഹാഫിളല്ലേ? നിങ്ങൾ അവസാനത്തെ ഹാഫിളല്ലേ? അത് ആദ്യകാലത്തെ ഹാഫിളല്ലേ? അപ്പൊ അവരെല്ലാം കൂടുതലും ഒരു സിഹത്തും സിഖത്തൊക്കെ ഉണ്ടാവും. അത് ശരിയല്ല. കാരണം എന്താ പറയുക, ഞാൻ ഇബ്നു തൈമിയുടെ ശിഷ്യനാണ്. അത് മാത്രമല്ല, ഇവിടെ കുറെ ജിന്നൂരികളൊക്കെ ഉണ്ട്. അവരൊക്കെ ആകെ അംഗീകരിക്കുന്നത് എന്നെ ഇബ്നു തൈമിയ മാത്രമേ ഉള്ളൂ. ഞാനടക്കം ഇനി അവർക്ക് ഒത്ത് പറഞ്ഞാൽ അവർ പ്രസ്ഥാന ലോകത്തിൽ ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെയല്ല വിഷയം ഉണ്ടാവുക. നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ പേര് പറയും. നിങ്ങൾ ബറൂസവിയെ തള്ളിയില്ലേ? നിങ്ങൾ സുയ്യിത്തിമാം തള്ളിയില്ലേ? നിങ്ങൾ സുബിക്കിയെ തള്ളിയില്ലേ? ഷിഫാഉ സഖങ്ങൾ അംഗീകരിക്കുവോ? അംഗീകരിക്കുവോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തന്റെ ഷിഫാഉ സഖാമിൽ പറയുന്നു, തവസ്സുലും ഇസ്തിഗാസയും സുന്നത്താണ്. യഹ്സുനു തവസ്സുലും വൽ ഇസ്തിഗാസത്തും. തവസ്സുലും ഇസ്തിഗാസയും സുന്നത്താണെന്ന് ഇമാം സുബുക്കി ഷിഫാഉ സഖാമിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്ക് നേരെ പോയിട്ട് ഇവിടെ ഒരു മഖ്ബർ ദർവേശങ്ങൾ, അവരെ പേരക്കുട്ടിയുടെ വീടാണിത്. അവിടെ പോയി നമുക്ക് ഒരു യാസീനൊക്കെ ഓതി ഒരു ആക്രമൊക്കെ ചെല്ലി റാഹത്തെ പിടിയ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ചർച്ചയിലേക്ക് വരാം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മുഖദ്ദിമയിൽ, മിഷ്കാത്തിന്റെ മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഹാക്കിം തങ്ങൾ ഹാഫിളാണ്. അൽ ഹാഫിളു സിഖത്തു. അപ്പൊ തലക്കലുള്ള ഹാഫിളിനെ ഒടുക്കലുള്ള ഒരു ഹാഫിൾ വന്നിട്ട് എതിർത്താൽ ഞങ്ങൾ പറയുന്നത് ദഹബിയെക്കാളും ഞങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് സയ്യിദുനാ അൽ ഹാക്കിമുൻ നൈസാബൂരി റഹിമഹുല്ലാഹ്. ദഹബിയെക്കാളും ഞങ്ങൾക്ക് സ്ഥാനം അവരാണ്. ദഹബി അവരെ ബേക്കിലാണ്. കാരണം ഇന്ന ദഹബിയ മിനൽ മുതശദ്ദിദീൻ. ദഹബി എന്ന് പറയുന്നത് ഒരുമാതിരി സ്വഭാവം കാണിച്ചു, ഒരു ശിദ്ദത്ത് കാണിക്കുന്ന, ഹക്ക് മനസ്സിലാക്കാത്ത ആളാണ്. കാരണം വെറുതെ അല്ല പറയുന്നത്. ഇതെന്റെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവ. ഈ ദലായിലുൻ നുബുവയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തഫറദ ബിഹി അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലമ മിൻ ഹാദൽ വജ്ഹി. ഈ വജ്ഹിലൂടെ മനസ്സിലാകുന്നുണ്ടോ? അതാണ് ദഈഫ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അത് ഹാക്കിമിൽ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല. ഇങ്ങനത്തെ ദലായിലുൻ നുബുവയെ കുറിച്ച് ദഹബി പറയുന്ന വാക്കെന്താ? ദഹബി കേട്ടോ, ദഹബി ദലായിലുൻ നുബുവയെ കുറിച്ച് പറയാണ് എന്താ? ലൗ ഷാ അൽ ബൈഹഖിയു, ബൈഹഖി ഇമാമെങ്ങാനും കരുതിയിരുന്നുവെങ്കിൽ അയ്യഅമല നഫ്സിഹി മദ്ഹബൻ യജ്തഹിദു ഫീഹി, സ്വന്തമായിട്ട് ഒരു മദ്ഹബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ മദ്ഹബിനെതിരല്ലേ? ദഹബി മോഹം ഈ പറയുന്ന എന്താ അറിയാം, 4 മദ്ഹബ് പോരാ, ബൈഹഖി മദ്ഹബ് വേണമെന്ന് പറയണം. എങ്ങനെയുണ്ട് കോലം? വാ എന്താ പറയുന്നത് കേട്ടോളി. ബൈഹഖിയുടെ തുടക്കം ഉണ്ടെങ്കിലേ മക്തബത്ത് ഷാമിൽ ഒന്നും നോക്കിക്കാളി. ഉണ്ട് അങ്ങനെ. അപ്പൊ എന്ന് നോക്കി എന്താ? ലൗ ഷാ അൽ ബൈഹഖിയു, ബൈഹഖി ഇമാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അയ്യഅമല ലിനഫ്സിഹി മദ്ഹബൻ യജ്തഹിദു ഫീഹി, സ്വന്തമായി ഗവേഷണം ചെയ്തുകൊണ്ട് പുതിയ ഒരു മദ്ഹബ് ഉണ്ടാക്കാൻ ബൈഹഖി ഇമാം തീരുമാനിക്കുകയാണെങ്കിൽ ലകാന ഖാദിറൻ അലാ ദാലിക ലിസഅതി ഉലൂമിഹി വമഅരിഫതിഹി ബിൽ ഇഖ്തിലാഫ്, അയാൾക്കതിന് സാധിക്കും, അയാളെ ഇൽമ അത്രത്തോളമുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ദഹബി പരിചയപ്പെടുത്തിയ ഇമാം ബൈഹഖി ഈ ഹദീസ് ദഈഫ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് തള്ളിപ്പോയി അറിഞ്ഞപ്പോ ഇയാൾ ചോദിക്കുകയാണ് സഫാത്ത്, അടുത്ത സഫാത്ത്, ബൈഹഖി ഇമാമിന്റെ ശേഷം ജീവിച്ച ആളല്ലേ ദഹബി, പിന്നെ എങ്ങനെ മുമ്പുള്ള ഞാൻ പറഞ്ഞ വാക്കേ ആ ദഹബി ബൈഹഖി ഇമാം ദലായിലുൻ നുബുവ എന്ന കിതാബ് കൊണ്ട് ദഹബി തെറിച്ചുപോയില്ലേ? കാരണം അയാള് മൗദു എന്ന് പറഞ്ഞ ഹദീസിനെ കുറിച്ച് ദഹബി അടക്കം അംഗീകരിക്കുന്ന ബൈഹഖി വരെ ദഈഫാണ്. കുടുങ്ങിയാലപ്പ എന്തപ്പ ചെയ്യപ്പോ കുടുങ്ങിയില്ലേ? വിമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് ദഹബി അംഗീകരിച്ചു എന്നാവോ? കാരണം 100 ഹദീസ് മൗദൂആക്കിയ അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം ബൈഹഖി ദഈഫാക്കിയത്. മൗദൂഅ് എവിടെ കിടക്കണം, ദഈഫ് എവിടെ കിടക്കണം? മൗദൂഅ് എവിടെ കിടക്കണം, ദഈഫ് എവിടെ കിടക്കണം? മൗദൂഅ് കാസർഗോഡും ദഈഫ് തിരുവനന്തപുരത്തിന്റെ നാട്ടിലുമാണ്.
അങ്ങനത്തെ ഈ മൗദൂഉം ദഈഫും കൂടെ കൊണ്ടുവന്ന് കണ്ട് എന്തപ്പോ കോലം. അപ്പൊ സുയൂത്തി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് തെളിവല്ല, അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓതിയ ആയത്ത് മൗലവി തൊട്ടിട്ടില്ല, ഞാൻ പറഞ്ഞ തഫ്സീർ തൊട്ടിട്ടില്ല. ഞാൻ ഹാക്കിം പിന്നെ ചോദിച്ചു, സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹ് അല്ലാതെ പിന്നെ എന്താ? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാല് സ്വഹീഹ് അല്ലാതെ പിന്നെ എന്താണ്? ചോദ്യങ്ങൾ കേട്ടിയേ ഉത്തരം പറയും. ചോദിക്കുന്ന സമയമല്ല, ചോദ്യത്തിലൂടെയല്ല ഉത്തരം. സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ദഈഫ് എന്നാണോ, മൗളൂ എന്നാണോ? ഇനി ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അത് മൗളൂ എന്നാണോ? നിങ്ങൾ പറയുന്നത് സ്വഹീഹ് അല്ല എന്നല്ല, പിന്നെ എന്താണത്? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹ് അല്ല, പിന്നെ എന്താ? മാന്യം മനുഷ്യൻ പിന്നെ എന്താണ് പറയും? അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഞങ്ങൾ പറയുന്നു സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാലും സ്വഹീഹ് എന്ന് പറഞ്ഞാലും ഒക്കെ സ്വഹീഹ് തന്നെ. ഒന്നിന് കുറച്ച് അക്വയായിരിക്കും, ഒന്ന് താഴെ ദൂനദാലിക്ക തൊട്ട് താഴെയുള്ളത്, അത് സ്വഹീഹാണ് മൗലവി, അതും സ്വഹീഹാണ് മൗലവി. തൊട്ട് താഴെയുള്ളത് പറഞ്ഞാൽ പിന്നെ സ്വഹീഹ് അല്ലേ? രണ്ട് സഖാഫികൾ വന്ന്, അയാൾ മുകളിലാണ്, അയാൾ താഴെ പറഞ്ഞാൽ സഖാഫി അല്ലാതാവൂ? സഖാഫി അല്ലാതാവൂ? അതൊക്കെ മലയാള ചെറിയൊരു ഉദാഹരണമാണ്. എന്തപ്പത്? ഇതിനൊക്കെ ബുഖാരി വേണം ഇതിനൊക്കെ? അങ്ങനെ ബുഖാരിയിലുണ്ടോ? രണ്ട് സഖാഫിമാർ വന്ന്, ഒന്ന് ചെറുത് വലുത്, അത് ബുഖാരിയിലുണ്ടോ ചോദിക്കല്ല, അത് ആർക്കും തിരിയുന്നതാ. ഇത് സ്വഹീഹിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അതും സ്വഹീഹ് തന്നെയാണ്. അതെല്ലാം ദഈഫിന് പേര് മാറ്റണം, അല്ല മത്രൂഖ് എന്ന് പേര് മാറ്റണം, അല്ല മൗദൂ എന്ന് പേര് മാറ്റണം. ചുരുക്കി പറഞ്ഞാൽ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു, ദുർറുൽ മൻസൂർ എന്ന തഫ്സീർ കൊണ്ട് സ്ഥിരപ്പെട്ടു, ഹാക്കിം തങ്ങളെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. വിമർശിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എവിടെ പോയി നിങ്ങൾ ആവേശം? ഹദീസിലേക്ക് വരി വന്നപ്പോഴോ എവിടെ മുസ്ലിയാരെ ഹദീസും സ്വഹീഹ് പറയാണ്ട് വായിക്കും? എന്താ വായിക്കും? ഈ മിമിക്രിയൊക്കെ കാണിക്കാൻ നേരം കൊണ്ട് അത് വായിച്ചൂടെ? എന്താ അത് വായിക്കാത്തത്? ഞാൻ പറഞ്ഞ എന്താ, ഇമാം ഹാക്കിം പറഞ്ഞത് എവിടെ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് എവിടെ പറഞ്ഞു? എന്താ നിങ്ങൾ വായിക്കാത്തത്? ഈ മിമിക്രി മോണായിട്ടൊക്കെ എനിക്ക് കഴിയും. സഖാഫിന്റെ ഉദാഹരണം മേലും താഴെയൊക്കെ നമുക്കറിയാം, പ്രശ്നമല്ല. പക്ഷേ ഹദീസുൻ സ്വഹീഹുൻ എന്ന് ഇമാം ഹാക്കിം എവിടെ പറഞ്ഞു? നിങ്ങൾ അത് വായിക്കി. ഹദീസുൻ സ്വഹീഹ് എവിടെ പറഞ്ഞു? ഹദീസും സ്വഹീഹ് എവിടെ? അത് വായിക്കി. അതാ വായിക്കേണ്ടത്. പിന്നെ എന്താ പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദി. അതിനെ ഞാൻ പറഞ്ഞു, സുയൂത്തി പറയുന്നു എന്ത്? സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറയുന്നതും ഹദീസും സ്വഹീഹും വ്യത്യാസമുണ്ട്. എന്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, സുയൂത്തി ആ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെ വ്യത്യാസമുണ്ട് എന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഹദീസുൻ സ്വഹീഹുൻ എന്ന പ്രയോഗവും സ്വഹീഹുൽ ഇസ്നാദി എന്ന പ്രയോഗവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സുയൂത്തി തൊട്ടുടനെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ വാക്ക് കൂടി എടുത്തു കൊടുക്കുന്നു. സുയൂത്തിയുടെ സ്വന്തം വക മാത്രമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. എന്താ? വല്ലദീ ലാ ശക്ക ഫീഹി, സംശയമേ ഇല്ല, അന്നൽ ഇമാമ മിൻഹും ലാ യഅദിലു അൻ ഖൗലിഹി സ്വഹീഹുൻ ഇലാ ഖൗലിഹി സ്വഹീഹുൽ ഇസ്നാദ്. ഒരു ഇമാം സ്വഹീഹ് എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ലി അംരിമ്മാ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആര്? ഇബ്നു ഹജർ അസ്ഖലാനി സുയൂത്തി എടുത്തുദ്ധരിക്കുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റോ? എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്, സ്വഹീഹുൽ ഇസ്നാദ് എന്ന പ്രയോഗവും ഹദീസ് സ്വഹീഹാണ് എന്ന പ്രയോഗവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സുയൂത്തി പറയുന്നു. ഇല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? പിന്നെന്താ? ദഹബിന്റെ വാക്ക് സുയൂത്തി അംഗീകരിച്ചു എന്നില്ലല്ലോ, എതിർത്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഈ കിതാബ് എന്തിനെഴുതിയോ? ഉസ്സുൽ ഹദീസ് നിയമം പഠിപ്പിക്കാനാ. എന്നിട്ട് അവിടെ ദഹബി പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് എതിർക്കാതെ പോയാൽ അതിനർത്ഥം എന്താ? സംഗതിക്ക് എതിർപ്പൊക്കെ ഉണ്ട്, തൽക്കാലം മുണ്ടില്ല എന്ന് പറയാനാണ് ഈ കിതാബ് എഴുതിയത്. നിങ്ങൾ എന്താ സുയൂത്തിയെ പറ്റി മനസ്സിലാക്കിയത്? സുയൂത്തി പറയാ, ദഹബി ഇതിന് 100ഓളം ഹദീസുകൾ മൗദൂ ആയത് പറഞ്ഞിട്ടുണ്ട്. ഹാക്കിമിന്റെ കിതാബില് 100ഓളം ഹദീസുകൾ നിർമ്മിതമായ ഹദീസ് കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എതിർപ്പുണ്ട്, പക്ഷെ മിണ്ടാതെ പോയി എന്നാണ് പറഞ്ഞ അർത്ഥം. അങ്ങനെ പോകുന്നവരല്ല ഇമാം സുയൂത്തി. നേരെ മറിച്ച് എവിടെ എതിർത്തത് അത് പറയൂ. എന്റെ നാലാമത്തെ ചോദ്യം എന്താണ്? 3, 4, 7 ആയിരിക്കണം, കണക്ക് പിടിക്കാത്ത പ്രശ്ന. നാലാമത്തെ ചോദ്യം കൂടി ചോദിക്കുന്നു. ഇവിടെ ഇമാം ദഹബി പറഞ്ഞ 100ഓളം ഹദീസ് മൗദൂ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഇമാം സുയൂത്തി ഈ കിതാബിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിതാബിൽ എവിടെങ്കിലും ഖണ്ഡിച്ചിട്ടുണ്ടോ? രണ്ട് ചോദ്യം ഒപ്പമാണ്. ഒന്ന്, സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയുന്നതും ഹദീസുൻ സ്വഹീഹ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് എന്ന് സുയൂത്തി പറയുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? 2, ഹാക്കിമിന്റെ മുസ്തദറക്കിൽ 100ഓളം ഹദീസ് മൗദൂ ആണ് എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട് എന്ന് സുയൂത്തി പറയുന്നു. ഇതിന് സുയൂത്തി എവിടെയെങ്കിലും ഏതെങ്കിലും കിതാബിൽ സുയൂത്തി ഖണ്ഡിച്ചിട്ടുണ്ടോ? അല്ലാതെ വഹീഖിന്റെ കിതാബുകൊണ്ട് ദഹബി തള്ളിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ തൊള്ള തെളിവാകൂല. നേരെ മറിച്ച് എവിടെയാണ് സുയൂത്തി വ്യക്തമാക്കിയത്? തൊള്ളയിലൂടെ ആശയം വരാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും
ചോദ്യം 4ലേക്ക് എത്തി. 3ന് ഉത്തരം കിട്ടാത്തുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ പറയും, സാധാരണ പറയുന്നത് ആയിക്കോട്ടെ. ഈ CD കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും 3 ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ചോദിക്കാൻ ഇമാം സുയൂത്തി തങ്ങള് ദഹബിയെ കുറിച്ച് എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ആദ്യപ്പോഴും നിങ്ങളത് ചോദിച്ചു, ദഹബിയെ കുറിച്ച് ഇമാം സുയൂത്തി എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം പറയട്ടെ, നിങ്ങൾ കൂടുതൽ ആംഗ്യം കാണിക്കല്ലേ. ഇമാം സുയൂത്തി റഹിമഹുല്ല, ഇമാം ചോദ്യം ഇന്നുവരെ നിങ്ങൾ 1ാമത്തെ സെഷനിൽ ചോദ്യം മാറ്റിയതുപോലെ ഇവിടെ ആരെങ്കിലും ഒരാൾ പറയട്ടെ, സംഘാടകനും പറയട്ടെ, ചോദിക്കുന്നതിനല്ലാതെ ഹുസൈൻ സഖാഫി അവരോട് കൊടുക്കുന്നുണ്ടോ? ചോദിക്കുന്നതിന് തന്നെ കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നതിന് തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചിരിയൊക്കെ CD കാണുമ്പോൾ എല്ലാവരും ആൾക്കാർ എപ്പോ ഇയാളെ ചിരിക്കണം എന്ന് ചോദിക്കും. കാണുന്നവരൊക്കെ ചോദ്യത്തിന് മറുപടിയല്ല കൊടുക്കുന്നത്, ഇപ്പൊ ചിരിക്കണം, അത് കൊടുക്കാൻ നിൽക്കണ്ട. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ദഹബിയെ കുറിച്ച് പറഞ്ഞത് 100 മൗലൂആയ ഹദീസുകൾ ഏതിലുണ്ട്? ഇമാം ഹാക്കിമിലുണ്ട്, മുസ്തദ്രക്കിലുണ്ട്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ആ 100 ഹദീസുകളിൽ ഈ പറഞ്ഞ ഹദീസ് പെടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണ് ഇമാം ദഹബി പറയുന്നത്, ഹാഫിദ് ദഹബി പറയുന്നത്. അതിനെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം എതിർക്കണ്ട, ബൈഹഖി ഇമാമിന്റെ എതിർപ്പ് കൊണ്ട് തന്നെ അത് പൊളിഞ്ഞുപോയി. അപ്പൊ ചോദിക്കും, ബൈഹ മുമ്പല്ലേ? ബൈഹഖി ഇമാം ആദ്യം തന്നെ ആ ഹദീസ് എനിക്ക് ദഈഫ് എന്നാ പറഞ്ഞത്. അപ്പോൾ തന്നെ മനസ്സിലായി ഈ ദഹബി പറയുന്നത് പിച്ചുമ്പയും പറയാം. അതന്നെയാണ് അർത്ഥം. അതല്ലാന്ന് ബൈഹഖി ഇമാമിനെ തള്ളേണ്ടി വരും, ബൈഹഖി ഇമാമിനെ തള്ളേണ്ടി വരും. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഹാഫിദ് ദഹബി. ഞങ്ങൾക്ക് അത്രയ്ക്ക് സ്ഥാനമുള്ളൂ. മുത്തുനബിയെ നിസാരപ്പെടുത്തുന്നവർക്ക് ഒരിക്കലും ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല. ഞങ്ങൾ പറയുന്നത് ഹാഫിദ് ദഹബിയെ ഒരു ഹദീസിന്റെ ഒരു ഉസൂലിന്റെ ഒരു കിതാബ് ഉണ്ടാക്കുമ്പോൾ അത് ഏത് കിതാബാണെങ്കിലും അംഗീകരിക്കുന്ന ആളാണെങ്കിലും അംഗീകരിക്കാത്ത ആളാണെങ്കിലും അയാളുടെ വാദങ്ങൾ പറയും. ഇമാം സുയൂത്തി റഹിമഹുല്ല തന്റെ ആ ഉസൂലിന്റെ കിതാബിൽ ദഹബിയെ കുറിച്ച് പറഞ്ഞത് ആർക്കും അറിയാം. ദഹബിയുടെ അവസ്ഥ, അദ്ദേഹത്തിന്റെ ഹാല് എല്ലാവർക്കും അറിയാം. ഇബ്നു തൈമിയ്യയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇബ്നു തൈമിയ്യ സ്വഹീഹാക്കി എന്ന് പറഞ്ഞ ഹദീസുകൾ ഇല്ലേ? ഇബ്നു തൈമിയ്യ ദഈഫാക്കി എന്ന് പറഞ്ഞ ഹദീസുകൾ ഇല്ലേ? ആ ദഹബിയെ കുറിച്ച് ഇമാം സുയൂത്തി ആ ദഹബി ഇന്നാലിനെ കോരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഇമാം സുയൂത്തി അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവല്ല. സംഘാടകൻ ചോദിച്ചതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കിക്കൊണ്ട് മറുപടി പറയുകയാണ്. ഹാദാ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളി, എല്ലാ മുജാഹിദും ശ്രദ്ധിച്ചു കേട്ടോളി. ഹാദാ സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞാൽ ഇമാം സുയൂത്തി പറഞ്ഞത് സ്വഹീഹായ ഹദീസിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ അതിന്റെ അർത്ഥം സ്വഹീഹ് എന്നാണോ അതല്ല ദഈഫ് എന്നാണ് അർത്ഥം? മോനെ, ഒരു സ്വഹീഹായ ഹദീസിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അത് സ്വഹീഹ് തന്നെ. ഒരു ചെറിയൊരു എന്തോ ഒരു ചെറിയ വിഷയം, മത്തിന് ചെറിയ വിഷയമുണ്ട്, പക്ഷെ അത് സ്വഹീഹ് തന്നെ. അത് സ്വഹീഹ് തന്നെ. സ്വഹീഹ് അല്ലാന്നോട് ആര് പറഞ്ഞു? നമുക്ക് തെളിവ് സ്വഹീഹായ ഹദീസുകളാ. അതല്ലെങ്കിൽ ചിരിച്ചാ പോരാ. ഇതെന്താണ് ഇമാം സുയൂത്തി പറയണം, ഇങ്ങനെ എന്തോ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് സ്വഹീഹ്, കാരണം ആ പറച്ചിലിൽ തന്നെ സ്വഹീഹ് എന്ന് വാക്കില്ല മൗലവിമാരെ. അതല്ല ഞാൻ ചോദിച്ചത്, ആ ഹദീസ് ദഈഫാണോ? ആ ഹദീസ് അതന്നെ ചോദിച്ചത്. ഒരു സഖാഫിന്റെ 2 ഫൈസിമാർ വന്നു പറയണം, അയാള് കുറച്ച് ഉയരത്തിനും കുറച്ച് മറ്റാൾ ഇക്കൊല്ലം ഇറങ്ങിയിട്ടുള്ളൂ പറഞ്ഞാല് 2 ഫൈസിമാരല്ലേ? ഒരാള് പിൽക്കാലത്ത് വന്നു, ഒരാൾ ആദ്യകാലത്ത് വന്നു എന്നല്ലാതെ അയാൾ ഫൈസിയും അയാൾ വേറെ വല്ലെന്ന് പറയാ എന്നമായിരി. ഇത് സ്വഹീഹിന്റെ തൊട്ട് താഴെയുള്ള ഹദീസാണ്, തൊട്ട് മർത്തബയിലുള്ള ഹദീസാണ്. ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലേ? അത് ദഈഫാണോ, മൗദൂആണോ, മത്റൂക്കാണോ? എത്ര ചോദിച്ചിട്ട് ഒരൊറ്റ കാമാന്ന് പറയാതെ ഇമാം സുയൂത്തി സ്വഹീഹിന്റെ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അംഗീകരിച്ചു. സ്വഹീഹിന്റെ തൊട്ട് താഴെയുള്ള ഹദീസ് സ്വഹീഹാണോ അല്ലയോ? അല്ല. എന്നാ പിന്നെ എന്താണ് സ്വഹീഹ്? ഏത് മർത്തബ? ദഈഫാണോ? എവിടെ സുയൂത്തി എവിടെ പറഞ്ഞു? സുയൂത്തി ഇമാം എവിടെ പറഞ്ഞു? സുയൂത്തി ഇമാം തൊട്ട് താഴെയുള്ള ഹദീസ് ദഈഫാണ് ഇയാൾ തലയാട്ടി കാണിച്ചു. നിങ്ങൾക്ക് ആദർശ ബോധമുണ്ടെങ്കിൽ ആ സുയൂത്തി ഇമാമിന്റെ കിതാബിൽ കാണിച്ചു തരണം. ഈ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്ന ഹദീസ് ദഈഫാണെന്ന് കാണിച്ചു തരാൻ നിങ്ങളെന്നല്ല സർവ്വ മൗലവിമാരും വെല്ലുവിളിക്കുകയാണ് ഞാൻ. കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നു അത് സ്വഹീഹ് തന്നെ. കാരണം അല്ലാമ ഇബ്നു തൈമിയ്യ ഈ ഹദീസ് തെളിവായി കൊടുത്തിട്ടുണ്ട്. മൗദൂആയ ഹദീസ് ദഹബിയുടെ ഉസ്താദ് ഇബ്നു തൈമിയ്യ തെളിവ് കൊടുക്കുമോ മൗലവിമാരെ?
അപ്പൊ ദഹബി എന്ന ശിഷ്യനും ഇബ്നു തൈമിയ ഉസ്താദോട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇബ്നു തൈമിയ പറയാണ് ഈ സൈം ഹദീസ്, ഈ ഹദീസ് തെളിവിന് പറ്റുന്നതാണ്, ഈ ഹദീസ് തെളിവിന് പറ്റുന്നതാണ്, തഈദിന് പറ്റുന്നതാണ്. തഈദ് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും മൗദൂആയ ഹദീസ് കൊണ്ട് തഈദ് കൊടുക്കേണ്ടത്? അവിടേക്ക് പിടുത്തം വിടുകയാണല്ലോ. ദഹബി പറയാം മൗദൂ, ആ ഹദീസിനെ കുറിച്ച് സ്വന്തം ഉസ്താദ് പറയാണ് ഇതിന് പറ്റുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഒന്നും കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ഓതിയ ആയത്ത് തൊട്ടിട്ടില്ല, തഫ്സീർ തൊട്ടിട്ടില്ല, ഹാക്കിമിന്റെ ഹദീസും സ്വഹീഹുൽ ഇസ്നാദ് എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ദഈഫാക്കാൻ, മൗദൂആക്കാൻ, മുജ്മലാക്കാൻ, മുബ്ഹമാക്കാൻ, മത്രൂക്കാക്കാൻ എന്തെങ്കിലും പറ്റുമോ? നിങ്ങൾക്ക് കാണിച്ചു. സുയൂത്തിമാൻ പറയാണ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന്. ഇത് കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ. ഉസൂലുൽ ഹദീസ് പഠിക്കാതൊന്നും മൗലവിമാർ, ഉസൂലുൽ ഹദീസ് എന്തെന്നറിയാത്ത മൗലവിമാർ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് കണ്ട ദഈഫാണ് പോലും. സുബ്ഹാന ജല്ല ജലാലുഹു, സുബ്ഹാനല്ലാഹ്, മആദല്ലാഹ്. ഇതൊരിക്കലും പറഞ്ഞു പോകുന്ന മുത്തുനബിയുടെ പേരിൽ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് കണ്ടാൽ ദഈഫാണ്. അപ്പൊ സ്വഹീഹ് പിന്നെ എന്തെന്നാ എന്തിനാ ദഈഫ് നിർത്താ പോരെ? അപ്പൊ ദഈഫ് എന്ന് കൊടുത്താ പോരെ? അതുകൊണ്ട് ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹ് തന്നെ, സ്വഹീഹ് തന്നെ അല്ല എന്ന് ഏത് ഇമാം എവിടെ പറഞ്ഞു? സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വ്യക്തമാക്കണം. നിങ്ങൾ തയ്യാറാണോ? അതുകൊണ്ട് ആളും കിതാബിന് എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ച സമയമായിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് കരുതിയതാ. ഞാൻ പറയുന്നു, സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്ത്, അതിനുവേണ്ടി ഓതിയ തഫ്സീർ, അതിനുവേണ്ടി ഓതി ഇമാം ഹാക്കിമിന്റെ ഹദീസ്, അതിന്റെ പുറമെ ഇബ്നു തൈമിയ തഈദിന് വേണ്ടി കൊണ്ടുവന്ന മജ്മുഉൽ ഫത്താവയിലെ ഹദീസ്, അതിന്റെയും പുറമെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഹാശിയത്തുൽ ഇലാഹിന്റെ 500-ാമത്തെ പേജ്, ഹാശിയത്തുൽ ഇലാഹിൽ ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് സ്വഹീഹാന്ന് പറയുന്നു. മുസ്ലിയാരെ സുയൂത്തി പറഞ്ഞതാണ് ഈ ചോദിച്ചത്. ഞാൻ ആവർത്തി ചോദിച്ചു 3 ചോദ്യം. എന്തേ മിണ്ടാത്തത്? ഒന്ന്, ഇമാം ഹാക്കിം ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞത് വായിക്കുന്നത് എന്താണ് വായിക്കാത്തത്? എവിടെ ഹാക്കിം പറഞ്ഞു? ഹദീസുൻ സ്വഹീഹ് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞെന്താ? സ്വഹീഹുൽ ഇസ്നാദി. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതിന് സുയൂത്തിയെ വായിച്ചത്. അത് അംഗീകരിച്ചാൽ മതിയോ? ദഈഫാണ്. സുയൂത്തി മനാഹിൽ സഫയിൽ പറയുന്നു ഈ ഹദീസിനെ കുറിച്ച് തന്നെ, മിൻ ഹദീസ് ഉമർ ബിസനദിൻ ദഈഫിൻ. ഇതേ സുയൂത്തി പറയാ ഈ ഹദീസ് ദഈഫാണ്. മതിയോ? ഈ ഹദീസ് ആര്? ഇമാം സുയൂത്തി. അപ്പൊ സുയൂത്തി പറഞ്ഞ എന്താ? സുയൂത്തി മാത്രമല്ല, ഞാൻ വായിച്ചില്ലേ, ഇബ്നു അസ്ഖലാനി ഞാൻ വായിച്ചില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ല. നവവി വായിച്ചില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ല. നവവി ഇമാം എന്താ പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറയും ദൂനൽ മത്നി. മൂപ്പേശിന്റെ മത്തിന് തൊട്ട് താഴെയെന്ന ദൂനാനെ തൊട്ട് താഴെയെന്ന് മാത്രമല്ല അർത്ഥം, ഇവിടെ അതല്ല അർത്ഥം. ഒരു സഖാഫി മേലെ, ഒരു സഖാഫി താഴെ, ഇതല്ല മുസ്ലിം ഇവിടെ വിഷയം. ദൂനൽ മത്നി, മത്ന് സ്വഹീഹ് എന്ന് പറയാതെ ഇസ്നാദുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ലിശുദൂദിൻ ഔ ഇല്ലത്തിൻ. ഒന്നുകിൽ ഹദീസ് ഷാദാണ്, സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസാണ്, ദഈഫപ്പെട്ടതാണ് ഷാദ്. ഔ ഇല്ലത്തിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ന്യൂനതകൾ ഉണ്ട്. ഈ ന്യൂനത ഉണ്ടാകുമ്പോഴേ, ഷാദാകുമ്പോഴേ, ഇല്ലത്തുണ്ടാകുമ്പോഴേ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയാറുള്ളൂ എന്നാ സുയൂത്തി പറഞ്ഞത്. അത് തന്നെയാണ് ഇബ്നു അസ്ഖലാനി പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, വലാ ശക്കാന, സംശയം തന്നെ ഇല്ല, ഒരു ഇമാം സ്വഹീഹ് എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്, അതിന് സംശയമില്ല എന്ന് ഇബ്നു അസ്ഖലാനി പറയുന്നു. എന്നിട്ട് പറയാതെ ഹദിനെ തള്ളാതെ അങ്ങനെ തള്ളാൻ പറ്റൂല. ഇബ്നു അസ്ഖലാനി പറഞ്ഞോ, ഞാൻ സംസം വെള്ളം കുടിച്ചു, ഇമാം ദഹബിയുടെ മർത്തബയിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി, ഇമാം ദഹബിയുടെ മർത്തബയിലേക്ക് ഹിഫ്ലിൽ എനിക്ക് എത്താൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിച്ചു ദുആ ചെയ്തു എന്ന് പറഞ്ഞ ആളാണ് അസ്ഖലാനി ഇമാം. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തള്ളുക, നിങ്ങൾക്ക് തല്ല. ആ ഇഫ്ലു തന്നെ ഇഫ്ലെത്തിയാൽ മതി, ഇഫ്ലെത്തിയ എല്ലാമായി. ആ ദഹബിയെ പറ്റി അസ്ഖലാനി പറഞ്ഞ അദ്ദേഹം എത്രയെന്നറിയോ? അതിന് സംവാദം വേറെ വെക്കേണ്ടി വരും. അപ്പൊ ഏതായിരുന്നാലും എന്റെ 3-ാമത്തെ 4-ാമത്തെ നിങ്ങൾ പറയണം, ഇമാം ഹാക്കിം എവിടെ പറഞ്ഞു ഹദീസ് സ്വഹീഹാണ് എന്ന്? 2, സുയൂത്തി ഇമാം ദഹബി പറഞ്ഞ മുസ്തദർക്കിൽ 100 ഹദീസ് മൗദൂ ആണെന്ന് പറഞ്ഞതിന് സുയൂത്തി എവിടെങ്കിലും ഖണ്ഡിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അതേപോലെ കൂട്ടത്തിന് അതേ കൂടെ കൂടി ചോദിക്കുന്നു, ദഹബി പറഞ്ഞല്ലോ ഇത് മൗദൂ ആണ്,
മൗദൂആണ് എന്ന്, ഈ ഹദീസ് മൗദൂആണെന്ന് പറഞ്ഞല്ലോ. ദഹബി അപ്പത് ശരിയല്ല എന്ന് സുയൂത്തി തന്റെ കിതാബിൽ എവിടെങ്കിലും ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ ഈ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞോ മൗദൂ എന്ന് അവിടെ പറയാ, ലഈഫ് എന്ന് ഇവിടെ പറയാം. അപ്പൊ പൊളിഞ്ഞിരുന്ന ഇല്ല മുസ്ലിയാരെ, ലഈഫിന്റെ ഇനമാണ് മൗദൂ. ലഈഫിന്റെ ഇനമാണ് മൗദൂ. ലഈഫ് പല സൈസ് ഉണ്ട്, മൗദൂ ഉണ്ട്, മുൻകർ ഉണ്ട്, ഷാദ് ഉണ്ട്, അതേപോലെ ഇല്ലത്തുള്ളതുണ്ട്. അതൊക്കെ ലഈഫ് പെട്ടതാണ്. മൗലവിക്ക് ഹദീസും അറിയില്ല, ഉസൂലുൽ ഹദീസും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ആ സുയൂത്തി ഇമാമിന്റെ കിതാബിൽ സ്വഹീഹുൽ ഇസ്നാദ് വന്നാൽ അത് ലഈഫാണെന്ന് പറഞ്ഞ ഭാഗം മധ്യസ്ഥന് കാണിച്ചു കൊടുക്കും. ഈ കിതാബിൽ ഉസൂലിൽ ഞാൻ ചോദിച്ച ചോദ്യം വേണപ്പറിക്കൊള്ളിയ, ഞാൻ ചോദിച്ച ചോദ്യം ഈ കിതാബിൽ ഞാൻ പറയണേ, നിങ്ങൾ ചർച്ച ചെയ്തെന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇതേവരെ നമ്മൾ ചർച്ച ചെയ്തത് ഇമാം സുയൂത്തിയുടെ കിതാബിൽ ദഹബിയെ കുറിച്ചുള്ള ചർച്ചയാണ്. ഞാൻ അവിടെ ചോദിച്ച ചോദ്യമാണ്, ആ ദഹബിയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോ സ്വഹീഹുൽ ഇസ്നാദ് എന്ന വാക്ക് പറഞ്ഞാൽ സ്വഹീഹിന്റെ താഴത്താണ് നിങ്ങളാദ്യം അർത്ഥം വെച്ചത്. എന്നിട്ട് ഞാൻ നിൽക്കും കേൾക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സ്വഹീഹല്ല എങ്കിൽ പിന്നെ അതെന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ലഈഫാണ്. അങ്ങനെ ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളാ പറഞ്ഞത്. ആ കിതാബ് മധ്യസ്ഥമ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യിപ്പിക്കണം, വേണമെങ്കിൽ കേൾപ്പിക്കും. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും വേറെ ഒരു കിതാബ് എടുത്തിട്ട് കാര്യമില്ല. ഇമാം സുയൂത്തിയുടെ ഈ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പച്ചക്കള്ളം. അല്ലാഹു അക്ബർ. ഒരിക്കൽ നിങ്ങളാ പറഞ്ഞത്. ഇമാം സുയൂത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഇയാൾ മുമ്പത്തെ അവതരണത്തിൽ പറഞ്ഞത് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് ഇമാം സുയൂത്തി പറഞ്ഞത് ലഈഫാണ്. ഞാൻ പറയുന്നു, ഉസൂലിന്റെ ഒരു അലിഫെങ്കിലും പഠിച്ച ഒരു മുജാഹിദ് പ്രവർത്തനെങ്കിലും ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഹാക്കിം തങ്ങളും ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയുള്ളത് ഞങ്ങൾ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഹാക്കിം തങ്ങൾ പറഞ്ഞത് ഹാദാ സ്വഹീഹുൽ ഇസ്നാദ്, ഹാദാ സ്വഹീഹുൽ ഇസ്നാദ്. അതെന്താണ്? അതും സ്വഹീഹ് തന്നെ, ലഈഫ് അല്ല, മത്റൂക്ക് അല്ല, മൗദൂഅ് അല്ല. നിങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ ലഈഫാണ്. സുബ്ഹാനല്ലാഹ്. തെളിയിക്കാൻ പറ്റും ഉസൂൽ ഗ്രന്ഥത്തിൽ? വെല്ലുവിളിയാണ്. തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളെ തലത്തൊട്ടപ്പൻ ഏതന്മാര് വരട്ടെ, തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക്? സ്വഹീഹുൽ ഇസ്നാദ് ലഈഫ ആണോ? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ ലഈഫാണോ? ആണോ? പൊതുസമൂഹത്തോട് പറയണം. നിങ്ങൾ പച്ചക്കള്ളം ദജ്ജാലൂന കദ്ദാബൂനം യഗ്തൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. ഒരിക്കലായി പോകരുത് നിങ്ങൾ. ഞങ്ങൾക്ക് മനസ്സങ്ങൾ അതിൽപ്പെട്ടവരാ. അങ്ങനെ ഒരിക്കലും വരൂല. സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹ് തന്നെ, അത് ലഈഫ് അല്ല, മത്റൂക്ക് അല്ല. പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സംസം വെള്ളം കുടിച്ചു. എന്തിന്? ദഹബിയെ പോലെ ഹിഫ്ള് ഉണ്ടാകാൻ, ദഹബിയെ പോലെ സിഖത്ത് ഉണ്ടാകാൻ വേണ്ടി കുടിക്കൂല. ഹിഫ്ള്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെക്കാൾ എത്ര മനപ്പാടമുള്ള ഹിന്ദുക്കൾ ഉണ്ടാവും? എന്നെക്കാൾ നല്ല മെമ്മറി പവർ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും? അതിന്റെ അർത്ഥം അയാൾ സ്വീകരിക്കാനാ? അപ്പൊ ഞാൻ പറയാം, അല്ലോ അയാൾക്ക് ഭയങ്കര ഹിഫ്ളട്ടാ, അതുപോലെ എനിക്കൊരു ഹിഫ്ള് കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളെ ചർച്ച ജുറൂഹ് തഅദീലിന്റെ കിതാബുകളിൽ ദഹബിയെ സ്വീകരിക്കുന്നത് ഹിഫ്ള് നോക്കിയിട്ടല്ല മക്കളെ. എന്ത് നോക്കിയിട്ടാ? ഇബ്നു ഹജർ അസ്ഖലാനി ആള് സിഖത്തെന്ന് പറഞ്ഞിട്ടുണ്ടാ? കടിച്ചേരി പുളിക്കോ. ഹിഫ്ള് ആർക്കുണ്ടാകാം? ഇത് ഹിന്ദുക്കൾക്കുണ്ടാകാം, ക്രിസ്ത്യാനികൾക്കുണ്ടാകാം, മുജാഹിദിനുണ്ടാകാം, ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടാകാം, എപിക്കാർക്കുണ്ടാകാം, ഈക്കക്കാർക്കുണ്ടാകാം, തബ്ലീഗുകാർക്കുണ്ടാകാം, ഹിഫ്ള് ഉണ്ടാകാം. അപ്പൊ ഏറ്റവും വലിയ ടോപ്പ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും ടോപ്പ് ഒരു ഹിഫ്ളുള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കണം, നാളെ ഇൻഷാ അല്ലാഹ് മക്കത്ത് പോകണം, അവിടെ പോയിട്ട് സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അയാളെ പോലത്തെ ഒരു ഹിഫ്ള് എനിക്ക് കിട്ടണം എന്ന് കരുതി കുടിച്ചാൽ അംഗീകരിച്ചു. മക്കളെ, ജുറൂഹ് തഅദീലിന്റെ കിതാബുകളിൽ, ഹദീസിന് സനദ് പറയുന്ന കിതാബുകളിൽ ഒരാൾക്ക് മനപ്പാടമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്. അയാൾ സിഖത്താണോ ഔ ഗൈറു സിഖ, അയാൾ സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റില്ലേ എന്നതിലേക്കാണ് നോക്കേണ്ടത്. ദഹബി അത്തരക്കാരൻ അല്ല, ദഹബി സ്വീകരിക്കാൻ പറ്റുന്ന ആളല്ല. ഞാൻ പറയട്ടെ, ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു ബഹുമാനപ്പെട്ട അല്ലാമ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഫത്താവൽ ഹദീസിയിൽ പറഞ്ഞ ഒരു വാക്ക് കേട്ടുകൊള്ളുക, ആർക്കും തർക്കമില്ല. ഇബ്നു തൈമിയ്യക്ക് ഭയങ്കര കിതാബ് തിരിയുമെന്നുള്ള വിഷയത്തിലും ആർക്കും തർക്കമില്ല. പക്ഷേ കിതാബ് തിരിഞ്ഞ് വട്ടം തിരിഞ്ഞു പോയതാ പ്രശ്നമായത്. കിതാബ് ആർക്കും തിരിഞ്ഞോട്ടെ,
ഞങ്ങൾ ഉസ്താദുമാർ ഉദാഹരണം പറയുമ്പോൾ ഞങ്ങൾ ഉസ്താദുമാരുടെ സഹപാഠികളായ ഒരു പണ്ഡിതൻ, പേര് പറയുന്നില്ല, അയാൾ നല്ല കിതാബാണ്, പക്ഷേ നിസ്കാരമടക്കം മാറ്റി തിരിച്ചുപോയി. വിവരമുള്ളത് കൊണ്ട് ഹിദായത്തിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. മുഹമ്മദ് അബ്ദുൽ വഹാബ്, അവന് വിവരമില്ലാത്ത മനുഷ്യനാണോ? വിവരമുണ്ട്, പക്ഷെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവന് വിവരം ചെലവഴിച്ചിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ, ആരാണ് ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയെ കുറിച്ച് കേൾക്കണോ നിങ്ങൾക്ക്? ലോക മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് അസ്സഹബി. ഇബ്നു തൈമിയ്യ ആരാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറയുകയാണ്, ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളെ അടക്കം കുറ്റം പറയുന്ന മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു ഹജർ ഹൈത്തമി വായിക്കണോ? ഫുള്ള് ഞാൻ വായിച്ചു തരാം, കേട്ടോളി. ولم يقصر اعتراضه على متاخر الصوفيه بل اعترض على مثل عمر بن الخطاب. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലും വെറുതെ വിടാത്ത മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനെയാണോ ഞങ്ങൾ ഹദീസിന്റെ സ്വീകാര്യതയിൽ കൊണ്ടുവരുന്നത്? മാനുകയില്ല നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്, അലിയാർ തങ്ങളെയും ഉമർ തങ്ങളെയും കുറ്റം പറയാൻ വേണ്ടി ഇബ്നു തൈമിയ്യ വളർന്നോ? മുജാഹിദിന്റെ നേതാവ് വളർന്നോ? ഞങ്ങൾക്ക് അയാളെ വേണ്ട, ഞങ്ങൾ തള്ളുന്നു. അയാളിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച അയാളെ പുകഴ്ത്തിയ ദഹബിയെ ഞങ്ങൾ തള്ളുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയില്ല. പിന്നെ പറയാം ഹിഫ്ളുണ്ട്, ഹിഫ്ള് മാനദണ്ഡം സിഖത്താവട്ടെ. ഇത് ഇബ്നു ഹജർ ഹൈത്തമി തന്റെ ഫത്താവൽ ഹദീസിയയിൽ 84-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ടോ? ഉമർ തങ്ങളെ എതിർത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ എത്ര ഇമാമിങ്ങൾ പറഞ്ഞു ബേക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത്തരക്കാരെയൊക്കെ അവിടെ നിർത്തി നമുക്കൊന്ന് അംഗീകരിക്കുന്ന ആരെങ്കിലും ഹാക്കിം തങ്ങളെ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹാക്കിം തങ്ങൾ ദഈഫ്, ഹാക്കിം മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഹദീസ് അത് ദഈഫാണെന്ന് പറഞ്ഞ വല്ല ഇമാമുണ്ടോ? പിന്നലെ മൗദൂ ദഈഫാണെന്ന് പോലും പറഞ്ഞു വരിക, പിന്നെ മൗദൂക്ക് വരിക. ആരാ പറഞ്ഞു? ഹാക്കിം തങ്ങൾ. വമാ റവാഹുൽ ഹാക്കിമും ഫിൽ മുസ്തദ്റകി ദഈഫുൻ. പെട്ടല്ല, സുബ്ഹാനല്ലാഹ്. ഈ കാസറ്റ് ഇപ്പൊ കാണുമ്പോ ഇൻതദുഹുവിന്റെ കൂടെ ഇതും കൂടെ ചേർത്തി വായിക്കൂല അവര്. എന്താ ചെയ്യാ? ഏത് ഇമാമ പറഞ്ഞു വമാ റവാഹുൽ ഹാക്കിമും ഫിൽ മുസ്തദ്റകി ദഈഫുൻ? ആരാ പറഞ്ഞു? ആര് പറഞ്ഞു? ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഹബി. ഇപ്പൊ എങ്ങനെയുണ്ട് കോലം? സുന്നത്ത് ജമാഅത്തിന്റെ ഇത് കേൾക്കണോ? ഇബ്നു ഹജർ ഹൈത്തമി സ്വഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, സുബിക്ക് ഇമാം സ്വഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖസ്തലാനി അംഗീകരിച്ചിട്ടുണ്ട് സ്വഹീഹ എന്നുള്ളത്. നിങ്ങൾക്കറിയുമോ ഖസ്തലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ? ആരാ ഖസ്തലാനി? ശാരിഹുൽ ബുഖാരി, ബുഖാരിക്ക് ശറഹ് എഴുതിയ പണ്ഡിതനാണ് ഇമാം ഖസ്തലാനി. ആ ഖസ്തലാനി ഇമാമും ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണെന്ന് സമ്മതിക്കുന്നു. മുസ്ലിയാരെ ഇപ്പൊ ജനങ്ങളെ ഇളക്കാൻ നോക്കുക, അതാ ഏറ്റവും നല്ല പണി. ഏറ്റവും നല്ല പണിതാ ഞാൻ ഇവിടെ വായിച്ച എന്താണ് അയിമക്ക് വരാത്തത്? നിങ്ങളെ തൊള്ളോന്ന് പറയാം. സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ് ഹദീസും സ്വഹീഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ലി അംരിമ്മാന്ന് എത്ര വട്ടം വായിച്ചു? എത്ര സമയത്ത് ദഈഫ് ഞാൻ പറഞ്ഞോ? ആ അർത്ഥം പറഞ്ഞാൽ അവിടെ ദഈഫ് ഉണ്ടാവാം, മൗദൂ ഉണ്ടാകാം, ഹസൻ ഉണ്ടാവാം, മുൻകർ ഉണ്ടാവാം, ചിലപ്പോ സ്വഹീഹുമാവാം. ഏതാണ് പണ്ഡിതന്മാർ പരിശോധിച്ച് പറയും. അതല്ലേ പറഞ്ഞത്? എന്നിട്ട് പരിശോധിക്കണം. എന്താ പണി നിർത്തിക്കോട്ടെ. അതോടെ പണ്ട് ഇടമുട്ട നിങ്ങളെ ഉസ്താദെ പയറ്റിയിട്ട് വിജയിച്ചത്. അപ്പൊ ഇനി പയറ്റാൻ നോക്കിണ്ടാവും. പറ്റൂല മുസ്ലിയാരെ, ആ പണി നിർത്തിക്കാളി. ഞാൻ ഇവിടെ വായിച്ചു ചോദിച്ചു, ഇത് അംഗീകരിക്കുന്നുണ്ടോ? എന്താ മിണ്ടാത്തത്? സുയൂത്തി പറയാ, അസ്ഖലാനി പറയാ, നബവി പറയാ, ഇബ്നു സലാഹ് പറയാ, ഇവരൊക്കെ പറഞ്ഞെന്താ? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാലും ഹദീസും സ്വഹീഹ് എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. ഇനി എന്താ വ്യത്യാസം? അവിടെ ലിശുദൂദിൻ ഔ ഇല്ലത്തിൻ, ഒന്നുകിൽ ഷാദായിരിക്കും. ഷാദ് സ്വഹീഹ ദഈഫല്ലേ? ലിശുദൂദിൻ ഷാദായിരിക്കാം. ഔ ഇല്ലത്തിൻ, ഇല്ലത്തുണ്ടായ സ്വഹീഹ. നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? ഇല്ലത്തുണ്ടായ സ്വഹീഹ ഇതാ വായിച്ചോളൂ കിതാബ്. അതേ സുയൂത്തിയാ പറഞ്ഞത്. ലിശുദൂദിൻ ഔ ഇല്ലത്തിൻ, ഒന്നുകിൽ ഷാദായിരിക്കും അല്ലെങ്കിൽ ഇല്ലത്തുണ്ടാകും, അഥവാ ദഈഫായിരിക്കും. അതല്ലേ ശുദൂദ്? ഷാദുണ്ടായ ദഈഫല്ലേ? ഷാദ് സ്വഹീഹാണോ? ഇല്ലത്തുണ്ടായ സ്വഹീഹാണോ? എവിടെ നിങ്ങൾ പഠിച്ചത്? എന്നിട്ട് വെറുതെ മനുഷ്യന്മാരെ ഇളക്കാൻ നോക്കുക. കാര്യം ഞാൻ കെടാൻ നേരത്തെ ആളിക്കത്തും, പക്ഷെ കാര്യമൊന്നുമില്ല. മാത്രവുമല്ല ഇപ്പൊ റഹബിനെങ്ങനെ പറഞ്ഞു കുടുങ്ങി ഇനിയിപ്പോ എന്ത് ചെയ്യണം? പറ്റാരിക്കണം. മൂപ്പര് പറിച്ചെടുത്ത ഹബിക്ക് ഹിഫ്ള് പറഞ്ഞാല് രാമായണം പഠിച്ചത്, ലക്ഷക്കണക്കിന് ഹദീസ് കാണാൻ പാഠം പഠിച്ച ഹിഫ്ളായി പറയണത്. ലക്ഷക്കണക്കിന് ഹദീസ് കാണാൻ പാഠം പഠിച്ചത് ഹാഫിള് എന്ന പേര് വന്ന് ഖുർആൻ ഹിഫ്ളാക്കിയതല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാപാഠം പഠിച്ച് ഹാഫിദുൽ അസ്റി എന്നും മുഹദ്ദിസുൽ അസ്റി എന്നും അതേപോലെ ഖാത്തിമത്തുൽ ഹുഫാദ് എന്നും ഒക്കെയുള്ള സ്ഥാനപ്പേര് ആരാ കൊടുത്തത്? ജലാലുദ്ദീൻ സുയൂത്തിയ ഇമാം ദഹബിയെ പറ്റി പരിചയപ്പെടുത്തിയത് ഇല്ലേ? അസ്ഖലാനി പറഞ്ഞില്ലേ? അതേപോലെ എത്ര പണ്ഡിതന്മാർ എന്നിട്ട് പറയാ ഇബ്നു തൈമിയ്യ സ്വഹാബികളെ ചീത്താണ് ആരാ പറഞ്ഞത്? നിങ്ങളെ കിതാബിലുണ്ട്. അവരുടെ കാര്യമുണ്ടോ? ഇബ്നു തൈമിയ്യയുടെ കിതാബിലുണ്ടോ? സ്വഹാബികളെ ചീത്തത് ഉണ്ടെങ്കിൽ വായിക്കി.
ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നിന്ന് സഹാബിമാർ ചീത്ത വായിക്കി. ഇൻഷാല്ലാഹ് ഞങ്ങളപ്പോ ബാക്കി പറഞ്ഞുതരാം. ഞങ്ങളെ ഉസ്താദിന്റെ കിതാബിലുണ്ട് ഇബ്നു തൈമിയ്യ ചീത്ത കിട്ടുന്നത്. അത് ശിഫാഉ സഖാമിലുണ്ടല്ലോ സുബിക്ക് എഴുതിയിട്ട്. അവിടെ കാര്യമുണ്ടോ? ഇബ്നു തൈമിയ്യയുടെ ഏത് കിതാബില് ഏത് സഹാബിയെ ചീത്ത പറഞ്ഞു വായിക്കാൻ പറ്റുമോ? കഴിയില്ല. വെറുതെ പറഞ്ഞു എന്തിനാ ഉള്ള കൂലി അവിടെ കൊണ്ടേ കൊടുക്കുന്നത്? ഇബ്നു തൈമിയ്യക്ക് വെറുതെ കൂലി കൊടുക്കേണ്ട ആവശ്യങ്ങൾ നിസ്കാരത്തിന്റെ കൂലി. അതുകൊണ്ട് ആ വക ശൈലിയും കാര്യമില്ല. ഒന്ന്, ഇമാം ദഹബി എവിടെ പറഞ്ഞു ഹദീസുൻ സ്വഹീഹുൻ. ഇപ്പൊ നേരത്തെ എന്താ ഈ ഹദീസുൻ സ്വഹീഹ് ദഹബി പറഞ്ഞു, ഞാൻ ഹാക്കിം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ. പച്ചമലയാളത്തിൽ പറഞ്ഞു ഇത് സ്വഹീഹായ ഹദീസാകുന്നു എന്ന് ഹാക്കിം പറഞ്ഞു. വിശേവതന്നെ മുതൽ പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്വഹീഹ് ഹദീസാണെന്ന് ഹാക്കിം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹാക്കിം പറഞ്ഞിട്ടില്ല. ഹദീസുൻ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? സ്വഹീഹുൽ ഇസ്നാദ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രയോഗം ലി അംരിമ്മാ, എന്തോ പ്രയോഗം എന്തോ പ്രസന്റ് ആയിട്ട് അത് പറയാറുള്ളൂ എന്ന് ഇബ്നു ഹജർ അസ്കലാനി, ഇമാം നവവി, അതേപോലെ പിന്നെ സുയൂത്തി, ഇബ്നു സലാഹ് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പേരും കൊടുക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, വെറുതെ സഫാത്ത് നിങ്ങൾ കൊടുക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാല് ലി അംരിമ്മാം, ലഈഫായ ഹദീസിന്റെ തരീഫ് എന്താ? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ലഈഫാണോ? ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പൊ അയാളെ വക ആകാം ആകാം ആകാമല്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയണം. ഇമാം സുയൂത്തി തങ്ങൾ പറയണം. ഞങ്ങൾ പറയട്ടെ. കൊണ്ടുവരും وقولهم الحفاظ هذا حديث حسن الإسناد أو صحيحة دون قولهم حديث صحيح أو حسن لأنه قد يصح أو يحسن الإسناد. അവിടെയാണ് ജവാബ്. അതേ വായിക്കാം, ഞാൻ അർത്ഥം വെക്കാം. അർത്ഥം വെക്കാല് 7 മിനിറ്റിന്റെ ഫുള്ളും അർത്ഥം വെച്ചാരാ നിങ്ങളെ മാതിരി ഫസ്റ്റ് മൂടി പിന്നെ മറച്ചു വാക്കുന്നവരല്ല. കേട്ടോളി. വഖൗലുഹും, ഹാഫിളീങ്ങൾ ഒരു വാക്ക് പറയുമ്പോ, ആര് പറയുമ്പോ? ഹാഫിളീങ്ങൾ ഒരു വാക്ക് പറയുമ്പോ ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദി, ഇതെന്താണ്? ഇസ്നാദ് ഹസനായ ഹദീസാണ്. ഔ സ്വഹീഹുഹു, അതല്ലെങ്കിൽ ഇസ്നാദ് സ്വഹീഹായ ഹദീസാണ്. ദൂന ഖൗലിഹിം, അവര് പറയാതെ ഹദീസുൻ സ്വഹീഹുൻ ഔ ഹസനുൻ എന്നൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ ലി അന്നഹു ഖദ് യസിഹു, അതെന്താകാം? ചിലപ്പോൾ സ്വഹീഹാകാം. അല്ലാഹു അക്ബർ. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ ഔ യഹ്സുനുൽ ഇസ്നാദു, അതല്ലെങ്കിൽ ഇസ്നാദ് ഹസനാകാം. പിന്നെന്താ? ഇതാണ് മത്തിന്. അപ്പൊ എന്ത് കിട്ടി? ഞാൻ പറയട്ടെ, ചാടണ്ട. അപ്പൊ നിങ്ങൾ മൂടി വെച്ചതാണ്. ബാക്കി കേട്ടോ. ലിസിഖത്തി റിജാലിഹി, ആ ഹദീസ് ഉദ്ധരിച്ച റാവികൾ നല്ല വിശ്വസ്തരായതിന് വേണ്ടി ആ ഹദീസ് ഹസനായി തീരും. ദൂനൽ മത്തിന്, മത്തിന് കൂടാതെ. അപ്പൊ മത്തിനിലേക്ക് ഈ ആവശ്യം ഇല്ല. ഇത് റാവികളുടെ വിഷയത്തിലേക്ക് നോക്കിട്ടാ ഹബീബെ ലിസിഖത്തി റിജാലിഹി. അതിനർത്ഥം എന്താ? ഈ ഹദീസ് ഉദ്ധരിച്ച ആ റാവികൾ സ്വീകാര്യരായതിന് വേണ്ടി ഈ ഹദീസ് സ്വഹീഹാണ്. ദൂനൽ മത്ത്. ഇത് നിങ്ങൾ മൂടിയതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഒരു വാക്കും പിന്നെ ഇടയിൽ മൂടി വെച്ചിട്ടാണ് ബാക്കി വായിക്കേണ്ടത്? ഇന്നാലില്ല വായിച്ചിട്ടില്ല. ഇപ്പൊ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഫുള്ളും വായിച്ചിട്ടില്ല. പച്ചക്കള്ളം സമ്മതിക്കില്ല. പച്ചക്കള്ളം മധ്യസ്ഥമാർ തീരുമാനിക്കണം. ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അവിടെ നിങ്ങൾ പറയട്ടെ. ഇത് ഞങ്ങളുടെ സമയമാ. ഞാൻ ചോദിക്കണം, മധ്യസ്ഥൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒരു കിതാബിലെ 1-ാമത്തെ വരി ഒരാൾ വായിച്ചിട്ട് 2-ാമത്തെ വരി വായിക്കാതെ 3-ാമത്തെ വരി വായിക്കാൻ പറ്റുമോ? ഒരു കിതാബിലെ 1-ാമത്തെ വരി വായിച്ചു 2-ാമത്തെ വരി വായിക്കാതെ 3-ാമത്തെ വരി വായിക്കല ആണോ? ദജ്ജാലൂന കദ്ദാബ്. ഒരിക്കലും അത് പറയിപ്പിക്കരുത്. ബാക്കി വായിച്ചു തരാം. ഇനി ബാക്കി വായിച്ചാൽ തന്നെ അത് മത്തിനിൽ ശുദൂദ് വന്നതാ. ദൂനൽ മത്തിനിൽ ലി ശുദൂദിൻ ഔ ഇല്ലത്തിൻ, ഇല്ലത്തിന് വേണ്ടിയോ ശുദൂദിന് വേണ്ടിയോ മത്തിനിൽ നോക്കേണ്ടതില്ല. ഈ വിഷയം റാവി. ദൂനാട് അർത്ഥം എന്താ? ദൂനാട ഒഴികെ എന്നല്ലേ? നിങ്ങൾ കിതാബ് പഠിക്കുന്ന ഉത്തരവാദിയാ. ദൂനാട് അർത്ഥം എന്താ? താഴെ പറയും. ദൂനാട് അർത്ഥം എന്താ? ദൂനാട് അർത്ഥം പറയും. പുതിയ മനസ്സിലാവട്ടെ. ദൂനാട് അർത്ഥം പറയും. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ദൂനാട് അർത്ഥം പറയും. ദൂന എന്ന വാക്കിന്റെ അർത്ഥം പറയൂ മൗലവി. എന്താ ദൂനാട് അർത്ഥം? കണ്ട ദൂനാട് അർത്ഥം എന്താ? ഒഴികെ ദൂന. അപ്പൊ ഒഴികെ എന്ന് പറയുമ്പോ ഈ വിഷയത്തിന് ബാധകമല്ലാന്നല്ലേ?
ഇത് ഇത്ര ലാഹിറല്ലേ? ദൂനാട് അർത്ഥം എന്താ? മൗലവിമാരെ ശ്രദ്ധിച്ചോടി. കിതാബ് മൂടി വെച്ച് ഇമാം സുയൂത്തിയുടെ കിതാബ് മൂടി വെച്ചിട്ട് പച്ചക്കള്ളം സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാ അത് ദഈഫാണെന്ന് ഇമാം സുയൂത്തി പറഞ്ഞു പോൽ. സുബ്ഹാനല്ലാഹ്. പച്ചക്കള്ളം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ദൂനാട് അർത്ഥം പറഞ്ഞിട്ടില്ല. എവിടെ 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 കിതാബ് കാണിച്ചാ? ഈ കിതാബിൽ കാണിച്ചുണ്ടാ? കദി യസ്യഹു എന്ന് പറഞ്ഞാല് ദഈഫാകാനാ? ചിലപ്പോ സ്വഹീഹ് എന്ന് പറഞ്ഞാല് ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ സ്വഹീഹാകുമെന്ന് പറയുമ്പോ അവിട്ടുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് നേരെ അവിങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ജാഅനി അംറുൻ ഔ സൈദുൻ. അതിന്റെ അർത്ഥം എന്താ? എന്റെ എന്റെ അടുക്കലേക്ക് അംർ വന്നു, അതല്ല സെയ്ദ് വന്നു. അപ്പൊ രണ്ടാലും വിഷയം അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നഹ്വ് പഠിക്കാതെ ഉത്തരവാദിയാ എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് പറയുന്നു, ഒന്നുകിൽ ലി അന്നഹു ഖദ് യസ്യഹു, ചിലപ്പോൾ അത് സ്വഹീഹാകാം, ഔ യഹ്സുനുൽ ഇസ്നാദു, സനദ് ഹസനാവുന്നു, ദഈഫ് എന്ന് അവിടെ പറഞ്ഞു. അത് മത്തിന് കൂടാതെ, മത്തിന് ഒഴികെ, മത്തിനിക്ക് നോക്കണ്ട, ഇത് റാവികളുടെ വിഷയമാണ്. നിങ്ങൾ അർത്ഥം വെക്കും. നിങ്ങൾ ഇൻഷാ നിങ്ങളുടെ സമയത്ത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാന്യമായ ഇടപെടൽ. ഒരു വിഷയം, ഒരു കിതാബിൽ നിന്നൊരു ഇബാറത്ത് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ വിഷയം ഞാൻ ഒന്നുകൂടി സ്പഷ്ടമാക്കി പറയുകയാണ്. സ്വഹീഹുൽ ഇസ്നാദ് എന്നും ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ ഹുഫാലിങ്ങൾ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ കിതാബ് തിരിയുന്നവരുണ്ടോ കേട്ടു പഠിച്ചോളൂ. അങ്ങനത്തെ ഹദീസ് ഒന്നുകിൽ സ്വഹീഹാണ്, അതല്ലെങ്കിൽ ഹസനാണ്, അതല്ലാതെ ദഈഫ് ആകില്ല. ഇതിന്റെ അപ്പുറം എന്താ വ്യക്തമാണ്? ഒന്നുകിൽ സ്വഹീഹ്, അതല്ലെങ്കിൽ ഹസൻ. ഈ മൗലവി പറഞ്ഞത് മൗദൂ ആകാം, മുൻകറും ആകാം, ദഈഫും ആകാം, എല്ലാം ആകാം. ഇങ്ങനെ ഒരിക്കലും മൂടി വെച്ച് വായിക്കരുത് മൗലവി, ഒരിക്കലും മൂടി വെച്ച് വായിക്കരുത്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കുന്ന സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ? ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്ന സത്യം മനസ്സിലാക്കാനാ? ആർക്കും പരിശോധിച്ചു നോക്കാം അയാളെ വീഡിയോ. അയാൾ ഒരു വരി കട്ടിട്ടാണ് ബാക്കി വായിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വഹീഹുൻ ഹാദാ കേട്ടോളി, ആ കിതാബിൽ പറഞ്ഞത് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഹദീസ് സ്വഹീഹാണ്, അതല്ലെങ്കിൽ ഹസനാണ്, ദഈഫാവില്ല. വ്യക്തമല്ല കിതാബിൽ? സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. അല്ലാഹു ഈ സമൂഹത്തിൽ നിന്ന്, ഈ ഒരു വിഭാഗക്കാരുടെ ഷർറിൽ നിന്ന് അല്ലാഹു ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ദജ്ജാലൂന കദ്ദാബൂന, ഞങ്ങളെ മുമ്പിൽ തന്നെ നിങ്ങൾ വരണ്ടോടിയാലോ. എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഇന്ന് ഹയാത്തിൽ നിങ്ങൾക്കറിയോ? അപ്പൊ എന്റെ മുമ്പിൽ തന്നെ നിങ്ങൾ ഈ കോലത്തിലായാലും ബാക്കിയുള്ള അവരെ മുമ്പിലേക്ക് എത്തുമ്പോഴോ. അതുകൊണ്ട് മക്കളെ, ഞാൻ ഓതി ആയത്ത് തൊട്ടിട്ടില്ല, ഞാൻ ഓതിയ തഫ്സീർ തൊട്ടിട്ടില്ല, ഹദീസ് തൊട്ടിട്ടില്ല, അതുപോലെ തന്നെ ഇബ്നു ഹജർ പറഞ്ഞതിനെ തൊട്ടിട്ടില്ല. അവസാനം പച്ചക്കള്ളം ഇമാം സുയൂത്തിയുടെ പേരിൽ കെട്ടിവെച്ചു. ഇപ്പൊ മനസ്സിലായി ആരാ റജാലുൽ കദ്ദാബുനാണ്? കൈ തന്നിട്ട് ബാക്കി അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുക. എന്താ പറഞ്ഞത്? ദൂന മത്തിനി. അതെന്താ മത്തിന് നോക്കണ്ട, ദൂനക്ക് നോക്കണ്ട അർത്ഥം എവിടുന്നാ പഠിച്ചു നിങ്ങള്? ദൂനൽ മത്തിന്, മത്തിന് കൂടാതെ. അപ്പൊ എന്താ അർത്ഥം? മത്തിന് സ്വഹിയാൻ പറ്റൂലാൻ, മത്തിന് സ്വഹിയല്ല അർത്ഥം. എന്താ പറയുക? ഖദ് യസിഹു, ചിലപ്പോ സ്വഹീഹായിരിക്കും, ഔ യഹ്സുനു, അല്ലെങ്കിൽ ഹസനായിരിക്കും. ദൂനൽ മത്തിന്, മത്തിന് എന്താവില്ല? സ്വഹീഹാവണമെന്നില്ല, ഹസനാവണമെന്നില്ല. എന്തുകൊണ്ട്? ലിശുദൂദിൻ ഔ ഇല്ലത്തിൻ. അപ്പൊ ഏതായിരുന്നാലും കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന പ്രയോഗവും ഹദീസുൻ സ്വഹീഹ് എന്ന പ്രയോഗം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് മത്തിനിൽ ശുദൂദോ ഇല്ലത്തോ കൊണ്ടായിരിക്കാം. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ വാചകപ്രകാരം ലി അംരിമ്മ, ചില പോരായ്മകൾ, എന്തെങ്കിലും ചില പോരായ്മകൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല ഇബ്നു ഹജർ തങ്ങൾ അന്നുക്കത്തിൽ ഇമാം ഹാക്കിമിന്റെ ഈ ഹദീസ് എടുത്തുകൊണ്ട് പറയുന്നു, വ മിനൽ അജീബി മാ വഖഅലിൽ ഹാക്കിമി, ഹാക്കിമി ചെയ്തത് വല്ലാത്ത അത്ഭുതം തന്നെ. ദഹബിയല്ല പറഞ്ഞത്, ഇബ്നു ഹജർ അസ്ഖലാനി വല്ലാത്ത അത്ഭുതം തന്നെ. കാരണം എന്താ? അബ്ദുറഹ്മാൻ സയ്യിദ് ബിൻ അസ്ലം സ്വീകരിക്കാൻ പറ്റിയ ആളല്ല എന്ന് അതേ ഹാക്കിമി പറഞ്ഞു. എന്നിട്ട് അതേ ഹാക്കിം അപ്പുറത്ത് സ്വഹീഹുൽ ഇസ്നാദി എന്നും പറഞ്ഞു. ഫകൈഫ യഹ്കുമു ലഹു ബിസ്സിഹ, എങ്ങനെയാണ് സ്വഹീഹ് എന്ന് വിധി പറയുക എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അന്നുഖത്തുൽ അബ്ദുൽ സലാഹിൽ പറയുന്നു. എന്തു പറയാനുണ്ട് എന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് സുയൂത്തി പറഞ്ഞത്, നബവി പറഞ്ഞത്, ഇബ്നു സലാഹി പറഞ്ഞത്, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് എല്ലാം ഈ രണ്ട് പ്രയോഗങ്ങൾ വ്യത്യാസമുണ്ട് എന്നാണ്. ഇമാം ഹാക്കിമാവട്ടെ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞിട്ടില്ല, അത് വായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല, ഇനി
സാധിക്കുകയുമില്ല. അദ്ദേഹം പറഞ്ഞ പ്രയോഗമോ സഹീഹുൽ ഇസ്നാദി എന്നാണ്. അത് തന്നെ പോരായ്മയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. എന്നാൽ ആ പ്രയോഗം പോലും അത്ഭുതകരമായി പോയി. ഇമാം ഹാക്കിമി ചെയ്തത് വല്ലാത്ത അത്ഭുതം എന്ന് അസ്കലാനി തന്റെ നുക്കത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇമാം ബൈഹഖി ദഈഫ് എന്ന് പറഞ്ഞു, ഇമാം ഇബ്നു കസീർ ദഈഫ് എന്ന് പറഞ്ഞു, ഇബ്നു അസാക്കിർ ദഈഫ് എന്ന് പറഞ്ഞു, സുയൂത്തി പോലും മനാഹിലുസ് സുഫയിൽ ദഈഫാണെന്ന് പറഞ്ഞു, കൻസുൽ ഉമ്മാലിൽ ദഈഫാണെന്ന് പറഞ്ഞു. ഇവരൊക്കെ ദഈഫാണെന്ന് പറഞ്ഞ സ്വഹീഹുൽ ഇസ്നാദ് എന്ന പദപ്രയോഗം പോലും സൂക്ഷ്മമായി ഇമാം ഹാക്കിം പ്രയോഗിച്ചു. അത് പോലും ശരിയായില്ല എന്ന് ഇബ്നു അസ്കലാനിയും പറയുന്നു. മാത്രവുമല്ല രണ്ട് പ്രയോഗം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. ഇത് മൗദൂ ആണ് എന്ന് ഇമാം ദഹബിയും പറയുന്നു. ആ ദഹബി 100ഓളം ഹദീസുകൾ ഇതിൽ മൗദൂ ഉള്ളത് രേഖപ്പെടുത്തിയെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പണ്ഡിതന്മാരൊക്കെ ദുർബലമെന്ന് വിധി എഴുതിയ, ചിലരെങ്കിലും മൗദൂ എന്ന് പറഞ്ഞ, അത്ഭുതകരമെന്ന് പറഞ്ഞ ഈ ഒരു റിപ്പോർട്ട് അത് മാത്രം അടിസ്ഥാനമാക്കി ഇനിയും നിങ്ങളുടെ ഈ ബിദ്അത്ത് സമുദായത്തെ പഠിപ്പിക്കല്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇബ്നു ഹജർ അസ്കലാനിയുടെ ഈ വാക്കിനെ പറ്റി താങ്കൾക്ക് എന്തു പറയാനുണ്ട്? സുയൂത്തിന്റെ പ്രയോഗത്തെ പറ്റി താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഇബ്നു സലാഹും നവവിയും പറഞ്ഞതിനെ കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? മനാഹിലുസ് സുഫയിൽ ഈ ഹദീസ് ദഈഫാണ് എന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, അതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇബ്നു കസീർ അടക്കമുള്ളവർ ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ആരാണ് അവിടെ പ്രയോഗങ്ങൾക്ക് ശരിയല്ല എന്ന് രേഖപ്പെടുത്തിയത് എന്നതാണ് അവസാനമായി ചോദിക്കാനുള്ളത്. ഏറ്റവും മാന്യമായി ഈ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പച്ചക്കള്ളം. ബഹുമാനപ്പെട്ട സുബ്കി ഇമാം സ്വഹീഹല്ല എന്ന് പറഞ്ഞത് ഹാക്കിമിന്റെ ഹദീസ് അല്ല. ബഹുമാനപ്പെട്ട ബൈഹഖി പറഞ്ഞ ആ ഹദീസ് അല്ല, പച്ചക്കള്ളമാണ്. വമാ റവാഹുൽ ഹാക്കിമും ലഈഫുൻ എന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ബൈഹഖി ഇമാം അദ്ദേഹം ഉദ്ധരിച്ച മിൻ ഹാദൽ വജ്ഹി അത് ലഈഫാണ്. അതിനു പുറമെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് വ്യക്തമായി കൊണ്ട് സ്വഹീഹ് എന്ന് പറയുന്നു. പഴക്കമുള്ള കിതാബാണ് ഫായിദത്തുൻ മിമ്മാ യദുല്ലു ലിതലബി തവസ്സുലി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് തവസ്സുൽ തേടാം എന്നതിന് തെളിവാണ്. മാത്രമല്ല അന്നദാലിക റസൂലുള്ളാഹിനോടുള്ള തവസ്സുൽ ഹുവ സീറത്തു സലഫി സ്വാലിഹിൽ അംബിയാഇ വൽ ഔലിയാഇ വഗൈരിഹിം. അത് അംബിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ചര്യയാണെന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് ഹാശിയത്തുൽ ഈലാഹിന്റെ 205-ാമത്തെ പേജിൽ നോക്കാം, ആർക്കും പരിശോധിക്കാം. വ്യക്തമായി പറയുന്നു. അതിന് തെളിവെന്താണ്? മാ അഖ്റജഹുൽ ഹാക്കിമു, ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണ്. ഉദ്ധരിക്കുക മാത്രമല്ല വസഹഹഹു വസഹഹഹു വസഹഹഹു. സ്വഹീഹുൽ ഇസ്നാദല്ല, സ്വഹീഹാക്കി വസഹഹഹു. ആ ഹദീസിനെ സ്വഹീഹാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ? ഖാല ലമ്മ ഖതറഫ ആദമു എന്ന് തുടങ്ങുന്ന ഹദീസ് ഹാശിയത്തുൽ ഈലാഹിന്റെ 205-ാമത്തെ പേജിലൂടെ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി പഠിപ്പിക്കുകയാണ്. മാത്രമാണോ? എന്താണ് റാവിയുടെ ഉദ്ദേശം? ഈ ലോകത്ത് ആദ്യമായി കൊണ്ട് മൗദൂആയ ഹദീസ് കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? മൗലവി ആരാ? ആദ്യമായിട്ട് മൗദൂആയ ഹദീസിന്റെ വിഷയത്തിൽ കിതാബ് എഴുതിയത് ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ. രണ്ടാമത് മൗദൂഉം അതുപോലെ തന്നെ മുത്തറക്കും മുബഹമുമായ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തി കിതാബ് ഉണ്ടാക്കിയത് ആരെന്നറിയുമോ? വൽ ഹാക്കിമും അബൂ അബ്ദുല്ലാഹി നൈസാബൂരി. ഈ ലോകത്ത് തന്നെ രണ്ടാമതായിട്ട് കിതാബ് എഴുതിയ ആളാണ് ഇമാം ഹാക്കിം തങ്ങളും. അവർക്കറിയാം എന്താ ദഈഫ്, എന്താ മൗദൂഉ. പിന്നെ ഹാക്കിം തങ്ങളെ മദ്ഖലിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന റാവി മൗദൂആയ ഹദീസുകൾ വാപ്പാനെ തൊട്ട് ഉദ്ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞ അതേ ആള് തന്നെ എവിടെ മുസ്തദറക്കിൽ പറയുന്നു ഈ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലമിന്റെ ഹദീസ് ആ തരത്തിൽപ്പെട്ടതല്ല, ആ തരത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ ഉസൂൽ പഠിക്കാത്തത് കൊണ്ടാണ്. പിന്നെ മൗലവി നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ബഹുമാനയുടെ സുയൂത്തി ഇമാം പറഞ്ഞത് പച്ചക്കള്ളമാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുയൂത്തി ഇമാം പറയുന്നത് ഒരാള് ഹദീസുൻ സ്വഹീഹുൻ എന്നും പറയാതെ ഒന്നുകിൽ സ്വഹീഹുൽ ഇസ്നാദ് എന്നോ അതല്ലെങ്കിൽ ഹസനുൽ ഇസ്നാദ് എന്നോ പറയുകയാണെങ്കിൽ അതിന്റെ വിവക്ഷ രണ്ടാലൊരു വിഷയമാണ്. രണ്ടാലൊന്നേ എന്താ? ഒന്നുകിൽ ആ ഹദീസ് സ്വഹീഹ് അതല്ലെങ്കിൽ ഹസനുൽ ഇസ്നാദ്. ആർക്കു വേണമെങ്കിൽ ആ കിതാബ് പരിശോധിച്ചു നോക്കാം, ആർക്കു വേണമെങ്കിലും പരിശോധിച്ചു നോക്കാം. ദൂനൽ മത്തിനി, മത്തിനൊഴികെ, മത്തിനു കൂടാതെ, മത്തിനിന്റെ ചർച്ചയല്ല റാവികളെ ചർച്ചയാണിത്.
ഈ ഹദീസ് റിപ്പോർട്ട് റാവികൾ ചുരുക്കി പറഞ്ഞാൽ ബഖറ സൂറത്തിന്റെ 37-ാമത്തെ ആയത്ത് തവസ്സുലിന് അംഗീകരിക്കുന്നു. അത് ദുർറുൽ മൻസൂർ പ്രഖ്യാപിക്കുന്നു. ഹാക്കിം തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു. ഇബ്നു ഹജർ തങ്ങൾ ഈളാഹിൽ പറയുന്നു. അതിന്റെ പുറമേ അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന് തലതൊട്ടപ്പൻ നേതാവ് ഇബ്നു തൈമിയ്യ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തെളിവായി ഉദ്ധരിക്കുന്നു, തഈദിന് പറ്റുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഹദീസ് അബൂ ഹനീഫ ഇമാം സ്വീകരിച്ചു. അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു. ഇപ്പൊ മനസ്സിലായ ചെറുപ്പക്കാരെ, ആദ്യം ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ കഥ ചോദിച്ചത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫസബഹു അബാക. ഇതേ പദ്യം തന്നെ അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ ദംബിഹി ബിക ഫസബഹു അബാക. അശ്ബഹി തന്നെ മുസ്തദ്റഫിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ മാലിക് ഇബ്നു അനസ് തന്നെ എന്തിനാ നീ മൻസൂർ രാജാവ് വന്നിട്ട് ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൈഫ തസ്രിഫു വജ്ഹക വഹുവ വസീലതുക വവസീലതു അബീക ആദമ. ഈ ഹദീസ് മാലിക് തങ്ങൾ അംഗീകരിക്കുന്നു. മാലിക് തങ്ങൾ പറഞ്ഞാൽ അത് ഇജ്മാ ആണെന്ന് ഇമാം ഗസ്സാലി മുസ്തസ്ഫയിലും പഠിപ്പിക്കുന്നു. മാത്രമാണോ ബഹുമാനപ്പെട്ട ബറൂസവി ഇമാം പറയുന്നുണ്ട്, സുബ്കി പറയുന്നുണ്ട്. അതിന്റെ പുറമേ ഇതേതാ ശറഹുൽ അല്ലാമത്ത് സുർഖാനി അൽ മവാഹിബുൽ ലദുന്നിയ ഈ ഹദീസിൽ പറയുകയാണ് ഹാക്കിം തങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞു. ഹാക്കിം തങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് പിടിച്ചിട്ട് അമൽ ചെയ്ത 40 ഇമാമിങ്ങളുണ്ട്. സുർഖാനി ഇമാം പറഞ്ഞിട്ടില്ലേ, ഖസ്തല്ലാനി പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അതേ താജുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞിട്ടില്ലേ. എല്ലാരും പറഞ്ഞു നിങ്ങൾ ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞത് ഹാക്കിം ഉദ്ധരിച്ച ഹദീസല്ല. ഹാക്കിം ഉദ്ധരിച്ച ഹദീസല്ല. നിങ്ങൾ പഠിച്ചോളൂ, സീറ്റുടെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് പോന്നോളി, നിങ്ങൾ പഠിച്ചോളി. ഹാക്കിം ഉദ്ധരിച്ച ഹദീസല്ല. ഇനിയെങ്കിലും അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന പണി നിർത്തിവെക്കണം നിങ്ങൾ. അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം, സൂറത്തുൽ ബഖറ 37, ദുർറുൽ മൻസൂർ, റവാഹുൽ ഹാക്കിം, ഇബ്നു അൽ ഹൈതമി, ബഹുമാൻ മാലിക് ഇബ്നു അനസ്, അബൂ ഹനീഫത്തുൽ കൂഫി, ബഹുമാനപ്പെട്ട അശ്ബഹി ഇമാമും, അങ്ങനെ തുടങ്ങി എല്ലാവരും അംഗീകരിച്ച ഒരു സംഗതി, നിങ്ങൾ ഒരിക്കലും മുശ്രിക്കാക്കാൻ പാടില്ല, നിങ്ങൾ ശിർക്കാക്കരുത്. നേരെ മറിച്ച് ഇമാമിങ്ങൾ ദഈഫാന്ന് പറഞ്ഞത്, മൗദൂ ആണെന്ന് പറഞ്ഞത് ഹാക്കിം ഉദ്ധരിച്ച സനദിനെ കുറിച്ചല്ല, ഹാക്കിം ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല മൗലവി. ബഹുമാൻ ബൈഹഖി ഉദ്ധരിച്ചു, അത് ദഈഫാണ് മിൻ ഹാദൽ വജ്ഹി. അതിന്റെ അർത്ഥം പറയാത്തെന്താ? അൽഹംദുലില്ലാ, നിങ്ങൾ ആ കിതാബ് എന്റെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ചത് പടച്ച റബ്ബാൻ. അവന്റെ ഹബീബിനെ കുറിച്ച് കുറ്റം പറയാൻ കേൾക്കൂല. ആരെന്ത് പറഞ്ഞാല് ഓന്റെ ഹബീബിനെ തൊട്ടാൽ അവൻ വിടൂല. അലം നശ്റഹ് ലക സദ്റക. ഞാൻ ആദ്യം ഓതി ആയത്ത് കുട്ടി വെച്ചോ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക വറഫഅനാ ലക ദിക്റക. നിങ്ങളുടെ ഞാൻ എപ്പോഴും ഉയർത്തും, ലൗഹുൽ മഹ്ഫൂദിൽ ഉയർത്തും. ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ അംഗീകരിച്ച ഈ ഹദീസ് അല മജ്മൂഉൽ ഫതാവയിൽ ഇമാം ബൈഹഖി അദ്ദേഹം ഉദ്ധരിച്ച റൂട്ടിലുള്ള ദഈഫാണെന്ന് പറഞ്ഞു. അത് ഹാക്കിം ഉദ്ധരിച്ച ഹദീസല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം എന്നെഴുതിയത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. അവര് കാണാത്ത കിതാബും ഈ ഫൈസൽ മൗലവി കണ്ടു എന്ന് പറയാൻ ലോക മുസ്ലിമീങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല. കാണാത്തത് കണ്ടു എന്ന് പറയാൻ സ്വീകരിക്കാൻ പറ്റൂല. ഇമാം ഗസ്സാലി കാണാത്ത കണ്ടു എന്ന് സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾ കാണുന്നതും നിങ്ങളെ മൗലവിമാരി എഴുതുന്ന കുറിപ്പ് ചീട്ടുകൾ മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. ദജ്ജാലൂന കസ്സാബൂന യഅ്തൂനകും മിനൽ അഹാദീസ്. ഇമാം സുയൂത്തിയുടെ കിതാബ് കട്ടുവായിക്കുന്നവരാണ്. നിങ്ങൾ കയ്യോടെ പിടിക്കണം. പിടിച്ചതാണ് ഇവിടെ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതുവരെ സുന്നത്ത് ജമാഅത്തിലായും മശായിഖുമാരുടെ പിന്നിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ മുസ്ലിം കൂട്ടായ്മ അകലാട് സംഘടിപ്പിച്ച ഈ ഒരു വേദിയിൽ പങ്കെടുത്ത എല്ലാവരോടും ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അവലോകനമാണ്. ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാര് തമ്മിൽ ആയിക്കോട്ടെ, അതല്ലേ. അപ്പോ കിട്ട് തീരുമാനിച്ചതുപോലെ അവലോകനത്തിനായി ആദ്യം മുജാഹിദ് വിഭാഗത്തിലത്തെ ഒരു പണ്ഡിതനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുറച്ചുകൂടി മാന്യമായ രീതിയിൽ, അതായത് രണ്ട് വിഭാഗക്കാരോടും പറയാനുള്ളത് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ, ഒരാളെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഏകദേശം 5 മണിക്കൂർ സമയം അവിടെ ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം
അത് തെളിവുകളുടെ ബലാബലം നോക്കി പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു നമ്മൾ. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് സമൂഹത്തിന് വിട്ടുകൊടുക്കാം. ഈ ചർച്ച പൂർണ്ണമായും കേട്ട ആളുകൾ അതിൽ നിന്ന് തീരുമാനമെടുക്കട്ടെ എന്താണ് അവർക്ക് ബോധ്യമായത് എന്ന്. ഏതായിരുന്നാലും ഒരു അവലോകനം എന്ന നിലയ്ക്ക് ഇന്ന് രാവിലെ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെ മൊത്തം വിലയിരുത്തുമ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്, യഥാർത്ഥ നാം ഈ ചർച്ചയിലേക്ക് വന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സ്വാഭാവികമായും ഒരു ചർച്ച എന്ന നിലയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ അതിനിടയിൽ ഉപോത്ബലകമായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതെല്ലാം ഖൈറായി റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചില അപാകതകൾ മറുഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കുറ്റപ്പെടുത്തുകയല്ല, ഒരു പക്ഷേ ഇപ്പുറത്തും ഉണ്ടാവാം. ഏതായിരുന്നാലും പരസ്പരം ശ്രദ്ധയിൽപ്പെടുത്തണമല്ലോ. ഏറ്റവും ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലിദാണ് എന്നൊരു പദപ്രയോഗം എന്റെ സുഹൃത്തിന്റെ വായിൽ വന്നിട്ടുണ്ട്. അത് ഗൗരവം തന്നെയാണ്, ഒരിക്കലും അത് പറയാവതല്ല, അത് ശരിയല്ല. അദ്ദേഹം ഒരു പക്ഷെ ആലോചിച്ച് പറഞ്ഞതാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചക്കാണ് വന്നതെങ്കിലും യഥാർത്ഥത്തിൽ ആദ്യ സമയങ്ങളിൽ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാൻ മറുഭാഗത്തുള്ള പണ്ഡിതൻ കുറച്ച് മടി കാണിച്ചത് തീർച്ചയായും ഇതിൽ കാണുന്ന ആൾക്ക് ബോധ്യമാകും, ആക്ഷേപിക്കുകയല്ല. അതേസമയം കുറെ പാട്ടുകളും കുറെ ബെയ്ത്തുകളും ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രമാണം എന്ന് പറയാനാണ് ആദ്യം അവർ ശ്രമിച്ചത്. ആദ്യം മങ്കൂസ് മൗലിദ് ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞവർ പിന്നെ അബൂ ഹനീഫയുടെ പാട്ടാണ് പ്രമാണം എന്ന് അവരെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, അബൂ ഹനീഫ ഇമാമിന് അങ്ങനെ പാട്ട് അദ്ദേഹത്തിന് ഗ്രന്ഥത്തിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഖസിയത്തുൻ നുഅ്മാനി എന്ന പേരിൽ ഒരു കിതാബ് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ കാണുന്ന ഈ പാട്ടുകൾ അബൂ ഹനീഫ ഇമാം പാടിയതല്ല എന്ന് വ്യക്തമാണ്. അത് 9-ാം നൂറ്റാണ്ടിൽ പാടിയ ഒരു പാട്ട് അബൂ ഹനീഫ ഇമാമിന്റെ പേരിലേക്ക് പിന്നീടാരോ വ്യാജമായി ചേർത്തതാണ് എന്ന് ആ വരികൾ പൂർണ്ണമായി പാടിയാൽ തന്നെ ഏകദേശം 100ഓളം വരികൾ വരുന്ന ആ പദ്യങ്ങൾ മുഴുവൻ പാടിയാൽ തന്നെ അത് അബൂ ഹനീഫ ഇമാം പറഞ്ഞതല്ല, പാടിയതല്ല എന്ന് വളരെ വ്യക്തമായി പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. മാത്രവുമല്ല, മുസ്ലിം ലോകത്ത് സർവാംഗീകൃതമായി എന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ അംഗീകരിക്കപ്പെട്ട ഹാഫിളായ ഇമാം ദഹബി, അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ പദപ്രയോഗങ്ങൾ പോലും ഒരിക്കലും നമ്മയ്ക്ക് പോലുള്ള ഈ ഒരു നിലവാരത്തിലുള്ള ആളുകൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇമാം സുയൂത്തിയെ പോലുള്ള, ഇമാം അസ്ഖലാനിയെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും ഹാഫിള് എന്നും മുഹദ്ദിസുൽ അസ്ർ എന്നും അതേപോലെ ഖാത്തിമത്തുൽ ഹുഫാദ് എന്നും വരെ തബഖാത്ത് പോലുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഇമാം ദഹബി അവർ തങ്ങൾ പറഞ്ഞ വിഷയത്തിന് വിരുദ്ധമാണ് അവരുടെ കിതാബിൽ ഉള്ളത് എന്ന് ഒറ്റക്കാലത്താൽ അവർ ആക്ഷേപിക്കുന്ന ശൈലി ശരിയല്ല. മാത്രവുമല്ല, ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിന് ഏറ്റവും ആധികാരികമായ തഅലീഖ് ഇന്നും ലോകത്തെമ്പാടും, കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഏറ്റവും സ്വീകാര്യോഗ്യമായ തഅലീഖ് ഇമാം ദഹബിയുടേതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇമാം ദഹബി ഒരു ഹദീസ് സ്വഹീഹാണെന്നോ ദഈഫാണെന്നോ പറഞ്ഞാൽ, ഇമാം ഹാക്കിം സ്വഹീഹാണെന്നോ ദഈഫാണെന്നോ പറഞ്ഞാൽ ഇമാം ദഹബി അതേക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നുകൂടി നോക്കിയിട്ടാണല്ലോ അതിന് അവസാന തീരുമാനം പറയാറുള്ളത്. ആ ദഹബിയാണ് പറഞ്ഞത് ഈ കിതാബിൽ 100ഓളം ഹദീസുകൾ നിർമ്മിതമായതുണ്ട്. അത് എടുത്തുദ്ധരിച്ചതോ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ തദ്രീബുർ റാബിയിലും. എന്നിട്ട് അതിനൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഇമാം സുയൂത്തി അംഗീകരിച്ചുവെന്നില്ലല്ലോ, അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂവെന്ന ബാലിശമായ ന്യായങ്ങളാണ് എന്റെ സുഹൃത്ത് ഇവിടെ പരാമർശിച്ചുള്ളത്. മാത്രവുമല്ല, ഇമാം ഹാക്കിമിനെ കുറിച്ച് മുത്തസാഹിലും സ്വഹീഹ് എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ഹദീസിനെ പറ്റി സ്വഹീഹാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇമാം ഹാക്കിമിന് ചില അശ്രദ്ധകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇമാം നബവിയാണ്, ഞങ്ങളല്ല. നബവി ഇമാമിനെ തള്ളാൻ ഏതായാലും നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇമാം ഹാക്കിമിന്റെ ഈ ഹദീസിനെ കുറിച്ചുള്ള വിധിയെപ്പറ്റി ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതോ വമിനൽ അജീബി മാ വഖഅലിൽ ഹാക്കിമി, ഇമാം ഹാക്കിമിന് സംഭവിച്ച ഈ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ എന്നാണ്. കാരണം ഇതിന്റെ പരമ്പരയിലുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ബിൻ റിപ്പോർട്ടർ തന്റെ പിതാവിൽ നിന്ന് നിർമ്മിതമായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് എന്നും അത് ഹാക്കിം തന്നെ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് അൽ മദ്ഖൽ ഇല സ്വഹീഹ് എന്ന കിതാബിൽ. അതേ ഹാക്കിം തന്നെ അതേ റിപ്പോർട്ടറിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയും സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറയുകയും ചെയ്തെങ്കിലും ആ പ്രയോഗം പോലും ശരിയായില്ല. അതുപോലും അത്ഭുതമായി പോയി. ഫകൈഫ യഹ്കുമു അലൈഹി ബിസ്സിഹ, എങ്ങനെയാണ് സിഹത്ത് എന്ന് ഈ സനദിനെ പറ്റി ഈ ഇസ്നാദിനെ കുറിച്ച് പറയുക എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ അന്നുഖത്ത് അലബ്നു സ്വലാഹ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഹാക്കിം പോലും ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞില്ല, സ്വഹീഹായ ഹദീസാണ്
സ്വഹീഹാണെന്ന് പറഞ്ഞില്ല, സനദ് സ്വഹീഹാണ് എന്നേ പറഞ്ഞുള്ളൂ. അത് പോലും ശരിയല്ല എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി നുക്കത്തിൽ പറഞ്ഞത്. മാത്രവുമല്ല, ഇമാം ബൈഹഖിയും ഇമാം തബറാനിയും ഇമാം ഇബ്നു അസാക്കിറും ഇമാം ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച ഈ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസിനെ കുറിച്ച് അവരൊക്കെയും രേഖപ്പെടുത്തിയതോ ലഈഫ് എന്നാണ്. അത് മിൻ ഹാദൽ വജ്ഹി എന്നുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഹാക്കിമിന്റെ സനദെന്തോ അതേ സനദാണല്ലോ ബൈഹഖിയിലും ഉള്ളത്. അതേ സനദിൽ നിന്നാണല്ലോ പിന്നീട് ഇബ്നു അസാക്കിർ എടുത്തുദ്ധരിക്കുന്നത്. എന്നിട്ട് ഉദ്ധരിച്ച ഇബ്നു അസാക്കിർ പറയുന്നു ഇത് ലഈഫാണ്, ഉദ്ധരിച്ച ബൈഹഖി പറയുന്നു ഇത് ലഈഫാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായയിലും ഖസസുൽ അംബിയായിലും പറയുന്നു ഈ ഹദീസ് ലഈഫാണ്. അതേപോലെ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനാഹിലുസ് സഫ ബി തഖ്രീജ് അഹാദീസ് ശിഫ എന്ന കിതാബിൽ പറയുന്നു ഈ ഹദീസ് ലഈഫാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം ഗ്രന്ഥങ്ങളിൽ പൂർവികരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ദഈഫ് എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള ചില പദപ്രയോഗങ്ങൾ നിർവഹിച്ചത്. അല്ലാതെ മുൻഗാമികളായ ഒരാളെപ്പോലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് സ്ഥാപിച്ചത് ഒരിക്കലും കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. അവസാനമായി പറഞ്ഞെന്താ, ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു. ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് പക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ നമ്മുടെ നാട്ടുകാരനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണല്ലോ ഇബ്നു ഹജർ ഹൈതമി. അത്ര കാലപ്പഴക്കമേ അദ്ദേഹത്തിനുള്ളൂ. അതാണ് അവസാനമായി കൊണ്ടുവന്നത്, ആദ്യമൊന്നും പറയാതെ. ഏതായിരുന്നാലും ഹൈതമി സ്വഹീഹ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം സ്വഹീഹാവണമെന്നില്ലല്ലോ. ഹൈതമിക്ക് മുമ്പുള്ളവരാണല്ലോ ദഈഫ് എന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞു ആദ്യം വന്നൊരു ഒന്ന് പറയാ, പിന്നെ വന്നൊരു വേറൊന്ന് പറയാ, ഏതാ സ്വീകരിക്കാൻ? അപ്പൊ ഹൈതമി ഇപ്പൊ അടുത്ത കാലത്ത് പറയാ സ്വഹീഹാണ്, ശേഷം മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഇമാമികളെ വായിക്കാൻ കഴിയും. ഈ പേര് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ കാര്യപ്പെട്ട ഇമാമികളാണ് എന്ന്. യഥാർത്ഥത്തിൽ സുയൂത്തിക്ക് മുമ്പ് ജീവിച്ച, സുയൂത്തി അടക്കമുള്ള അവിടുന്ന് അങ്ങോട്ട് പിറകോട്ട് ജീവിച്ച ഏതെങ്കിലും ഒരു ഇമാമ് ഈ ഹദീസിനെ കുറിച്ച് ഹദീസുൻ സ്വഹീഹുൻ എന്ന പദപ്രയോഗം നടത്തിയിട്ടേയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഹാക്കിമ് പോലും പറഞ്ഞു കൊടുത്ത് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദി എന്നേ പറഞ്ഞുള്ളൂ. ദൂനൽ മത്നി ലിശാദിൻ ഔ ഇല്ല ലിശുദൂദിൻ ഔ ഇല്ല. വല്ല ശുദൂദോ വല്ല ഇല്ലത്തോ വല്ല ഒറ്റപ്പെട്ടതോ വല്ല പോരായ്മകളോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം മത്തിനിൽ. അതുകൊണ്ടാണ് സ്വഹീഹുൽ ഹദീസുൻ സ്വഹീഹ് എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയല്. അത് തന്നെ വലാ ശക്ക, സംശയമേ ഇല്ല. ഈ പ്രയോഗം ഒരു ഇമാം നിർവഹിച്ചാൽ ലി അംരിമ്മാ, എന്തോ തകരാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്ര വ്യക്തമായി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് വിധി എഴുതിയെങ്കിലും ആ ഹദീസ് പിന്നെയും തെളിവായി കൊണ്ടുവന്നുകൊണ്ട് അതാണ് ഞങ്ങളുടെ തവസ്സുലിന് തെളിവ്, അതാണ് ഞങ്ങൾക്ക് തേട്ടത്ത് തെളിവ് എന്ന ഈ ബിദ്അത്തായ തേട്ടത്തിന് തെളിവായി കൊണ്ടുവന്നത് ന്യായമല്ല എന്നാണ് ഇനിയും സൂചിപ്പിക്കുവാനുള്ളത്. മാത്രവുമല്ല, ദൂനൽ മത്നി എന്ന വാക്കിന് തെറ്റായ അർത്ഥം പോലും പറഞ്ഞു. മത്ന് നോക്കേണ്ടതില്ല എന്ന അർത്ഥം വെച്ചിട്ട് രക്ഷപ്പെടാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ അർത്ഥം. നേരെ മറിച്ച് ഖദ് യകൂനു സ്വഹീഹൻ ഖദ് യസിഹു, പക്ഷേ സ്വഹീഹായേക്കാം, ഔ യഹ്സനു അല്ലെങ്കിൽ ഹസനായിരിക്കാം. എന്ത് ഇസ്നാദുഹു, അതിന് ഇസ്നാദ് ദൂനൽ മത്നി, മത്ന് കൂടാതെ. അപ്പൊ മത്ന് സ്വഹീഹാവണമെന്നില്ല, മത്ന് ഹസനാവണമെന്നില്ല. എന്താ കാരണം? ലിശുദൂദിൻ ഔ ഇല്ല, മത്നിൽ ചിലപ്പോൾ ശുദൂദ് ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം, ന്യൂനതയുണ്ടാവാം. അതുകൊണ്ടാ പണ്ഡിതന്മാർ സ്വഹീഹുൽ ഇസ്നാദ് എന്ന പദത്തിലേക്ക് നീങ്ങുന്നത്, ഹദീസുൻ സ്വഹീഹ് എന്ന് പറയാതെ. അതാണ് തദരീബ് റാവിയിൽ നിന്ന് ഞാൻ വായിച്ചത്. ഏതായിരുന്നാലും മുസ്ലിം ലോകത്തെ ആധികാരിക പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞ, ദുർബലമെന്ന് പറഞ്ഞ, ദഹബിയെ പോലുള്ളവർ മൗദൂ എന്ന് പറഞ്ഞ, ബാത്തിൽ എന്ന് പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസുമായി ഒരിക്കലും ഒരു വിശ്വാസം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് രേഖപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, ആ കലിമാത്ത് എന്താ? ഖുർആൻ തന്നെ പറഞ്ഞു, ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് അതേ ഖുർആൻ തന്നെ അപ്പുറത്തെടുത്ത് പറഞ്ഞു. പിന്നെ ദുറുൽ മൻസൂർ സുയൂത്തി പറഞ്ഞു എന്നാണ് അയാൾ ഇപ്പോഴും ഓർമ്മയാക്കുന്നത്. അത് ഈ സംഭവമാണല്ലോ, അത് സ്വഹീഹ് അല്ലതാനും, അതല്ലേ ഇതുവരെയും ചർച്ച ചെയ്തത്. അതേ ദുറുൽ മൻസൂർ ഉണ്ട്. അലി ഫാത്തിമ ഹസൻ ഹുസൈന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബിക്ക് രക്ഷ കിട്ടിയത് എന്ന് അതേ കിതാബിലുണ്ടല്ലോ. എന്ത് നിങ്ങൾ കാണാതെ പോയത്? ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വള കൊടുത്തുവെന്നും ആ വളയിൽ നിന്നാണ് ഇന്ത്യയിലെ എല്ലാ സ്വർണവും ഉണ്ടായത് എന്നും ആ കിതാബിൽ തന്നെയുണ്ടല്ലോ. ആദം നബി കരഞ്ഞിട്ട് കണ്ണിന്ന് വെള്ളമൊഴുകിയിട്ട് ആ കണ്ണുനീരിൽ നിന്ന് പുഴയുണ്ടായി എന്നും
എന്നും ആ പുഴയുടെ ശേഷിപ്പ് ഇന്നും ഇന്ത്യയിലുണ്ട് എന്നും അതേ കിതാബിലുണ്ടല്ലോ. അതൊക്കെ ആ കിതാബിലുണ്ട്, ആ കൂട്ടത്തിൽ ഇതുമുണ്ട് എന്നല്ലാതെ അങ്ങനെ കുറെ കിതാബിന്റെ പിന്നാലെ കൂടിയിട്ട് പിൽക്കാലത്ത് പലരും എഴുതിയ പാട്ടും ബെയ്ത്തും അതേപോലെ പല കഥകളുമൊക്കെ അതൊക്കെ തെളിവായി എടുത്താൽ എന്താ വിശ്വസിക്കാൻ വകുപ്പില്ലാതിരിക്കുക? അതല്ലല്ലോ മുസ്ലിമീങ്ങളുടെ പ്രമാണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങൾ, അതിൽ നിന്ന് മാതൃകയായി പിൻപറ്റിപ്പോന്ന അഇമ്മത്തിന്റെ നടപടിക്രമങ്ങൾ, അതാണ് യഥാർത്ഥ പ്രമാണമായി സ്വീകരിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എഴുതി കൂട്ടിയ പാട്ടും ആരെങ്കിലും രചിച്ച കിതാബും ആര് എഴുതിയെന്നറിയാത്ത കുറെ പാട്ടുകളും അതല്ല തെളിവ്. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് മുഹീദ്ദീന്മാരുണ്ടാക്കിയതുപോലെ അങ്ങനെ ഒരു പേരിട്ടു എന്നതുകൊണ്ട് മാത്രം ആ കിതാബ് അവരുടേതാകണമെന്നില്ലല്ലോ. മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നുവെന്നല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയതിന് എന്താ തെളിവ്? തെളിവൊന്നുമില്ല. അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ല പദപ്രയോഗം അധികമായി വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين ألف مرة والعاقبة للمتقين والصلاة والسلام على سيدنا ومولانا وشفيعنا ومصطفانا وقرة أعيننا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇവിടുത്തെ ഇപ്പോഴും ഈ മൗലവിമാര് പറയുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്തു എന്നതിന് തെളിവായി ഇവിടെ സുന്നികൾ ഉദ്ധരിച്ചത് പാട്ടുകളെന്നാണ് ഇപ്പോഴും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ സെഷൻ മുതൽ ആർക്കു വേണമെങ്കിലും ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം തന്നെ തെളിവ് ചോദിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്ത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് പാട്ടാണ്. സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. അതിന് സ്വന്തമായി അർത്ഥം വെക്കാതെ അൽമനാറിൽ പോലും ദുർറുൽ മൻസൂറിനെ അംഗീകരിച്ചിട്ടുണ്ട്. അൽമനാർ എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. ആ അൽമനാർ പോലും അംഗീകരിച്ച തഫ്സീറിന്റെ ഗ്രന്ഥമാണ് അദ്ദുറുൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മഅ്സൂർ. ഹദീസുകളെ കൊണ്ട് മാത്രം തഫ്സീർ പറയുന്ന ഒരു കിതാബ്. ആ കിതാബിനെ അൽമനാർ മുജാഹിദിന്റെ പ്രസ്ഥാനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഫൈസൽ മൗലവി പറയുന്നു വേണ്ടാത്ത കുറെ ഇസ്രായേലിയാത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അദ്ദുറുൽ മൻസൂർ അൽമനാർ പോലും അംഗീകരിച്ച അദ്ദുറുൽ മൻസൂറിന്റെ ഒരു തഫ്സീറും ഞാൻ കൊടുത്തു. അതിന്റെ ശേഷം ഇമാം ഹാക്കിം ഉദ്ധരിച്ച മുസ്തദ്രക്കിലെ ഒരു ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇമാം ബൈഹഖി ലഈഫാണെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു ഇമാം ബൈഹഖി ലഈഫാണെന്ന് പറഞ്ഞത് ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് അല്ലേ അല്ല. അതുപോലെ നിങ്ങൾ ആരെല്ലാമാണോ ലഈഫ് എന്ന് പറഞ്ഞത്, ആരെല്ലാമാണോ മൗദൂ എന്ന് പറഞ്ഞത്, ആ ഹദീസുകൾ മുഴുവനും ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അല്ല. ദഹബി പറഞ്ഞു പോൽ എന്ത് ഇത് മൗദൂ ആണ്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ദഹബി അംഗീകരിക്കുന്ന കിതാബ് അൽ ദലായിലുൻ നുബുവ, ആ ദലായിലുൻ നുബുവയിൽ ഈ ഹദീസ് ഉദ്ധരിച്ച് ലഈഫാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ദഹബിയുടെ സ്ഥാനം അതിന് പോയി. വീണ്ടും ദഹബിയെ കൊണ്ടുവരിക. പിന്നെ പറയാ ദഹബിയെ കുറ്റം പറയുന്നു, ദഹബിയെ കുറ്റം പറയുന്നു. ഈ ചർച്ച മാന്യ ശ്രോതാക്കൾ തലക്കൽ നിന്ന് കേട്ടു നോക്കണം. ഇയാൾ ആരൊക്കെ തള്ളി? വറൂസവിയെ തള്ളി, സുബുക്കിയെ തള്ളി, ഒക്കത്തിനെ തള്ളി. അവസാനം ഇവർക്ക് പറ്റുന്ന രണ്ട് നേതാക്കന്മാർ ഇബ്നു തൈമിയ്യ, ദഹബി. ഞാൻ നിങ്ങളോട് ഇബ്നു തൈമിയ്യ ആരാ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അംഗീകരിക്കുന്നവരെ നിങ്ങൾക്ക് പറ്റൂലേ? ഞങ്ങൾക്ക് പറ്റൂല, പറ്റൂല. ഇലാ യൗമിൽ ഖിയാമ. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അനിഷേധ്യനായ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മേലിൽ ഇഅ്തിറാദ് പറഞ്ഞ ഇബ്നു തൈമിയ്യയെ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതാണ്, സംശയമില്ല. അതുപോലെ തന്നെ നാലാമത്തെ ഖലീഫ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, അവരെയൊക്കെ കുറ്റം പറയുന്ന ഇകഴ്ത്തുന്ന ഇബ്നു തൈമിയ്യ, അവരെ വാല് പിടിച്ചു കിടക്കുന്ന ദഹബി. ഹാഫിളായിട്ട് കാര്യമില്ല, ഈമാൻ രക്ഷപ്പെടണം. എന്താ ഈമാൻ? കുറെ ഹാഫിളായതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പോകുമോ? കുറെ നിസ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമോ? അൽ ഈമാനു ബില്ലാഹ്. 40 കൊല്ലത്തോളം ബാങ്ക് കൊടുത്ത മുഅദ്ദിനീങ്ങൾ മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന, മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറ്റം പറയുന്ന, സ്വഹാബാക്കളെ കുറ്റം പറയുന്നവരെ ഞങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് ബറൂസവിയത്തല്ല, നിങ്ങൾക്ക് ഇബ്നു ഹജർ ചെറിയൊരാളില്ലേ, ഖാത്തിമത്തുൽ മുഹഖ്ഖീഖീൻ കെ.എം. മൗലവി പോലും തെളിവുദ്ധരിച്ച ആളാണ്. നിങ്ങൾക്ക് ഈ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന ആള് 1920 മുമ്പ് ഇവരില്ല. 1920 ഈ കൊച്ചി കേരളത്തിൽ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നു. അതിന്റെ പേരാണോ ഈ സലഫിസം?
ഓരോ കാലത്തിനൊരു സലഫീസം, വഹാബീസം, ഇസ്ലാഹി പ്രസ്ഥാനം, മറ്റേ പ്രസ്ഥാനം, ഇപ്പൊ ജിന്നൂരികളെ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രസ്ഥാനം 1920 വന്നത്. അങ്ങനത്തെ പ്രസ്ഥാനം കൊണ്ടുവന്ന KM മൗലവി തെളിവുദ്ധരിക്കുന്ന ഖാത്തിമത്തുൽ മുഹഖ്ഖീഖീൻ അവരെ ശിങ്കടികൾക്ക് പറ്റൂലാലോ. അത് ചെറിയൊരാളാണ് പോലും. അങ്ങനെ നിങ്ങൾ ഇബ്നു ഹജറിനെ തള്ളി, സുബുക്കിയെ നിങ്ങൾ തള്ളി, അതുപോലെ തന്നെ സുയൂത്തിയെ നിങ്ങൾ തള്ളിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബഹുമാനം ബറൂസവിയെ നിങ്ങൾ തള്ളി, ദുർറുൽ മൻസൂർ, സുയൂത്തി, ഇസ്രായേലിയാത്ത് ചേർക്കുന്നുല്ലേ. പിന്നെ പറയുന്നു ഹാക്കിം തങ്ങൾ ആ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇബ്നു തൈമിയ്യയോട് പഠിപ്പിച്ചു കൊടുത്താൽ ഈ കിതാബിന്റെ പേരെന്താണെന്നറിയോ? ഈ കിതാബിന്റെ പേര് ഖാഇദത്തുൻ ജലീലത്തുൻ ഫി തവസ്സുൽ വൽ വസീല. മനിൽ മുസന്നിഫു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എഴുതി വെച്ച ഈ കിതാബിൽ ഹാക്കിം തങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹദീസ് ഉദ്ധരിച്ചിട്ട് വഖാലൽ ഹാക്കിമു, ഹാക്കിം തങ്ങൾ പറയുന്നു ഹുവ സ്വഹീഹുൻ, ഹുവ സ്വഹീഹുൻ, ഹുവ സ്വഹീഹുൻ. ഇബ്നു തൈമിയ്യ സ്വഹീഹുൽ ഇസ്നാദ് പറഞ്ഞിട്ടുള്ളൂ. പൊട്ടത്തിന് വെറുതെ പോയിട്ട് എന്താക്കണം അറിയോ? ഇബ്നു തൈമിയ്യയുടെ ഖബർ മാന്തി പഠിപ്പിച്ചു കൊടുത്താൽ സ്വഹീഹുൽ ഇസ്നാദ് സ്വഹീഹുൻ എന്ന് പഠിപ്പിച്ചത് ഇബ്നു തൈമിയ്യ. ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണ്, ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണ്. മാത്രമല്ല അതിന്റെ ശേഷം ഇതേ ഇബ്നു തൈമിയ്യ കുറെ സനദുകൾ പറയുന്ന ഈ വിഷയത്തിന് ഇബ്നു തൈമിയ്യ മുശ്രിക്കാണോ? ഹക്ക് മനസ്സിലാക്കില്ല. ഇവർ തർക്കിച്ച് പോകുമെന്നല്ലാതെ ഇതിലൂടെ ഈ കാസറ്റ് കേട്ടുകൊണ്ട് എന്റെ സംഘാടകരും നിഷ്പക്ഷരായി ചിന്തിക്കുന്നവർ മനസ്സിലാക്കണം, ഞങ്ങൾ ഉദ്ധരിച്ചത് റസൂലുള്ളാഹി തങ്ങളും ആദം നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തതിന് ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനിന്റെ 37ാമത്തെ ആയത്താണ്. അത് വിശദീകരിച്ചത് അൽ മനാർ, മുജാഹിദിന്റെ മുഖപത്രമായ അൽ മനാർ തൃപ്തിപ്പെട്ട് സമ്മതിച്ച അദ്ദുറുൽ മൻസൂറാണ് ഞങ്ങൾ തെളിവുദ്ധരിച്ചത്. അതിന്റെ പുറമെ ഹാക്കിം തങ്ങളെ ഒരു ഹദീസ് തെളിവുദ്ധരിച്ചു. ആ ഹദീസ് സ്വഹീഹാണെന്നും ഇബ്നു തൈമിയ്യയുടെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ പോലെയാണെന്നും ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞവർ ചിരിക്കുകയാണ്. അബദ്ധമായി പോയി. ചിരിക്കി അബദ്ധമായി പോയത്. ഇബ്നു തൈമിയ്യയുടെ വാക്കുകൾ ഖുർആൻ പോലെയാ. അങ്ങനത്തെ ഇബ്നു തൈമിയ്യ പറയാണ് എന്ത്? ആ ഹദീസ് സ്വഹീഹാണ്. ഫൈസൽ മുസ്ലിം പറയും സ്വഹീഹല്ല. ഇബ്നു തൈമിയ്യ പറയുന്നു ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് വഖാലൽ ഹാക്കിം ഹുവ സ്വഹീഹുൻ 84ാമത്തെ പേജിൽ. ഫൈസൽ മുസ്ലിയാർ പറയുന്നു ഇബ്നു തൈമിയ്യക്ക് വിവരമില്ലാന്ന്. അത് സ്വഹീഹാണോ? ചുരുക്കി പറഞ്ഞാൽ ഇബ്നു ഹജർ ഹൈത്തമി തെളിവുദ്ധരിച്ചിട്ടുണ്ട്, സുബുക്കി ഇമാം തെളിവുദ്ധരിച്ചിട്ടുണ്ട്. ഇവര് മൗദൂആണെന്ന് പറഞ്ഞതും അതേ ദഈഫാണെന്ന് പറഞ്ഞതും ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് അല്ലേ അല്ല. ഹാക്കിം ഉദ്ധരിച്ച ഹദീസിനെ മൗദൂആണെന്ന് പറഞ്ഞ 2 വ്യക്തികളെ ഈ ഭൂമി ലോകത്തുള്ളൂ. അവരെ പേരാണ് ഇബ്നു തൈമിയ്യ വതിൽമീദുഹു അസ്സഹബി. ഇബ്നു തൈമിയ്യ ശവാഹിദുൽ ഹഖ് എടുത്തു നോക്കും. യൂസുഫ് നബ്ഹാനിയുടെ ശവാഹിദുൽ ഹഖിൽ കാണാം ഈ ഹദീസ് മൗദൂആണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ അയാളെ വക സ്വന്തം കൂട്ടിയതാണ്. ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ റസൂലുള്ളാഹിനെ തവസ്സുൽ തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബുക്കി ഇമാം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖസ്തലാനി ഇമാം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം തങ്ങളും സ്വഹീഹാണെന്ന് പറഞ്ഞു എന്ന് ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സുന്നത്ത് ജമാഅത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും വിശുദ്ധ ഖുർആനിന്റെ 37 ബഖറ സൂറത്തിന്റെ 37ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹാക്കിം ഉദ്ധരിച്ച ഇബ്നു തൈമിയ്യ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇപ്പോൾ ഒരു പച്ചക്കള്ളം സുയൂത്തി ഇമാം ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? ഈ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ ഹദീസ് സ്വഹീഹാകാം, അതല്ലെങ്കിൽ അതിൽ ഇസ്നാദ് ഹസനാകാം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്നിട്ട് കാരണം അവിടെ പറഞ്ഞു ലി സിഖത്തി റിജാലിഹി. അതിന്റെ കാരണം അതാണ് ലി സിഖത്തി റിജാലിഹി. അതിന്റെ റിപ്പോർട്ടുമാരെന്താണ്? വിശ്വസ്തരായതിന് വേണ്ടി ഇല്ലത്ത് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ദൂരൽ മത്തിന് കൂടാതെ. അപ്പൊ മത്തിനിലേക്ക് വിഷയം ബാധകല്ലാന്ന് വരിക. അസ്തഗ്ഫിറുല്ലാഹ് പോയിട്ട് കിതാബ് പഠിക്കാൻ ഞങ്ങൾ നിങ്ങൾ ഏത് മദ്രസയിൽ പഠിച്ചത്? ഒരു 8 മുട്ടും തിരിയാതെ ഒരു മദ്രസയും കാണാതെ അൽമനാറും സൽസലും നോക്കി പഠിച്ച് ഇസ്ലാം തിരിയുവോ? കിതാബ് പഠിക്കണ്ടേ? ചുരുക്കി പറഞ്ഞാൽ അവസാനമായി പറയാനുള്ളത് ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടുപോയി. ഈ 2ാമത്തെ സെഷനും 1ാമത്തെ സെഷനിൽ ഒരു ഹദീസ് ചർച്ച ചെയ്യാനല്ല വന്നത്. സുന്നികളുടെ വാദം ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്തു എന്നും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാമെന്നല്ലേ, ഹദീസ് കൊണ്ട് തെളിയിക്കാമെന്ന് മാത്രമല്ല ഏറ്റത്, പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കും. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പ്രമാണമാണ്, വിശുദ്ധ ഹദീസ് ഞങ്ങൾ
ഞങ്ങൾക്ക് പ്രമാണമാണ്. മാലിക് ബിൻ അനസ് അംഗീകരിച്ച ഇജ്മാ ഞങ്ങൾക്ക് പ്രമാണമാണ്. നിങ്ങൾക്ക് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് നിങ്ങൾ തള്ളിയിട്ടുണ്ട്, അബൂ ഹനീഫ ഇമാമിനെ തള്ളിയിട്ടുണ്ട്, അഷ്ബഹ് ഇമാമിനെ തള്ളിയിട്ടുണ്ട്, ഇമാം സുയൂത്തിയെ തള്ളി, ബറൂസവിയെ തള്ളി, സുബിക്കിയെ തള്ളി, അത് സുയൂത്തി ഇമാമിനെ തള്ളി, ദുറുൽ മൻസൂറിനെ തള്ളിയിട്ടുണ്ട്. അവസാനം തള്ളി ഇബ്നു ഹജർ ഹൈതമിയെ തള്ളി, സൈനുദ്ദീൻ മഖ്ദൂമിനെ തള്ളി, അവസാനം നിങ്ങളെ പൂർവിക പിതാക്കന്മാരെ നിങ്ങൾ തള്ളി. നിങ്ങളാകെ സ്വീകരിക്കുന്നത് ഇബ്നു തൈമിയ്യ വദ്ദഹബി. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ഉമർ തങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞയാള്, അലിയാർ തങ്ങളെ കുറ്റം പറഞ്ഞയാളും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. 1921 മുമ്പ് നിങ്ങൾ കേൾക്കാത്ത പല വാദങ്ങളും ഇവർ കൊണ്ടുവരും. അതിന്റെ പുറമെ നിങ്ങൾ തന്നെ അൽ മുർഷിദിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാദപ്രകാരം തവസ്സുൽ ശിർക്കെന്നാണ്. അപ്പൊ മാലിക് തങ്ങൾ മുശ്രിക്കാകണം, അബൂ ഹനീഫ മുശ്രിക്കാകണം, ഇമാം സുബിക്ക് മുശ്രിക്കാകണം, ഇബ്നു ഹജർ മുശ്രിക്കാകണം, ഹാക്കിം തങ്ങൾ ശിർക്ക് ചെയ്ത ആളാകണം. ഹാക്കിം തങ്ങൾ സ്വഹീഹ് എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ. നിങ്ങളുടെ വാദപ്രകാരം തവസ്സുലിന്റെ ഹദീസിനെ സ്വഹീഹാക്കിയ ഹാക്കിം തങ്ങൾ മുശ്രിക്കാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി, ബാത്തില് ബാത്തിലായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. മുസ്ലിം കൂട്ടായ്മ അകലാട് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ക്ഷണിച്ച ഈ 6 പണ്ഡിതന്മാരും ഞങ്ങളുടെ ഈ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.